morning fucking star. They big mad cause they coming up short like Frodo. Activate the beast mode. I keep it hot, give your brain a heat stroke. You ain't a big shot, use a basic B-roll. The world is mine, like my name's Pacino. Got the party jumping like crisscross. Got the gold chain and the wristwatch. Pull up on the scene like a big shot. That's how you fucking nice, bro. Got the party jumping like crisscross. Got the gold chain and the wristwatch. Pull up on the scene like a big shot. EDM and hip hop, cause my style. Hola, people. Hola. Hola from the bottom of my heart, my brothers and sisters. എല്ലാവർക്കും വെൽക്കം ടു അനദർ ലൈവ് വിത്ത് മീ യുവർ ഓൺലി മെൻ അറ്റ് ആംസ്. എടേ, നിങ്ങൾ അറിഞ്ഞ ഇന്നത്തെ കേസ് വല്ലും പിത്തള് റിയാക്ഷനൊക്കെ തുടങ്ങി. അവിടെ ഭയങ്കര വിഷയമായിരുന്നു. പിത്തൾ വന്ന് റിയാക്ട് ചെയ്തിട്ട് പിത്തൾ തന്നെ പിത്തള് തള്ളി പിത്തൾ വന്ന് റിയാക്ട് ചെയ്തിട്ട് പിത്തളിന് സാധനം ഒന്നും കിട്ടണില്ല കേട്ടോ റിയാക്ട് ചെയ്യാൻ. മൂഞ്ചി ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു കാര്യമുണ്ട്. എടേ, സത്യം പറഞ്ഞാൽ പിത്തളുണ്ടല്ലോ, നമ്മൾ ലൈവുള്ള സമയത്ത് പിത്തള് ലൈവുള്ള നല്ലതാണ്. നമുക്ക് മാറി മാറി കാണാം. ഒരു എന്റർടൈൻമെന്റ് ആണത്. നോക്കട്ടെ, കളി തുടങ്ങിയിട്ടില്ല, നമുക്ക് അതുവരെ പിത്തൾജിയുടെ കളി തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. വി ആർ വാച്ചിങ് യു പിത്തൾ. നോക്കട്ടെ എന്തിനാണ് നടക്കുന്നത്. എന്തിനാ നടന്നിട്ട് എന്തിനാ വണ്ടി വന്ന് ഓ പന്നി ഓട്ടിക്കുന്ന കേട്ടോ അവിടെ ഇരുന്നിട്ട്. ഇത് ആര് ഓടണത്? പിത്തള ഓടിയത് സ്ക്രീനിൽ നിന്ന് ഓടി. ഇതാണ്ടതാ ഓടി ഓടി ഇവിടെ ഇരുന്നാണ് ആദ്യം. അതേതാ ജന്മിയൊക്കെ വന്ന് ആര് ഓടണത്? പിത്തള് എണീച്ച് ഓടി കള്ളാങ്കിൽ അവസാനം മുറിയുടെ അറ്റത്തിരിക്കണതാ. പിത്തള് കണ്ട മുറിയുടെ അറ്റത്ത് നിക്കണ കസേര ഇരുന്നയാണ്. ഇവളെ പെട്ടിയുടെ ബാക്കിൽ വരൂലോ, തല കാണിക്കൂലോ. മനസ്സിലായോ? എത്ര റൗണ്ടാ? എന്തെങ്കിലും പറഞ്ഞ് ചൊറങ്ങിട്ട് വരാൻ കേട്ടോ ഇന്ന്. അളിയ ഇവിടെ എന്തിനു നടക്കണ അളിയാ? ഞാൻ ഇല്ല ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയപ്പോഴേ പിത്തള് ചോദിക്കണം ആര് എവിടെ എണീച്ച് ഓർഡർ ചെയ്യുന്നത് കേട്ടാ. ആ റൗണ്ട് ഇവിടെ പിത്തള് കസേര ഇരിക്കണ്. റൗണ്ട് തീരാറായി ചത്തപ്പത്തേയും ഡോറിന്റെ അവിടെ നിൽക്കണ് അവള്. ഏടി ഇല്ല എടാ, നിങ്ങള് ഇത് പറയണേ ഉണ്ണി ഞാൻ ഇടയ്ക്ക് വരാൻ വീസി കേട്ടോ. എന്തെങ്കിലും കൊണ്ടുപോയി പറയണം കേട്ടാ. നീ വല്ല ടൈം ലൈനാ വല്ല റൗണ്ട് ഒക്കെ നോക്കി വെക്കണേ കളിയാ. ഉണ്ടെങ്കിൽ കേട്ടോ സാശയും ഉണ്ണി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഒരു റൗണ്ട് ഇറങ്ങുമെന്ന് പേടിച്ചിരിക്കുകയാണ്. എടേ, ഇന്നലെ ഉണ്ണി രാത്രി വിളിക്കണ ചിരിച്ചിട്ട് റിയാക്ഷൻ കണ്ട്. പിത്തളെ നമ്മളെ ടൈം ലൈനൊക്കെ മറ്റേ ക്ലോണ് പോണ് മറ്റേ യോറു ക്ലോൺ. പിത്തളുടെ ടൈം ലൈൻ കേട്ടോ മണിയിലൊരു വെടി. നോക്കിയപ്പോ ഒരു തല കണ്ടപ്പോ മണിയിലൊരു വെടി വെച്ചിട്ട് ചത്ത്. എന്റെ അറിയാ എനിക്ക് ആ ടൈം ലൈൻ ഉണ്ടല്ലോ, അവൻ ഓർത്ത് വെച്ചോട്ടോ. എന്റെ കുഞ്ഞമ്മ എടുക്കണം കേട്ടോ, വിടത്തെ വിടില്ല അവനെ. ഇന്നോട്ട് നിങ്ങൾ ഇട്ടോ തിരിച്ചു വിടണം. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. അതൊക്കെ ഇട്ടോ. ഞാൻ ഒരു കാര്യം പറയാം പിത്തളെ, ദയവേത് റിയാക്ട് ചെയ്യുമ്പോ ഇവിടെ വന്നിട്ട് ആരും ചൊറിയരുത് പ്ലീസ്. ഇന്ന് കുറച്ചു പേര് വന്നിരുന്നു. അത് ചൊറിയാൻ വന്നാലും അവർക്ക് ഒന്നും കിട്ടണില്ല റിയാക്ഷനില്. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു ടിവിയില്. നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നോക്കണം. എല്ലാം എന്റെ നല്ല കില്ല്, നല്ല വെടി, നല്ല കളി. അത് മാത്രമല്ല കളിയാ ഏറ്റവും വിറ്റെന്തിരെന്നാ റിയാക്ട് ചെയ്ത റൗണ്ടിലെ പൊതുവേ ഞാൻ കളി തോറ്റിട്ട് തള്ളക്കി വിളിക്കും. ഇതാണെങ്കിൽ റിയാക്ട് ചെയ്ത റൗണ്ടുകൾ ഞാൻ തള്ളക്കും വിളിക്കണില്ല. ചത്തിട്ട് മിണ്ടായിരിക്കണേ. ഞാൻ ജോജോനെ മാത്രം എടാ അത് നിങ്ങൾ കണ്ടില്ലല്ലോ. ആദ്യം കളിയിൽ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കും ഞാൻ അവൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ. എന്നിട്ട് അവനെ ചോദിച്ചാ ഡ്യൂലിസ്റ്റ് കളി എങ്ങനെയാടാ പറഞ്ഞ ഹോൾസ് കയറാനെന്ന്. അവനൊക്കെ എന്തോ മാനസിക വിഭ്രാന്തിയുള്ള സൈക്കോ ആണ് അവൻ. സീരിയസ് ആയിട്ട് അവനെ പറയണൊന്നും അവൻ പറഞ്ഞോട്ടോ. അതെ ഞാനൊരു സൈക്കോ ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്ന്.
ഓക്കെ എടാ അപ്പൊ നിങ്ങൾ രണ്ടുപേരും റൗണ്ട് ഒന്ന് ഓർത്ത് വെക്കാനടാ. ടൈം ലൈൻ പാടായിരിക്കും. റൗണ്ട് ഒന്ന് ഓർത്ത് വെക്കണം. ഞാൻ വരാം ഇടയ്ക്ക്. ഏത് കേട്ടാ? ഓർത്ത് വെക്കണവരൊക്കെ ഞാനും പറഞ്ഞോളൂ കേട്ടാ. അതന്നെ എല്ലാരും ഓർത്ത് വെച്ചിരുന്നാ മതി. ഉണ്ണിയിലേക്ക് കിട്ടും. ഉണ്ണി നിങ്ങൾ അറിഞ്ഞില്ലേ? പേര് വീണ്. എല്ലാവർക്കും പേര് വീണ്. ഉണ്ണിയുടെ പേരറിഞ്ഞൂടെ? നീ അര ഊമ, ജോജോ മുക്കാൽ ഊമ, പിത്തള് മുഴുവൻ ഊമ. ജോജോ അരവുമെന്നല്ല, ഉണ്ണി അരവുമെന്ന് ഞാനാ പറഞ്ഞത്. അത് തന്നെ മറ്റേ അരക്കള്ള മുക്കാക്കള്ള ഇല്ല, അതേപോലെ അര ഊമ മുക്കാ ഊമ. ഓ എടാ അതൊക്കെ നിങ്ങളെ മനസ്സിലെ തോന്നലാണല്ലേ. നിങ്ങൾ ആരും മിണ്ടല്ല. പിത്തള്ള കളി കഴിച്ച് നിങ്ങൾ ഇന്ന് നോക്കിയാണേ. നമ്മള് കളിച്ചോളാം. അത് മതി. നിങ്ങൾ കളിച്ചാൽ മതി. നിങ്ങളെ കളി തന്നെ കളിച്ചാൽ മതി. വേറെ ഓർത്തൊന്നും കളിക്കല്ലേ. കളിച്ചാൽ മതി. നിങ്ങളെ കളി കളിച്ചാൽ മതി. ഓ എടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് പറയണേ കേട്ടാ. ജസ്റ്റ് ഞാൻ താഴെ ഉണ്ട് കേട്ടാ. ഓ ശരി എടാ അപ്പാപ്പ റിപ്പോർട്ട് ചെയ്യണേ കേട്ടാ. താഴെ ഇരിപ്പുണ്ട്. ശരി കളി തുടങ്ങിയാടേ. ഞാൻ ലൈവ് ആണെന്ന് മറന്നുപോയി. ഞാൻ ലൈവ് ആണെന്ന്. വെൽക്കം ടു മെനറ്റാൻസ് ഫാമിലി. അവിടെ ഇന്ന് വിഷയായിരിക്കും കേട്ടാ. നിങ്ങള് അതും കൂടെ കാണും കേട്ടോ. ഇത് മാറി കാണും. ഇന്നത്തെ മാച്ച് എന്തായാലും എനിക്ക് മിസ് ചെയ്യാൻ പറ്റൂലേ. ചില ഞാൻ അവരോട് കളിക്കാൻ കയറിയത്. എനിക്ക് ഇന്നത്തെ മാച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലത്തെ കളി കണ്ടവർക്ക് അറിയാതെ എന്തുകൊണ്ടെന്ന്. അത് മാത്രമല്ല അല്ല അവരുണ്ട് കേട്ടോ ഇന്ന് പിള്ളേര്. കൊള്ളല്ലോ ലൈറ്റൊക്കെ. എന്തിങ്ങനെ ഇരിക്കുന്ന ക്ലാരിറ്റി ഇല്ലല്ലോ. റിഡംഷൻ ആർക്ക്. എല്ലാരും കയ്യൊക്കെ നിക്കണം. പഠിക്കുന്ന പോലെയായിരുന്നു എന്റെ അടുത്ത്. ഞാൻ പക്ഷെ ഇങ്ങനെയൊക്കെ കയ്യെ കൊടുത്തിങ്ങനെ പോകുന്നത്. രണ്ട് സൈഡിൽ ഇങ്ങനെ കൊടുക്കുമല്ലോ ഇങ്ങനെ. അവനെ എല്ലാം മാറ്റിക്കളഞ്ഞ് പേര്, റിലീജിയൻ, ആൽഫ അയ്യർ എന്ന്. കളിക്കുന്ന പേടിയാണ്. ഇത് കുണ്ടിരെ മോൻ. അങ്ങനെ ചായ ഉണ്ട്. ഇത് ആരാണ്? ഇത് വല്ലാത്ത ഹൈപ്പ് എൻട്രി ആണല്ലോ ഇത്. സണ്ണ വിഷയം. ഫാൻ ഫേവറേറ്റ് അല്ലേ? ആ ചേംബർ കൊള്ളാല്ലേ? ബോസ്റ്റന്റെ ഡാൻസ് ഒന്നുമില്ല. The only time today he isn't lurking behind you. Welcome now. ഓ നാറ്റ്സിന് റോഷന്റെ ഒരു ചായ ഉണ്ടടേ. എന്റെ കൂട്ടുകാർ ലൈവിൽ ഒരു റോഷന്റെ ഒരു ചായ ഉണ്ട് നാറ്റ്സിന്. എനിക്ക് തോന്നാനാണ് എന്തോ മുടിയ എന്തിനും ഒരു ചായ ഉണ്ട്. റോഷന്റെ ഒരു കട്ടുണ്ട്. ചായ ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. വെപ്പ് നമ്മളെ വെപ്പ് അല്ല ചേംബർ ക്ലോവ്. എടാ ഇവര് തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ഇത് മേക്കപ്പ് മാറ്റിയില്ലേ ഇവര്. മാസ്റ്റർ വെയിൻ. ഇവരൊക്കെ കണ്ട അവരെ ഫാൻസിനെ കാണുമ്പോഴത്തേക്ക് ഞാനൊക്കെ ആരെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വിശേഷം പറയും. ജസ്റ്റ് കൈ കൊടുത്തിട്ട് വൻ സ്റ്റാർഡം അല്ലേ ഇത്. സ്റ്റാർഡം. കജാക്ക് വന്നടാ. കയാക്ക് ലോജക് മോജക്. എല്ലാരും ലൈക്ക് ഇടാടേ. മെനിച്ചേട്ടാ വെൻ ക്യാൻ വി സീ ചേംബർ കോസ്പ്ലേ? ഞാനാ ഉടനെ സൂൺ. മുഖത്ത് കുറച്ച് വണ്ണം കുറയട്ടെ, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. കുറച്ച് വണ്ണം കുറഞ്ഞിട്ട് ചെയ്യാം. ഞാൻ ആലോചിച്ചേ ഉള്ളൂ ഈ ഇടയ്ക്ക്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കൂടെ ഈ കോസ്പ്ലേ ആണുള്ള? എനിക്ക് 1-2 ചെയ്യണമെന്നുണ്ട്. ബ്രിംസ്റ്റോണൊക്കെ ചെയ്യായിരുന്നു. കളിപ്പായിരുന്നെ. ഒരാള് സാന്റിയാഗോ പോ, ഒരാള് വീട്ടിൽ പോവും. വീട് സാന്റിയാഗോയിലാണെങ്കിലോ
ചേട്ടാ വിഷയമായിരിക്കും. അതാര് അലൻ വോക്കറാണ്? ഇന്നലെയും ചോദിക്കുന്നുണ്ടായിരുന്നു അലൻ വോക്കറാണെന്ന് ഇത്തന്നെ കണ്ടിട്ട്. ഓക്കെ കളി തുടങ്ങാം. ബീറ്റോ അപ്പം ബെസ്റ്റ് ഓഫ് 5 ആണ്. കൊറോഡ് കുഴപ്പമില്ല. ബൈൻഡ് കുഴപ്പമില്ല. ഓ പിഴച്ച മാപ്പ്. അബീസ് ബ്രീസ് ഇത് കൊള്ളാം കേട്ടോ, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. ഇത് ഒരൊറ്റ മാപ്പ് മാത്രമേ ശോകമുള്ളൂ. എനിക്ക് അബീസ് കാണാനും വലിയ ഇഷ്ടമല്ല. എനിക്ക് പക്ഷെ ഇപ്പൊ ഒരു ഇഷ്ടമുണ്ട്. നമ്മളെ റൈപ്പർ വളവ്. എടാ അത് പറയാൻ പറഞ്ഞു പിത്തളിന്റെ അടുത്ത്. എടാ വെയിറ്റ്. ഹലോ പിത്തളെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിത്തൾ വളവ് വീണ്, ഷിഫ്തൾ വളവ് വീണ് കേട്ടാ. ഷിഫ്തൾ വളവ് അറിഞ്ഞായിരുന്നാ? ഷിഫ്തൾ വളവ്. ബാക്കി ഉണ്ണി പറഞ്ഞുതരും. എന്റെ ഫാൻ ആർട്ട് കയറി നോക്കണേ. ഫാൻ ആർട്ട് ആ വളവിന്റെ പേര് വീണ്. സീരിയസ് ആയിട്ട് എടുത്ത് നോക്കി നോക്ക്. കളി തുടങ്ങട്ടെ. സത്യം. It's a good map to start things with from the side of Liquid. For Fnatic, it makes a lot of sense that they want to go with the Corona again. Remember, this is at the end of the day a rematch of a best of 3 we saw earlier in the tournament. And yes, things have changed in Corona, especially for the side of Liquid. In terms of composition. വേറെന്തൊരു വഴി അളിയാ, ഇത് നല്ല വൈപ്പർ അല്ലേടേ. ഇത് വിഷയം കോസ്പ്ലേ. ഇന്നത്തെ കോസ്പ്ലേ ഒക്കെ നിങ്ങൾ കണ്ടാടേ. ഇന്ന് വിഷയം കേട്ടോ. ഈ സത്യം പറഞ്ഞ എന്റെ അമ്മ ഇന്ന് എന്തൊരു കളിയായിരിക്കുന്നു കണ്ട. GSRSC ഞാൻ റിവ്യൂ ഇട്ടപ്പോ നിനക്കൊക്കെ ഒരു വിലയില്ല. ഇന്റർനാഷണൽ സ്റ്റേജ് വരെ നമ്മൾ പറഞ്ഞ ഹൗസ്പാഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സീരിയസ് ആയിട്ട് ഗൈസ്, GSRSC റീപ്ലേസ് ചെയ്യാൻ GSRSC ഉള്ളൂ, വേറെ ആരും ഇല്ല. എടാ വില്ലി ഇന്നലത്തെ കളി കണ്ട കളിയാ നീ. താങ്ക് യു ഫോർ ദ 400 കാണണ്ട കളിയാ. നമുക്കൊരു ദിവസം നീ ഒരു ദിവസം വീട്ടിലോട്ട് വാ, ഫ്രീ ആകുമ്പോ പറ. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. നീ ഇന്നലത്തെ കളിയണ്ടാ? ഫെനറ്റിക്കും ആരായിരുന്നു കളിച്ചത്? ഫെനറ്റിക്കും ആരടാ ഇന്നലെ പണിയത് അവരെ? അയ്യോ കുണ്ടി നമ്മുടെ ഇവൻ ജെന്റിൽമേറ്റ് കണ്ടായിരുന്നു ആ കളി. ഇന്ന് തോക്കണവര് ഔട്ടാണ്, ജയിക്കണവര് മാസ്റ്റേഴ്സിലോട്ട്. On this map, seriously, like even last year, they still repeat many of the rounds that we saw in the past to this day, but they still work. And do not forget, even though this is a best of 5 and technically is the last day of the tournament, it's a final, but it kind of feels weird because like there's been a lot of play in between. The time to prepare. വലിയ കടുവ. എടാ ബിഗ് ടൈഗർ വലിയ കടുവ. I have to agree, and I think വലിയ കടുവ ജോജോനെ കൊണ്ട് പറയിപ്പിക്കണം കേട്ടാ. that has obviously been a flawless map for Fnatic so far. നമ്മളിന്നിപ്പോ ഒരു മൈൻഡ് ഇല്ല. എടാ ദീപു ഈ കവറിൽ നീ ചാറ്റ് ചെയ്യാൻ കാണാത്തേണ മോനെ. ഇന്നലെ കണ്ടില്ല അളിയ വിഷയ മാച്ചർ. ഇന്നത്തെ കണ്ടോ എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പം കൊറോഡിലോട്ട് വരുമ്പോഴത്തേക്കും ഡബിൾ ഡ്യൂവലിസ്റ്റ്, അതും ഭയങ്കര അഗ്രസീവ് ഉണ്ട് ഡ്യൂവലിസ്റ്റ്. ഒരു ഇനിഷ്യേറ്റർ ആരടാ ചോദിച്ചാൽ സേജും ബ്രിമ്മൂന്ന് ഇപ്പൊ കളിക്കൂലെന്ന്. രണ്ടും ഉണ്ട് ടീം ലിക്വിഡിൻ്റെ. ഒരു ഇനിഷ്യേറ്റർ, ഒരു സെന്റിനൽ, ഒരു കൺട്രോളർ, മുംബൈ സെർവർ. അപ്പുറത്ത് നോക്കുമ്പോൾ ഡബിൾ ഇനിഷ്യേറ്റർ, ഒരു സെന്റിനൽ, ഒരു കൺട്രോളർ, ഒരു ഡ്യൂവലിസ്റ്റ്. എനിക്ക് പിക്ക് വൈസ് ടീം ലിക്വിഡിന്റെ പിക്കാണ് എനിക്ക് ഇഷ്ടം കഴിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ ടീം ലിക്വിഡിന്റെ പിക്കാണ് എനിക്ക് ഇഷ്ടം. എന്താണെന്ന് പറഞ്ഞൂടാ, ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുള്ള ഇഷ്ടം. മനസ്സിലായി, നമ്മൾ പണ്ട് സ്ഥിരം കളിക്കുന്ന പിക്കായിരുന്നത്. ഇതെന്താണ് ഈ രണ്ട് ഡ്യൂവലിസ്റ്റ് അല്ല, അല്ലാതെ രണ്ട് ഡ്യൂവലിസ്റ്റും സേജും സ്കൈയും ബ്രിമ്മും ഒക്കെ നമ്മൾ കളിക്കുന്ന സ്ഥിരം പിക്കുകളായിരുന്നു. ഒരിടയ്ക്ക് മുംബൈ സെർവർ സ്ഥിരം എടുക്കണ പിക്കായിരുന്നു. ഇപ്പം ലോബി മാറിയപ്പോ ഒന്നും കാണാനില്ല. സേജൊന്നും ഇപ്പൊ എടുക്കാറേ ഇല്ല. This lighting is awesome. രാജു താങ്ക് യുടാ. ഫൈനലാണോ ബ്രോ? ലോവർ ബ്രാക്കറ്റ് ഫൈനലാ. ലോവർ ബ്രാക്കറ്റ് ഫൈനൽ. It is so team liquid pilled that Nats is playing ഇവിടെ എന്തെങ്കിലും ആയ ഇത് ഇതുവരെ നടന്നില്ല കേട്ടാ. But that's the scary thing about നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടും. നിങ്ങൾ ടൈമൊക്കെ ഓർത്ത് വെച്ചു. പിത്തൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തമ്മിൽ ചേഞ്ചാ മാറ്റിയല്ല ഞാൻ. What are you prepping for the stage, Brimstone Neon? I mean, do not forget something that I had highlighted in these past few weeks whilst Team Liquid have had this lower bracket run is that Team Liquid love a composition change. They did the exact same thing against Team Heretics when we think back to Kickoff last year. This is what they do. This is quite literally what they do. Mind games. എല്ലാം റെഡിയാണ്. ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ കുടിക്കാനും തിന്നാനൊക്കെ? നൈസായിരിക്കില്ലേ വല്ല പെപ്സി ഒക്കെ കുടിച്ച് വല്ല പോപ്കോണൊക്കെ തിന്ന് നൈസായിട്ട് കാണാൻ.
ഇനി അവിടെ ഒരു കളിക്കണം അവര് കളി കഴിഞ്ഞ് വരാൻ തുടങ്ങി last ticket, Tom. Both of these teams have had one hell of a journey here. Liquid bracing that lower bracket run and Fnatic falling by a round in the previous final. It really is fair to say either of these teams could have. It could be setting തമ്മില് മാറ്റി but sadly only one of them will make it there. മൊബൈൽ എന്നാ പബ്ജി പോലെ വണ്ടി വരും അറിഞ്ഞൂടെ വന്നിവിടെ അറിയാമല്ലോ എന്തിനാണെന്ന് ബോട്ടിനെ അടുപ്പിക്കരുത് Either way, with how they've been playing, expectations are high. And a lot of it is because of these two guys. ഈ ഏരിയയിൽ അടുപ്പിക്കരുതെന്ന് സത്യം അവൻ കാരണം ഇന്നലെ ഫെനറ്റിക്ക് തോറ്റത് ഗോപിക്ക് ഇതൊക്കെ അറിയണുണ്ടോ എന്തോ ഗോപി ഇന്നലെ നിന്റെ ഭർത്താവ് പറഞ്ഞാണ് ഈ ഫെനറ്റിക്ക് തോറ്റത് അവൻ വന്നിരുന്ന് ഇതായിരുന്നു ജെന്റിൽ മാച്ച് കുണ്ടി എന്ന് പറഞ്ഞ പേര് കണ്ടപ്പോ ഉടനെ അവന്റെ കൂടെ അങ്ങ് ചേർന്നു കളി തുടങ്ങാം Barriers up and away they go. Fnatic playing quite passive down the bottom of mid. They've already been smoked off, but the pressure is liquid. Get aggressive. എന്റെ അമ്മ പട്ടിയെ വിട്ട് ബാക്ക് ഇറക്കി പട്ടിയെ വിട്ട് ബാക്ക് ഇറക്കാൻ മതിലെത്തിയ ശബ്ദം കേട്ടില്ല ഫസ്റ്റ് ഒരു കില്ലെടുത്ത് പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അണിയാ രണ്ടുപേര് ഇവിടെ 3v3 ആയി ഇവിടെ മിനി പോക്കെ വൻ വിഷയം അങ്ങ് കേറി അങ്ങ് ചെല്ലിയ അവിടെ Fnatic have been able to recover. The space taken was massive, and what a man that we're definitely going to have to keep an eye on this map. It seems like his home round almost secure ആയി ഫെനറ്റിക്കിന് ഓക്കേ ഇല്ല നാറ്റ്സ് ഉള്ളിടത്തോളം കാര്യം നടക്കൂലെന്നാണ് പറയുന്നത് കളി മാറി തോറ്റ് പിസ്റ്റൽ റൗണ്ട് It leaves Vekaj. He broke 100 kills yesterday in the best of 5. Here he just needs 2. That plan's certainly not ideal for him. Got to get a move on now with the smoke down. Suspects a player and having great read from the cash. Goes into അളിയാ വെക്കാജ് എന്തൊരു കളിയാടാ ഇപ്പൊ കളിച്ചത് മോനെ വിഷയം ഒന്നും പറയില്ല കേട്ടോ എല്ലാം ലൈക്ക് അടിച്ചാടേ എടാ ലൈക്ക് അടിയടാ 722 ഒരു വാച്ചിങ് ദ സ്ട്രീം ഗൈസ് പകുതി ലൈക്കേ ഉള്ളൂ 300 ലൈക്ക് എല്ലാവരും ലൈക്ക് അടിച്ചേരാ യൂഷ്വലി റിക്രൂട്ട്മെന്റ് വരുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പൂൾ ഓഫ് പ്രൊഫഷണൽ പ്ലേയേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ കോണ്ടാക്ട് അതെ ഇത് മിക്കവർക്കും അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടോ അവരെ തന്നെ വളർത്തിക്കൊണ്ട് വരുന്ന പ്ലേയേഴ്സ് അപ്പൊ അവിടെ നിന്നായിരിക്കും പിന്നെ ഉള്ള പ്ലേയേഴ്സിനെ എടുക്കുന്നത് പുതിയ പ്ലേയേഴ്സിനെ അഥവാ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ സെന്റിനൽസ് പുതിയ പ്ലേയേഴ്സിനെ എടുത്ത് അവരെ സ്വന്തം അക്കാഡമിയിലാണ് അങ്ങനെ അക്കാഡമി എന്ന് പറയുന്ന പോലെ എല്ലാ ടീമിനും വലിയ ടീമിനും അവരവരെ തന്നെ സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുള്ള ഇൻഗോൺ ടാലൻസ് ഉണ്ട് If they were ever going to play this match, this is the way I'd like them to play it. This round, though, I can't see them unless they get exits. I can't really see them doing any damage at all. നീ കളിക്കേണ്ട കുറെ വെയിറ്റിംഗ് ആയിരുന്നില്ലേ ഞാൻ ഉൾപ്പെടെ ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ ഹൈറ്റ് കൺകസ് കഴിഞ്ഞ് നല്ല കളി ഓ ഗണ്ണിന്റെ ചാകര അവിടെ എന്തെടുക്കാന്ന് കൺഫ്യൂഷൻ അവിടെ ഏതെടുക്കും എന്ന് കൺഫ്യൂഷൻ I suppose it's a good time to ask then, Tom, heading into this buy round. Like, obviously, you touched on this map, but with how the veto overall has gone down, where I know we spoke before the game. Nice കളി. Like a 3-1 to Fnatic. Are you sticking with that now? അപ്പം ഇതൊരു ബൈ റൗണ്ട് ആണ് ടീം ലീഗിന്റെ ബൈ റൗണ്ട് ആണ് എല്ലാവർക്കും ഗണ്ണ് സാധനങ്ങളെല്ലാം ഉണ്ട് അൾട്ടി ഒന്നുമില്ല സേജിന്റെ അൾട്ടിയാണ് കുറച്ചെങ്കിലും ക്ലോസ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ആർക്കും അൾട്ടി ഒന്നും അപ്പായിട്ടില്ല റാഷീസിന്റെ ഒരു റിവ്യൂ അത് എവിടെ ചെന്ന് ഇവിടെ റിവ്യൂ ആണ് കയാക്ക് പറത്തങ്ങ് കേറിയടാ വെയിനാണല്ലേ സേജ് കളിക്കുന്നത് ഓ എന്റെ അമ്മോ ഇത്രയും കയറ്റി വോൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര മാപ്പ് കൺട്രോൾ ആണ് ഇപ്പൊ ഇത്രയും ഭാഗം പൂട്ടിയിരിക്കുകയാണ് ഇനി മതില് പൊട്ടിയാൽ മാത്രം അവിടെ നോക്കിയാൽ മതി ആംഗിൾ മനസ്സിലായോ ശരിക്കും ചില മാപ്പുകളിൽ കൊള്ളാം ഗുണമുണ്ട് വെയിൻ നല്ലൊരു അടി ബോസ്റ്ററെ ചെയ്ത് കേട്ടോ ഇന്നലെ Who are we? Fnatic എന്ന് ടീം ലിക്വിഡ് ഫാൻസ് കുറവാണ് ഒരു കാര്യം പറയാൻ ടീം ലിക്വിഡിൽ മിനിബു ഇപ്പൊ ജെല്ലായിട്ടുണ്ട് വന്ന് കേറിയ സമയം പോലെ അല്ല അവര് കളിച്ച് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് വൻ കളി നാറ്റ്സ് ഒക്കെ മുട്ടാൻ കളി എനിക്ക് നാറ്റ്സിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് റോഷൻ ഓർമ്മ വരും
ഞങ്ങൾക്കറിയാം റോസ് ഓക്കെ ചെയ്തെറിഞ്ഞു കേട്ടാ. ബോണസ് കൺവേർഷൻ, നല്ലൊരു ബൈ റൗണ്ട്, നല്ലൊരു കളി, ഒരാളെ കാഷ്വാലിറ്റി ഉള്ളൂ. നൈസ് നൈസ്. With this guy, I guess being a little bit let off the leash. Like when you're playing the Sage, you can be more proactive. You can have those aggressive fights and then put slows down to make it awkward for people to swing you. And just giving him the backup to use some of that individual skill, which, hey, if the guy can get 3 kills, 1 on 5 HP, imagine what he can do on full HP. A great round for Liquid to kick off. But as said, this is where Fnatic have their buy. They have an ultimate available, although so does Wayne. And we'll see if they can now start to build into this attack side a little more. I think the main thing is, though, if it's, well, never mind the theory crafting, Liquid are going aggressive right off rip. 3-4 walking down mid. No presence on A that they fought for with that wall a couple of times now. എന്റെ അമ്മ അവിടെ ഒരു ബാക്കപ്പ് കൊടുത്തില്ലായിരുന്നു. അവിടെ കഴിഞ്ഞ കളി പട്ടി കടിച്ച് 2 പേര്. എന്റെ അമ്മോ എടാ മിഡ് തള്ളിയത് എന്തോന്നാ ഇത്? ഓ പോസ്റ്റർ. എന്റെ അമ്മോ എന്തൊരു ഗോൾ വിളിയാടാ. നാറ്റിന്റെ അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് തള്ളിച്ചെന്ന് പണിയാണ്. ഇതാടാ കളി. ഒരു ടീമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത കളി, മനസ്സിലായ? അവർ എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കയറി അടിച്ച്. എന്റെ അമ്മോ അതാണ് സ്റ്റോപ്പ് യുവർ ഗെയിം പ്ലാൻ. ഈ വാലറന്റ് ഇത് അധികം കാണാറില്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. CS-ലൊക്കെ ആണെങ്കിൽ ഒരുപാട് തവണ ഇത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പുറത്തെ ടീമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കയറി അടിക്കും. ചില റൗണ്ടുകളിൽ, എപ്പോഴും അല്ല, ചില റൗണ്ടുകളിൽ. പക്ഷെ ഇതില് വളരെ അപൂർവം ഇങ്ങനെ കാണാറുള്ളൂ, വളരെ അപൂർവം. എനിക്കൊന്നും ഞാൻ ഇത് ഒരു 2-3 വട്ടം കണ്ടിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള PRX ചെയ്യണയാണ്. അളിയാ എന്തൊരു പറ്റി? അയ്യോ എന്റെ നെറ്റ് പോയ. അയ്യോ അയ്യോ അയ്യോ. എടാ ഈ കളി എന്റെ നെറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ജീവിതം നിർക്കും കേട്ടാ. And numbers here should be able to avoid that util coming through. Oh, steps back from the smoke. മുട്ടാൻ കളി ഫെനറ്റിക്കിനെ ചെയ്യണം. ഇതാരെ മാപ്പാണ്? ഫെനറ്റിക്കിന്റെ മാപ്പാണ് ഇത്. പിന്നെ നാറ്റ്സ് ഇങ്ങനെ അല്ല കളിക്കുക, ഇങ്ങനെ അല്ല TL കളിക്കുക. നാറ്റ്സ് നല്ലോണം കളിക്കണില്ലേ? റീപ്ലൈ ചെയ്യുവാ പ്ലീസ്. എടാ എന്തിനാടാ ബോണ്ടഡ് മല്ലു എന്തിനു പറ്റി? കണ്ടില്ല. റിപ്ലൈ ആണാ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് if anyone have a dream to play in any of the best these teams, then how can we get in? ആദ്യം നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റേഡിയന്റ് അടിക്കുക. ടോപ്പ് 500 ലിസ്റ്റിൽ ടോപ്പ് ഒരു 20-ലെങ്കിലും വരിക. നോട്ടീസ് ചെയ്യുക നിന്റെ ആൾക്കാരെന്നുള്ളതാണ് എന്റെ സാധനം. അത് ടോപ്പ് 20-ൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നോണ്ടേ ഇരിക്കണം. ആ ഒരു സ്ഥാനത്ത് എപ്പോഴും കാണണല്ലോ, വല്ലപ്പോഴും ഒരു വട്ടം കയറിയാൽ പോരാ. കൺസിസ്റ്റന്റ് ആയിട്ട് റേഡിയന്റിൽ തുടരുക എന്നുള്ളതാണ് മിനിമം ബേസിക്. അതിന്റെ മിനിമം റിക്വയർമെന്റ്. ഒരു 40-ലെങ്കിലും വരിക. 20 കുറച്ച് പാടാണ്, 40 പാടാണ്. All things considered, that's a pretty big win, just getting the res out. I think Fnatic will have a smile on their face coming out of that round, but coming into this one, 4 ultis for them, rifles and credits put on the line. This should be where they put it on the board. ആ റൗണ്ട് ഒന്ന് റീപ്ലേ ചെയ്യാനാണ്. ആ റൗണ്ട് ഏതായിരുന്നു? 2-1 അല്ലേ? പക്ഷെ അത് ഞാൻ തോറ്റെന്ന് വെച്ചാൽ വെക്കാശ് 2 കില്ലെടുത്ത് എന്നിട്ട് തോറ്റി. ഓടാ വീണ്ടും അഗ്രഷൻ അളിയാ. ഫെനറ്റിക്കിന് ഇവര് ഏത് റൗണ്ട് എവിടെ വരുന്ന ഇവര് റീഡ് ചെയ്ത് കളിക്കുകയാടാ. എന്റെ അമ്മോ അവര് പണിയടാ ടീം ലിക്വിഡിനെ. വെയിൻ മുട്ടാൻ കളി. എന്റെ മോനെ ഇത് ടൈം ഔട്ട് വിളിക്കാൻ നല്ലത്. ഇവന്മാര് ഒന്നും വർക്കൗട്ട് ആണല്ലോ. ഇവരെ മറ്റേ കാണാതെ പഠിച്ചിട്ട് വന്നിട്ട് കളിക്കാൻ പോണ റൗണ്ടിന്റെ അവിടെ അഗ്രഷൻ കാണിച്ച് അടിച്ച് കൊല്ലുകയാടാ. എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ലടാ ഇവരെ. വെൽക്കം ടു ഐ ലവ് മെനറ്റാംസ്. ഇവരിപ്പോ CS കളിക്കണമല്ലോ കളിക്കിയത്. യൂട്ടിലിറ്റി ഒന്നും അല്ല, ആടി കേറി ചെന്ന് ആടി. എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത കളി.
He's dead right in their face. That's how they're playing. Heads up Valorant. And it's different positions every time. As you try to slow them with the smoke, or even as they put smokes down. ടീം ലിക്വിഡിന്റെ കോൾസ് സ്പോട്ട് ഓൺ. മിഡ് റഷ് ചെയ്ത സൗണ്ട് സമയത്ത് അവർ വിചാരിച്ചിടത്ത് ആളുണ്ടായിരുന്നു. ഇപ്പൊ റഷ് ചെയ്ത സമയത്ത് അവർ വിചാരിച്ചിടത്ത് തന്നെ അവർ വന്ന് ഇത് വൻ അഗ്രഷൻ എന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കണ്ട ടീമിനെ. നമ്പർ വെച്ച് അടിക്കുക. പ്ലേയിങ് ലൈക്ക് അറ്റാക്കിങ്. എടാ ഇത് ശരിക്കും പറഞ്ഞാലേടാ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ അറ്റാക്കിങ് ഡിഫെൻഡിങ് അല്ല. പണ്ട് ഇത് കുറച്ചുകൂടെ കോമൺ ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ റൗണ്ടും ചെയ്യൂല, പക്ഷെ കുറച്ചുകൂടെ കോമൺ ആയിരുന്നു. CS-ന്റെ അല്ല സമയത്തൊക്കെ, CS ആയിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അപ്പുറത്തെ ടീം ലൈനപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ അടിച്ചു കയറാറും പുഷ് ചെയ്ത് കൊല്ലാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് വളരെ കുറവാണ്. ഇപ്പൊ കൂടുതലും ഡിഫെൻഡിങ് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി യൂസ് ചെയ്ത് ബാക്കിൽ നിന്ന് കളിക്കുക, ഇൻഫോ എടുക്കുക. കൂടുതൽ ഇൻഫോ ഗ്യാദർ ചെയ്താണ് വാലറന്റിൽ കളിക്കണത്. മനസ്സിലായ? മറ്റേ ഇൻഫോ ഗ്യാദർ ഒന്നുമില്ല. നമ്മൾ നോക്കിയ ആളെ കണ്ട് ആളുണ്ടെങ്കിൽ ആളുണ്ട്. ഫ്ലാഷ് എറിഞ്ഞാലൊന്നും ഇൻഫോ ഒന്നും കിട്ടൂല. ഇത് കൊള്ളാം. പഴയൊരു കാലമൊക്കെ ഓർമ്മ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇപ്പൊ പെരട്ടിക്ക് തോക്കണമെങ്കിൽ ഒരു സന്തോഷമുണ്ട്. എന്തോ എനിക്ക് അറിഞ്ഞോളൂ. ആ ഒരു ഗെയിം പ്ലേ ആണ് ഒരു സന്തോഷമാണ്. എന്റെ അമ്മ വീണ്ടും എന്റെ അമ്മോ. No pressure on the shoulders of Team Liquid to start. എന്തൊരു കളിയാടാ ഇവര്. ഓ ഇല്ല 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 കളി മാറി കളി മാറി കളി മാറി കളി മാറി കളി മാറി കളി മാറി. പക്ഷെ 2v2 ആയി. നല്ലൊരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജിലേക്ക് എത്തി നിൽക്കണം ടീം ലിക്വിഡ്. നല്ലോണം കളിച്ച് പെരട്ടിക്കത്. നാറ്റ്സ് ഉണ്ട് പക്ഷെ ഓക്കെ. നാറ്റ്സ് ഒരു കില്ലെടുത്തിട്ട് നാറ്റ്സ് ഓടി ബാക്ക് ഇറങ്ങി. സീറ്റിലുണ്ട് എന്ന് കാണിക്കാൻ സ്റ്റിംബിക്ക് ഇട്ട് കൊടുത്തിട്ട് അളി ഓടി അളി അപ്പുറത്തോട്ട് ഓടി. ഈ സൈറ്റിനെ വിട്ടുകൊടുത്ത് ഇനി 1v2 പ്ലാൻ ചെയ്തിട്ട് കളിക്കാന്നുള്ള സീനാണ്. ഇതില് പ്ലാൻ ചെയ്തിട്ട് സേജ് നടന്ന് എൽബോ വഴി വന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് മീറ്റ് ചെയ്ത് കളിച്ചാൽ കളി. രണ്ട് ആംഗിളിൽ നിന്ന് ഇത് കളിയില്ല. ഇപ്പൊ രണ്ട് ആംഗിളിൽ നിന്നാണ് പോണത്. എന്തൊരു കളിയാടാ. എടാ മോളി അവിടെ ഇട്ടിട്ട് അവൻ ചെയ്ത ഇങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മോളി ഞാൻ വിചാരിച്ചു വെറും വേസ്റ്റ് ഒരു മോളിയാണെന്ന് വിചാരിച്ചു. ഈ മോളി ഇവിടെ ഇട്ടപ്പം ഇനി ഇവൻ ഫോർവേഡ് ഡ്യൂവൽ എടുക്കാവുന്ന നിൽക്കുക ഇത്ര ആംഗിളേ ഉള്ളൂ. എന്നിട്ട് ഇവൻ പുകയിട്ടാൽ ഇവിടെ തന്നെ വരുന്ന നാറ്റ്സിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ 2 വെടി ചുമ്മാ വെച്ചടാ. കണ്ടിട്ടില്ല 2 വെടി വെച്ച്. അത് എന്തൊരു കളിയാടാ അതൊക്കെ. അവിടെ മോളി എടുക്കണോണ്ട് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റൂലല്ലോ. മോളി കൊണ്ട് ചാവും, ഹെൽത്ത് പോയി ചാവും. മോളോട്ടോ കോക്ടെയിൽ ഇല്ല കണ്ടില്ല. ആദ്യത്തെ അടി അടിച്ചിട്ടാണ് കാണുന്നത്. കണ്ടില്ല. ഒരുപാട് ബാക്കിലായിരുന്നു കേട്ടോ. എന്തിനോ നടന്ന് ഒരു കില്ല് കിട്ടി. സോറി കേട്ടാ കുറച്ച് ബാക്കിലായി പോയി. 23% ഉള്ളു TL. ബാക്കി 78. എടാ എല്ലാരും വോട്ട് ടീമിലേക്ക് മുട്ടാൻ കളി കേട്ടാ. പറയാതിരിക്കാൻ വയ്യ. മുട്ടാൻ കളി. നാറ്റ്സ് കുറച്ച് വിഷയമാണ് ഇന്ന്. നാറ്റ്സ് കഴിഞ്ഞത്തെ പോലെ വൻ എനർജി ഇപ്പൊ അവരുടെ ടീം. ഓക്കെ കൊള്ളാം. ഫെനറ്റിക്ക് നൈസ് ഒരു കളി. ഫെനറ്റിക്ക് ഭയങ്കര ഡിഫെൻസീവ് ആയിട്ട് കളിക്കണം. നൈസ് ഒരു ബി സൈറ്റ് നാറ്റ്സ് നിൽപ്പുണ്ട്. നാറ്റ്സിന്റെ കയ്യിലാണ് ഞാൻ റൗണ്ട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ നാറ്റ്സ് എന്തെങ്കിലും ചെയ്താ ചെയ്ത്. ഓ മിനിബൂനെ അടുത്ത് മെയിൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുമെന്തോ. അളിയനെ കൊന്നടാ. വെക്കാസിനെ കൊന്ന്. അളി ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ചടാ. 19 സെക്കൻഡ് അവൻ മതിലെട്ടി അടയ്ക്കാൻ പോണ്. അവൻ മതിലെട്ടി അടച്ചടാ. അവിടെ സ്ലോ ഓർബ് ഇപ്പഴേ ആദ്യമേ ഇടണ്ടായിരുന്നല്ലേ. മതിലേട്ടി അടച്ചിട്ട് പിന്നെ സ്ലോ ഓർബ് ഇട്ടെങ്കിൽ നൈസ് കളി വരുന്നതിനെ. അത് എന്റെ അമ്മോ.
പ്ലാൻ ചെയ്താണ് ഈ ആ മതില് സ്ലോ ഓർബ് മതില് പൊട്ടിച്ചിട്ട് സ്ലോ ഓർബ് കൈ വെച്ചിരുന്ന നൈസ് ആയിരുന്നു തന്നെ അതല്ലേ കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് സ്ലോ ഓർബ് തള്ളേ എന്നാ മുട്ടാൻ കളിയായിരുന്നത് basically hoping for a mistake and he's going to get flanked on instead. Okay, അത് പോയത് പക്ഷെ നല്ല കളിയായിരുന്നു നല്ല കളി പെനൽറ്റിക്ക് അങ്ങനെ തിരിച്ച് ഒരു മൊമെന്റം പയ്യെ ബിൽഡ് ചെയ്തുകൊണ്ട് വരെയാണ് കൊള്ളാം Nats is not like best IGL. Boster is the better IGL. He has been an IGL for 10 years now. This stat of TL works only if they are hitting shots. Currently ഷോർട്സ് ഹിറ്റ് ആവണുണ്ട് രണ്ടുപേർക്കും അതിനൊരു വലിയ സീനില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് കളി പിടിക്കുന്നതിലാണ് കാര്യം ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം 2 കില്ല് നേരത്തെ വീണായിരുന്നു 3v5 റൗണ്ട് പെനൽറ്റിക്ക് തിരിച്ച് പിടിച്ചായിരുന്നു 2v2 ആക്കി പക്ഷെ നാറ്റ്സ് ജയിപ്പിച്ച റൗണ്ട് ഓവർ അഗ്രഷൻ കാണിക്കുന്നുണ്ട് ഇനിഷ്യൽ അഗ്രഷൻ കഴിഞ്ഞൊന്ന് പോസ് ചെയ്യാൻ ഒരു സമയം കിട്ടുന്നില്ല കൊള്ളാം a little bit worrying for Fnatic. Their defensive side of this map has been sublime. 8 rounds versus mates, a 6-0 versus Liquid last time, and 10. Shot. Now down. Line them up. ഇത് മച്ച് കേറി ചെല്ലണടാ അവിടെ വാൾ ചെയ്തിട്ടിരിക്കുന്ന അവിടെ you can't get me if I can't get you either. Give him time to recover. Now the smoke down as well. For them to use this off that was seen just moments ago. Just about around that corner. Half his HP gone. Little heal. Team Liquid. That's going back to Molly ഇടാൻ വേണ്ടി കേറി ഒന്ന് ചത്ത് 3v5 സേവ് ചെയ്യണ എനിക്ക് നല്ലത് അതെ സേവ് വിളിച്ച് നാറ്റ്സ് വെറുതെ കേറി ചത്ത അവിടെ Monster have led the team to finals better than anyone else. Many bro, ഞാൻ നാളെ പോവാണ് ഓസ്ട്രേലിയക്ക്. Thank you. എൻ്റെ ഡിഫിക്കൽട്ട് ടൈമിൽ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. പ്ലീസ് കണ്ടിന്യൂ ടു എന്റർടൈൻ പീപ്പിൾ ബ്രോ. ഇനി ലൈവ് ഒക്കെ കാണുന്ന ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നാലും നോക്കാം. ലവ് യു ബ്രോ. എടാ അടിപൊളി പൊളിക്ക്. ഇനിയിപ്പം പുതിയ ലൈഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ. അവിടെ പോയി ജോലിക്കൊക്കെ കയറി പയ്യെ സമയം കിട്ടുമ്പോ വാടാ പൊളിക്ക്. ഓൾ ദ ബെസ്റ്റ് എടാ, ഓൾ ദ ബെസ്റ്റ്. He's OP. All the best bro. I'm still confident that this is their map. Minion, according to you, who is god of VCT? ഞാൻ ഇതിലൊരു കാര്യം പറയാൻ കഴിച്ചു. ഇതില് നിങ്ങൾ വിചാരിക്കാൻ ആ ഒരു സീനല്ല. ഇതില് നമുക്കൊരു T1 ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും ഒരുപോലെ വെടിവെക്കും. അതില് ഒരാളെ കുറച്ചുകൂടെ കിടിലം വെടി അങ്ങനെയല്ല. എടുക്കണ ആംഗിളും ടീം സിനർജിയിലാണ് ഒരാൾക്ക് ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റുന്നത്. മനസ്സിലായ? അപ്പം അപ്പുറത്തെ ടീമിന്റെ സ്ട്രാറ്റജി എത്രത്തോളം അടിച്ചു കലക്കി ഒരു മാപ്പിൽ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവർ ചിന്തിക്കണ പോലെ ചിന്തിച്ചിട്ട് വരുന്ന സമയത്ത് ഡ്യൂവൽ എടുക്കുക എന്നുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ വരും. അല്ലാതെ ഒരാൾ മറ്റേ ആളെക്കാളും കിടിലൊരു വെടിവെക്കുന്നു കളിക്കുന്നു എന്നല്ല ഇതിൽ വരുന്നത്. സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് കളിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ ടീം എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് കളിക്കുമ്പോൾ ആർക്കാണ് അപ്പർ ഹാൻഡ് കിട്ടുന്നതിനനുസരിച്ചാണ് കളി പോണത്. ഫുൾ ടൈമിംഗ് ആണ്, കുറെ ടൈമിങ് ഫേക്ക് ചെയ്യുമ്പോഴത്തേ അപ്പുറത്തെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെക്കൻഡ് ആയിരുന്നു. ഇനിയിപ്പോ മിക്കവാറും മാറാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഇപ്പൊ ഒമനായോണ്ട് ഒരു രസമില്ല. എന്റെ ഫേവറേറ്റ് പ്ലെയർ സെക്കൻഡ് ആയിരുന്നു. അത് സെന്റിനൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അവ ആ ടീമിൽ ഒറ്റയ്ക്ക് എന്തിനൊക്കെ ചെയ്തു കൊടുക്കുമല്ലോ പണ്ട്. Wayne on the other side though is just like, well, you can put a wall down, so can I. I'm just gonna again delay, and that's what this Sage is almost perfect for. Let him fight forward, let him use those slows if anybody tries to make a pacey hit. And then let me make it more awkward for you. You have to break this wall, otherwise walking through this gap, it makes it very easy for me. What is your opinion on current EMEA versus second half combo work ആവുന്നില്ലെന്ന് തോന്നി? ആ ഒരു ടീം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അത് ടെൻസിനെ കൊണ്ട് റോമൻ കളിപ്പിക്കുന്ന പോലെ ഇരിക്കുന്നത്. അറിഞ്ഞൂടാ, അത് പക്ക ഒരു ഡ്യൂവലിസ്റ്റ് പ്ലെയർ ആണടാ സെക്കൻഡ്. അവൻ ഡ്യൂവലിസ്റ്റ് ആണ്, വേറെ ഒന്നും അല്ല. അവനെ സൈറ്റിൽ ചെന്ന് സ്പേസ് ഉണ്ടാക്കാനും കില്ലെടുക്കാനുള്ള കഴിവ് നല്ലോണം ഉണ്ട്. വെയിലിനെ തൂക്കി അവർ അവസാനത്തെ ഒരു സെക്കൻഡിൽ എന്തിനാണ് പോയി പ്ലാൻ ചെയ്യണതടേ. എന്റെ അമ്മോ, കളി പിടിച്ചടാ. എന്റെ അമ്മോ,
എന്റെ ആളിയാ തൊലച്ച് കളഞ്ഞടാ പാപ്പോ കയറി. അതൊന്ന് റീപ്ലേ കാണിച്ചിരുന്നേ കൊള്ളായിരുന്നു. അത് him trying to jump out of the way to flash his opponents and then landing both shots in that split second. Because even though it was so late, look, 10 seconds on the clock here, 8 as he goes for the kills. If he dies there, they still get the point, they still win the round. Like that is how much of a margin that came down to. അളിയന് തിരിച്ച് കേറാനും പറ്റില്ല. മോളിയും And as you can see, he had no choice but to look at your molly, mate. ആ മോളി എന്താണ് അഥവാ അവൻ ചത്തിരുന്നെങ്കിൽ മോളി കാരണം പ്ലാൻ ചെയ്യാൻ പറ്റൂല. Molly lands, still can't get the plant. It's a really nice play from Team Liquid, and I think they responded to that info perfectly. Again, that late wall from Wayne, buying so much information, and you have to really commend Liquid for what they've brought to bear here today. As you said, that quick turnaround in the comp, but this looks like something that's been rehearsed for a long time. Except for that fight, but the second man there again, it is kind of അയ്യോ കണ്ടില്ല എന്തിനു പറ്റിയത്? It's you're gonna അത്യാവശ്യം മെസ്സേജ് വന്നു. I assume there should have been some sort of retreat plan, but that plan wasn't taken. And then you've left Mini, but the problem is he now feels like he needs to get a kill. Otherwise, it's just untraded and you've fallen back. And well, even if there was a trap in play, if Fnatic avoid it now, they really don't care. Well, this time they wait outside that wall. Again, last time he broke it, they rotated in pretty quick. They waited, so now they let the clock run a little bit, then burst on in. But the quick rotation danger in this corner. The judge, oh, it's going to be terrible. അയ്യോ ചാടി അടിക്കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഇവ ഇപ്പോഴും ഉണ്ടളിയാ ഈ പാപ്പോ ഇവിടെ തന്നെ. ഇവിടെ തന്നെയാണ് ആ ജീവിതകാലം മുഴുവൻ ഇരിക്കണേ. അയ്യോ എടാ വെക്കാജ് ആന്റി ഫ്ലാഷ് കളിച്ചടേ. നൈസ് കളിയായിരുന്നതാ. മോളി വെയിലായി. ആളിന്റെ മോളിയും വെയിലായി. നാറ്റ്സിന്റെ കിടിലൻ കളി. ഓൺലി 600 ലൈക്ക് 1.2K വാച്ചിങ്. എടാ എല്ലാം ലൈക്ക് അടിയടാ മക്കളെ. എവിടെ ഫാൻസി ചേച്ചി? ഇവിടെ ഫാൻസി വന്നില്ല. അടുത്ത ആളിലും വരുമെന്തോ. ഫാൻസി വേണം. ചാടി അടിച്ചതും എന്തൊരു ഫ്ലിക്സ് അത്. ഇടലാൻ കളി അല്ലേ? ഇത് ഫുൾ ഹാപ്പനിങ്. അടിയോടടി അടി വേടി ബഹളം പ്രശ്നം. ഓക്കെ വെയിന് 11 കില്ല് കേട്ടാ. വെക്കാജിന് 11 കില്ല്. മിനിബു എന്തോന്നോ ചെയ്യണുണ്ടല്ലോ. കയറി ഫോണുണ്ട്. This was looking pretty damning in 5-2, but as said, Fnatic comfortable on that defense. This is so aggressive from the defensive side, and again it's working out. Minibu's running through his own team. എന്റെ അമ്മ എല്ലാരും പണിയടാ. 7-5 ടാ. എന്റെ അമ്മ ഇറങ്ങി വന്ന് അടിച്ചെറിഞ്ഞിട്ട് പോയടാ. ഞാൻ വിചാരിച്ചു ഇവര് തോറ്റെന്ന് വിചാരിച്ചു. ഫെനറ്റിക്ക് ഈ പൊഹയ്ക്കകത്ത് കയറി നിപ്പുണ്ടായിരുന്നു. ഞാൻ തോറ്റെന്നാ വിചാരിച്ചത്. പക്ഷെ അവനെ വിട്ടിട്ട് ഫ്രണ്ടി വന്ന് എല്ലാരും അടിച്ചു കൊന്നടാ മിനി പൂ. എന്നിട്ട് അൾട്ടി ഇട്ട് വന്ന് അവൻ ബാക്കിലോട്ട് പോയണ്ട. എന്റെ മോനെ. എന്നാ ഹായ്, ഞാൻ കുറച്ച് ലേറ്റായി അണ്ണ. ഉറക്കം ഇതുവരെ മാറിയില്ലേ? എന്റെ ഉറക്കമൊക്കെ ശരിയായി. ഞാൻ ഉറങ്ങി കിടന്ന്. കഴിഞ്ഞ കളിയിൽ ഞാൻ കിടന്ന് ഉറങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സുഖമായിട്ട് നോക്കും. ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി. 2 മണിക്കൂർ ഉറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 6 മണി തൊട്ട് ഒരു 8-8:30 വരെ ഉറങ്ങി. നല്ല അതുകൊണ്ട് എൻ്റെ പവർ തിരിച്ചു വന്നു. ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇത് ഫസ്റ്റ് ഹാഫ് ആണല്ലേ. ഇത് നോക്കട്ടെ ഇവിടെ എന്തിനു നടക്കണമെന്ന്. ഈ ട്രയല് 10 കളി തോൽക്കാതെ ജയിച്ച 2K ജീപ്പേ. നടക്കണ കേസല്ല പ്രഭാകരൻ സാർ. ഇവിടെ എന്തൊരു കേസ് നടക്കണം നോക്കട്ടെ. ഇവിടെ ഗോട്ട് ഇതാ ഇവിടെ ഉണ്ട്. പിത്തളോടെ കളിച്ചോണ്ടിരിക്കണേ. പിത്തളോടെ കളിക്കുന്നു ഗോട്ട്. ഉണ്ടെന്നൊക്കെ കോള് വിളിക്കണളിയാ. സെൻസ് ഒരു കില്ലെടുത്ത് പിത്തള് കോളൊക്കെ വിളിക്കുന്നുണ്ട്. വോള് പോക്കണം എന്നാ പറഞ്ഞ്. പിന്നെ ആളിയ ട്രാപ്പിൽ പെട്ട് സാധനം വെച്ചിട്ട് പോയായിരുന്നു കേട്ടോ. പിത്തളിൽ മറ്റേ ഷീൽഡ് ഉണ്ടായിരുന്നു. അയ്യോ ഏടാ നൈസ്. ഞാൻ വന്നപ്പോ തന്നെ പിത്തള മുട്ടാൻ കളിയാണല്ലോ ഗായ്സ്. കളി തുടങ്ങി. അടുത്ത 11 സെക്കൻഡ്.
ഞാൻ ബാക്ക് സ്റ്റേ പോയപ്പോ ഓൾറെഡി അവന് ട്രാപ്പ് ട്രിഗറായി. അവൻ ട്രാപ്പ് വെച്ചിട്ട് ഇവിടെ ട്രാപ്പ് വെച്ചാണ് തെണ്ടി. ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ക്യാമ്പിന് വേണ്ടി കളിച്ചു. സൈക്കോ തെണ്ടി എന്റെ മാർക്കില് ഇവിടെ ട്രാപ്പ് വെച്ചാണ് തെറ്റ്. സൈക്കോ തെണ്ടി. ഒരു ട്രാപ്പ് ഇവിടെ തീട്ടാണെന്ന് തോന്നണം. നമുക്ക് കളി തുടങ്ങി. നമുക്ക് വരാം. കളി തുടങ്ങി. ഫസ്റ്റ് റൗണ്ട് മിസ്റ്റാൻ പറ്റില്ല. നമുക്ക് ഈ കളി കഴിയുമ്പോ കാണാൻ ആവശ്യം സമയം. നിങ്ങളൊരു ടൈം ലൈൻ എന്താ നോക്കി വെച്ചേരെ. എല്ലാരും ലൈക്ക് അടിച്ചേരടാ. നിങ്ങൾ ലൈക്ക് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. മനസ്സിലായോ? പറ്റുമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേരെ. And on the map, I think most people expected Fnatic to have a fairly easy time, but it's been anything but. Rotates from Liquid. And again, they've shown presence A main. Now 2 players coming through this connector. I mean, this is clearly a split of the A site. That's clearly where they want this fight to go, at least from the perspective of Fnatic. But as we can see, there's something else cooking here from Liquid. And although Boaster's getting suspicious, he will be the only one on that side of the map when 5 players come bursting through the gates. I don't expect him to do much other than grab the info. I'll see if he can get one. It would be nice, but yeah. നേരെ ചെന്ന് കേറി ഒന്നും നോക്കിയില്ല. മിനി പോലെ നല്ല മൂവ്മെന്റ് അല്ലേ. നല്ല മൂവ്മെന്റ്. ഒരു സീറ്റ് തള്ളി പോണ്. വെക്കാച്ച് മതിന്റെ മേളിൽ കൂടെ കേറി വന്നളിയ. അവനെ ബോൾ ചെയ്തപ്പോ മതിന്റെ മേളിൽ ഇരിക്കുകയായിരുന്നു അളിയ. അവൻ right now I'm playing Valorant and someone is throwing by taking the plant and doing nothing. Can he be banned somehow? വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താൽ മതിയടാ. ഒരു ഇമെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുത്തു. ബാൻ ചെയ്യപ്പെട്ടിയെ. 40. Nice shots from Crashies, but 1 kill, 2, still 2 more to go. Miniboo on top ചെയ്തടേ. എടാ ടിഎല്ല് വേറെ ഒരു ടീമാണോ ഇന്ന് കളിക്കുന്നത്. പഴയത് ഓർമ്മയുണ്ടാ. ഞാൻ എന്റെ കഴിഞ്ഞപ്പോ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുക. ഞാൻ റെഡി ആവാൻ പോയി. എനിക്ക് ലൈവ് ഇടണമായിരുന്നു. This is very worrying. There were moments, but again, I do feel like it's almost going to get to a point where you're the coaching staff, you're Loan, you're Yatsin, you're watching put him on every single map. Like, he just runs around and fries people while they're trying to just set up for things. Like, he's the most disruptive player I think I've ever seen play this game. Let's just say wrong here. Outside B. Everyone on Liquid's outside A. So unless they do a fake and run all the way back, which they're not doing, I think this is just going to be 5 players trying to die to the spike. Yeah, there's a pretty good chance. There's an orb found for Crashies. 4 away from the Hunter's Fury now, but for Liquid, this is the chance to build up major economy. They've already got the 1 pistol in the form of the Bandit in play. So for Fnatic to actually do damage, they need 2 picks. Playing back in with these classics. That's not very easy. Alpha's at least got the Bandit. He'll go first. And he will go. Indeed. Straight out of the round. And Bonchon's getting anything out of this one. അവനെ അങ്ങ് വിട്ട് നാറ്റ്സ് അവനെ അങ്ങ് വിട്ട് എന്നിട്ട് കൂടെ ഉള്ളവരുടെ അടിക്കാൻ പറഞ്ഞിട്ട് ഇവനെ വേറെ ആടി അള്ളിയനെ ഒരു കില്ല് കിട്ടി കായാക്കിന്. This really shouldn't be very costly, lads. This should have been a nice clean one. This should have been very easy. You've just lost yourself. What just happened? Yeah, that was a couple of SMGs gone. Okay, it's not the end of the world, but 1 rifle goes with it. And that is as good as that ever could have gone when you gamble on the wrong side of the map. Yeah, especially with the initial fights. Going the other way. They've done a remarkable job. I need to see what Crashies did here. Because he was tucked in the spawn. Look at this. 5 versus 2. There should have been no damage from this point forward. Kaya gets a lot done, but then... The thing about Crashies is he can just do things that nobody else can. Like yesterday, he was playing on the stage, and I was watching him stream as well. It was really weird. In the game, I don't know how he did just that. Super positioning. Many words to my step in quantum computing, I believe. We'll have to have a chat with him after. Figure that one out. Pick his brain. 9 to 5. Round 15. He got 1 year ban. That's the mail ID you want to through that choke point, there's only 3 left. 2 losses. Damage to Wayne that's almost taking him out of the round. 1 HP clutch. Bonus conversion. He's also got some coming in from Sky, so bonus conversion reasonably decent health, but man advantage doubled up on. 2 scene. Taking their time. Almost.
They do have to be a little bit careful, but Nats has now gone on the other side. Wayne, he's a little bit healthy. Also has res. Wayne rush ഉണ്ട് പക്ഷെ കാര്യമില്ല 9-6 എടാ ഇനി സേജിന് റിവൈവ് ഉണ്ട്. What about Tense? What about Tense? What Liquid are going to be attempting? That was so quick. What about Blackie, bro? To the side, but അവന്റെ ഒരു വിവരം ഇല്ലടാ ഒരു പിടി എന്തിനാണെന്ന്. They win the opening fights. I think there's no reason for Liquid to come into that underestimating their ability in those duels. സാത്താനാണെങ്കിൽ സ്പാം ചെയ്യുന്ന ടീം തോക്കൂടെ. ഞാൻ പെനൽറ്റിക്ക് സ്പാം ചെയ്യുന്നുണ്ട്. 6-7 shots in a row. That's what happens. But he did a lot of damage, and I think the potential is there when it comes to the buy rounds that Liquid are about to pull out. There as well, so even if they stumble early, Liquid ഫാൻസിനൊന്നും പറയില്ലേ ജയിച്ചു നിൽക്കുന്ന അവസരത്തിൽ 9-6 വെക്കാജും ആൽഫയർ കൂടെ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ ക്രാഷീസ്. ഓക്കെ ക്യാമ കയറി പോയി. എന്റെ അമ്മോ got away with murder. Purpo can get healed back up. ബോസ്റ്ററിന് വല്ലാത്തൊരു ജില്ല എടുത്തിരുന്നു സ്പാം ചെയ്തത് ബോസ്റ്റർ ചാടി കയറി പണിട്ട് ഓടി. Too much when playing it, but that's got to be infuriating for most. Can somebody tell me what's M-Cash ഡ്യുവൽ ഇതേടാ നിങ്ങൾക്ക് അങ്ങോട്ട് ഡ്യുവൽ ഇത് കാണിക്കണോനെ. ലൈവ് കാണാൻ ചാറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക M-Cash കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ഡ്യുവൽ ചെയ്യാം. ഡ്യുവൽ ചുമ്മാ രസമാണ് അങ്ങോട്ട് ചെയ്യാം. ബോറടിച്ചിരിക്കേണ്ട ലൈവ് കാണുമ്പോഴത്തെ ഒരു സൈഡിൽ കൂടെ ഒരു സാധനം. നിങ്ങളെല്ലാവരും ഡ്യുവൽ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഒരിടയ്ക്ക് ഇവിടെ ഡ്യുവലിന് വേണ്ടിയിട്ട് ഇവിടെ പ്രശ്നമായിരുന്നു. അതെങ്ങനെ പോയത്? വെക്കാജനെ പണി അളിയാ എവരിത്തിങ് ലുക്കിംഗ് ബാഡ് ഫോർ പെനറ്റിക്. ഇത് പെനറ്റിക്കിന്റെ മാപ്പാണടാ ഇത്. 1.3k watching and 800 likes. എല്ലാരും ലൈക്ക് അടിക്കടാ. Come on guys, എല്ലാരും ലൈക്ക് അടിക്ക്. Thought experiment really when you expand that to bind where Liquid will I think അത് എന്തൊരു ആംഗിളാടാ അത് എത്ര ദൂരെന്ന് എവിടം വരെ കാണാം. visualize what that would look like. They look so Nats അതൊക്കെ predict ചെയ്യോ ഈ ഒരു ആംഗിൾ എടുത്ത് എങ്ങനെ ഇരിപ്പുണ്ടെന്ന്? Maps of bind they play, you can't imagine it. We watch Minibu fight people in the spawn. കണ്ടിയാ പോണാടെ ഇവനെ. Insane. They almost lost that round. Wait, did they lose that round where he fought in the spawn? Yeah. Nonetheless, എന്ത് ദൂരം ഇത്. seeing that pace, but I like the layers to it. Like Liquid going super quick in, having that second layer of just a risk taken by Purpo, but then as Fnatic tried to react, they're still just holding that space and not allowing them any control. Also, I wonder if a part of this is avoiding Alpha here. Like he's had his setup both times on that B side. I mentioned it the last couple of times. Fnatic will win, bro. Go back to the main scale. എല്ലാരും കഴിച്ചോ. Love you all. Good night. He basically was the reason. അവനോട് ചോദിക്കാം അങ്ങനെ പറയാൻ പറ്റുമോ Fnatic ജയിക്കുന്ന ടീമിലേക്ക് മുട്ടാൻ കളി. If he's going to man the B side, അവന്മാര് കളിക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കളി. ക്രാഷീസിന് വിശ്വസിക്കാൻ വയ്യ കിട്ടിയ അടി. എനിക്ക് ജയിക്കണമെന്നാണ് എനിക്കും, പക്ഷെ കണ്ടിടത്തോളം പാടാണ്. 1300 വാച്ചിങ് കേറി വരും. ഇന്നലത്തെ കളി അങ്ങനെയായിരുന്നു. Well, it does have some support though. Not under too much pressure just yet, but with the cash down to pull them back into this as he falls. The A site should be for Team Liquid, but Crashies, he reveals his hand. He's shown them that he's here, and the dog spotting him has ended the round. ആൽഫയർ മാത്രം ബാക്കിയടേ. ഇത് സേവ് ചെയ്യൂലേ? സേവ് അല്ലേ ചെയ്യാവുള്ളൂ, വേറെ ചെയ്യാനില്ല. 100 രൂപ ഉണ്ട് കയ്യില്. കഴിഞ്ഞവനെ തന്നെ ആൽഫയറിനെ എപ്പോഴും മിച്ചം. ഓ ഫ്ലാഷിലാടി എന്റെ അമ്മോ ഓട്ടിച്ചിട്ട് പണ്ണങ്ങളാ പെരപ്പിക്കുന്നേ. 11-6 for Liquid. Home stretch well and truly mounted. ഇത് ടിഎൽ ജയിക്കും. ബോസ്റ്റർ ക്യാൻ കണ്ടിന്യൂ വിത്ത് ഡാൻസ് ക്ലാസ് അറ്റ് ഹോം. പ്രശ്നമാണ് അത്. എന്നാ യുവർ വാച്ച് പാർട്ടി വാച്ചിങ് എത്രയായിരുന്നു? സോളോ എന്നുവെച്ചാൽ തനിച്ച് വിസിയിലിരുന്ന് വാച്ച് പാർട്ടിക്ക് 3300 എന്തോ കയറിയിട്ടുണ്ട്. അതാണ് എന്റെ പീക്ക്. പിന്നെ ഈകള് ഞാൻ റബൽ എല്ലാം കൂടെ പണ്ട് 5k പ്ലസ് പോയിട്ടുണ്ട്. He's just pop flashing every time to go for these aggro picks. The difficult part about this is that you can't just all in on that A play now. You've just called the timeout. The problem has been A. It certainly hasn't been B. എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് വെക്കാജ്. വെക്കാജിനെ ഏതാണ്ട് ഞാൻ കാണുന്നത് ആൽഫയറിന്റെ റേഞ്ചിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആൽഫയർ, വെക്കാജ്, ക്രാഷിയേഴ്സ് ഇന്നലത്തെ കളി കണ്ടവർക്കറിയാം അവർ എത്ര റൗണ്ടാണ് പിടിച്ചു കൊടുത്തതെന്ന്. കിടിലൻ കളിയാണ് അവൻ.
വെക്കാജ് കുറച്ചുകൂടെ എനിക്കുള്ള ക്രോണിക്കിളെക്കാളും എന്നുവെച്ചാൽ ഇപ്പൊ കേറിയല്ലേ ഉള്ളൂ ടീമിൽ ഇപ്പൊ ഇങ്ങനെ കളിക്കാനായിട്ട്. എനിക്കൊരു കുറച്ചുകൂടെ സമയം കഴിയുന്നതോറും അവൻ കൂടുതൽ നൈസ് ആവേ ഉള്ളൂ. എനിക്ക് നല്ലോണം സെറ്റ്. പക്ഷെ എനിക്ക് ഒട്ടും ഇതില്ലാത്തൊരു പ്ലെയർ കയാക്കാണ്. അവന് ഒരു മെന്റൽ സെറ്റ് അല്ല അവന് കില്ല് കിട്ടിയില്ലെങ്കിൽ അവന്റെ മൈൻഡ് സെറ്റ് അല്ല. അങ്ങനെ ഒരാൾ ഡ്യൂലിസ്റ്റ് കളിക്കുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം. കയാക്കിനെ മാറ്റിയ അല്ലെങ്കിൽ അവന്റെ മൈൻഡ് സെറ്റ് എന്തെങ്കിലും ചെയ്താൽ കുറച്ച് നൈസ് ആയിരിക്കും. ഒരു റീപ്ലേ തരുമോ? റീപ്ലേ അവിനാശ് ഹായടാ ഹായ്. എന്ത് പറ്റി 3K ഏത് വാച്ച് പാർട്ടി ആയിരുന്നു അണ്ണാ? എടാ അത് എന്താ ഫൈനൽസ് എടാ, മാസ്റ്റേഴ്സിന്റെ ഫൈനൽസ്, VCT ഫൈനൽസ് ഒക്കെ കയറിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലോ ലൈവിലപ്പം. ബ്രോ യു ആർ ദ ഫണ്ണിയസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് സ്ട്രീമർ. ഫാസ്റ്റ് ഗ്രോയിങ് സായി ബ്രോ 5 വർഷം പ്ലസ് ആയി. 1000 കൺസിസ്റ്റന്റ് വാച്ചിങ് കൊണ്ടുവരാനുള്ള കഷ്ടപ്പാട്. Very slow growing streamer. They're playing passive early to see, as you said, what their opponents are doing. Are they going aggro? Are they taking space? Are they trying to trap us somewhere? ഇതിലിപ്പം ഇവരൊരു തൃപ്തി റൗണ്ട് ആണ്. ഇവർക്ക് പൈസ ഒന്നും ഇല്ല ഫെനറ്റിക്കിന്റെ. ഇത് ശരിക്കും 12-6 ആയി കഴിഞ്ഞ് ഇവരെ പൈസ ഇല്ല, ഇവരെ ഒന്നുമില്ല. ബോസ്റ്ററിന്റെ ഒരു അൾട്ടിയുണ്ട്. ഇതിനി ബെസ്റ്റ് കേസ് സിനാരിയോ 12-6 തിരിച്ചു പിടിക്കാന്നുള്ള ഒരു സാധനമാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ടീമിലേക്ക് വേറെ ലെവല് കളിയുടെ മിനിബൂന്റെ അഗ്രഷൻ. മിനിബൂ ഭയങ്കര വിഷയം. അതുകൊണ്ട് ആ പട്ടി ഇത് അവന്റെ അടുത്തോട്ട് പോണം. അവനെ വിട്ട് അവന്റെ അടുത്തോട്ട് പോണില്ല. അളിയനെടുത്ത് കയാക്കിനെടുത്ത് അവിടെ ഇട്ട് പണി ഒരു മൂലക്കിട്ട് ചെയ്തവനെ. ഓ അത് കിടില മോളി. അളിയ മിനിബൂ എന്റെ അമ്മ അവിടെ ചെന്ന് ഇവന്റെ ഡ്യൂലിട്ട് ചർക്കി ചെന്ന് ഷോർട്ട് ഗണ്ണുള്ളവനെ പണിയത്. എന്തൊരു കളിയാടാ മിനിബൂ കളിക്കണേ. മിനിബൂന് പ്രാന്ത് എന്തോടാ അവന്. അളി ഓട്ടോ ജമ്പ് ഹാൻഡ് ഫയർ. എന്തൊരു കളി. ഗ്ലോബൽ സ്പോർട്സ് ഇപ്പൊ പുറത്തായടെ. പക്ഷെ അവന് നൈസ് കളിയായിരുന്നു. അവന് കയറി വരും. എനിക്ക് 15 വയസ്സുള്ളപ്പോ തുടങ്ങിയ ചാനലാണിത്. അത് ശരി. ഇപ്പൊ എനിക്ക് 20 ആയടേ. നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായി? എല്ലാരും ലൈക്ക് അടിച്ചേക്കണേ. നാറ്റ്സ് അങ്ങ് ഇന്ന് ഫുള്ള്. This was meant to be probably the weakest map that Liquid played versus one of the strongest that Fnatic play, and it is looking like the opposite right now. Liquid in form and their opponents yet to really show up to. ഓ എടാ അവനെ ചെയ്ത് അവിടെ ഇട്ട് അൾട്ടി അടിച്ചടാ അവനെ. ആ മിനിബൂനെ എടുത്ത് എന്റെ അമ്മോ. ബി കേറിട്ടില്ല ഇപ്പോഴും. ബോസ്റ്റർ ഉണ്ട്. ബോസ്റ്ററിനെ ഫ്ലാഷ് ചെയ്ത് ബാക്ക് ഇറക്കി. കയാക്ക് ഓപ്പ് ചെയ്ത് ബോസ്റ്ററിനെ ചാടി കൊരങ്ങ പണ്ണു പണ്ണി. വെയിൻ ഹീൽ ചെയ്ത് വെക്കാജ് ഇവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിപ്പുണ്ട് ഈ ഒരു ആംഗിളില്. നാറ്റ്സ് വെക്കാച്ച് എടുത്തടാ മിഡില്. കായാക്ക് ഇപ്പോഴും ഓഫ് പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അവനൊന്നും കിട്ടുന്നില്ല കായാക്കിന്. ഇതിപ്പോ തീർന്ന കളി. 3v4 എല്ലാരും ഹീൽ ചെയ്ത് കയറ്റി. ഓ കായാക്കിനെ ചെയ്തടേ. എന്റെ അമ്മ ഒന്നും വർക്കാവില്ല ഫെനറ്റിക്കിന്. ക്രാഷീസിനൊക്കെ ചെയ്ത് എറിഞ്ഞടേ. എന്റെ അമ്മ TL എന്തൊരു കളിയാടാ കളിക്കണ. മിനിബൂ ഒക്കെ സെറ്റായി. 21, 19, 22, 29. എല്ലാ വെറൈറ്റി ആൾക്കാരും ഉണ്ടല്ലോ. എല്ലാ റേഞ്ചും ഉണ്ട്. 36 റംഷീദ് ഹായ് ബ്രോ. ഹലോ 33. ഓ എന്നെക്കാൾ 1 വയസ്സ് ഇളയത്. ഇന്നലെ ആര് ജയിച്ച? ഫെനറ്റിക്കോ M8? ഇന്നലെ ഫെനറ്റിക്കോ ജയിച്ചത്. M8 ഭയങ്കര കിടില മാച്ച് ആയിരുന്നു. കഴിച്ച ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളടുത്ത്. ഈ ആര് ജയിച്ചെന്ന് മാത്രം നോക്കി ഇരിക്കരുത്. കളി കാണാൻ നോക്കുക. എന്നാലേ അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഇന്നലെ കളി കണ്ടവർക്ക് അറിയാത്. എൻ്റെ അമ്മ ഇന്നലെ എന്തൊരു കളിയായിരുന്നു നമ്മൾ കണ്ടത്. ബ്രോയ്ക്ക് കുറെ സബ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് യു ഡിസേർവ് ഇറ്റ്. സായി ബ്രോ അല്ല തെറ്റാതെ വരും. നമ്മളെ ലൈവ് ഇടുന്ന ചാനലല്ലേ. ഇതൊക്കെ മതി. പയ്യെ കയറി വരും. നോക്കട്ടെ നമുക്ക് പിത്തള അനാലിസിസ് സമയമായി. 28, 18 ലിങ്ക് വരുന്നു. ലിങ്ക് എല്ലാം ലൈക്ക് അടിച്ചാ.
എന്തിന് 0-0 കഴിഞ്ഞാളി തോറ്റാടേ. കളി അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞാളി ജയിച്ചു കേട്ടാ. ജയിച്ചു കഴിഞ്ഞാളി. എന്താ മുട്ടയിട്ട് കെട്ടി വെച്ചേക്കണ അവനെ വിട്ട്. അവനെ വിട്ട അവനെ അളിയാ കിക്കിളിയാക്കണടി അവള്. പൊസിഷൻ പറഞ്ഞ അവിടെ ഒരാൾ സ്മോക്കിന്റെ ഉള്ളിലാണ്. രണ്ടാളും കണ്ടാ ബ്രോ കിക്കിളിയാക്കാൻ നോക്കുവാണോ? അല്ല ഒന്നും പറയണ്ട, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവൂല. ഒന്നും പറയണ്ട, ഞാൻ ഉണ്ടെന്ന് പറയല്ലേ ഇതില്. ശരിയാ എന്റെ മാഡം. നെക്സ്റ്റ് ക്ലിപ്പ് എനിക്ക് തോന്നുന്നു ഇവൻ ചുമ്മാ ചത്തോടത്തിട്ടാണ് വന്നപ്പോ തന്നെ ഡെഡ് ലോക്ക് ഫസ്റ്റ് പോയി പിക്ക് കൊടുത്തു. ഇത് കണ്ട ഇത് എന്തിനു ഇവിടെ നടന്നത്? സ്മോക്കിന്റെ ഉള്ളില വന്നോട്ടെ കേറി ഉണ്ണിയെ കെട്ടിയിട്ടേക്കണ ഉണ്ണിയെ. ആളെയും പോയെന്നിട്ട് കിക്കിളിയാക്കാൻ നോക്കിയത് അടിച്ച് കാരി കളഞ്ഞവന്മാര്. എവിടാണ്? പിത്തള ബൈ കിക്കോറോണ്ട് തോറ്റ് നേരെ ഷോട്ട് ഗണ്ണ് ഓർപ്പൊക്കെ എടുക്കണ്. കലിപ്പിലാണ് കേട്ടാ, കലിപ്പിലാണ്. നോക്കട്ടെ അയ്യോ അവിടെ ആളുണ്ടായിരുന്നളിയാ. 117 ഒമൻ. ഓ നൈസ് ട്രൈ സാഷ. അവിടെ ആളുണ്ടായിരുന്നു, എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. വൈപ്പറിനൊന്നും പറയില്ലേട്ടാ. പിത്തള താണ്ട കീറി ആർമറും മുളകൊടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും. ജഡ്ജും മുളകൊടിയും അതല്ല ബാക്കി സാധനങ്ങളൊന്നും പൊട്ടിക്കണില്ല. നീ ഇവിടെ കളിച്ചോ, ഇത് ചേർന്നിരുന്നു ഹഗ് ചെയ്തിരുന്നു. ബ്രോ കൺട്രാക്ട് ഞാൻ ഒന്നും പറയല്ലേ. മെന്നിയാണ് ലൈവ് കാണുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇവനെ റിമൂവ് ചെയ്യട്ടെ, ഇവനെ ബാൻ ചെയ്യും ചാനലിൽ നിന്ന്. പറയില്ലടാ, പറഞ്ഞു കഴിഞ്ഞാ പിത്തള നോക്കി കളിക്കും. നമുക്ക് സാധനം വേണ്ടേ. നോക്കട്ടെ അടുത്ത കളി എന്തിനാവോ എന്തോ. ഫെനറ്റിക്കിന്റെ ഫെനറ്റിക് ഔട്ട് ആവോടെ. ഗോട്ടിന്റെ കോൾ വിളിക്കും. കളി തുടങ്ങി ഇപ്പൊ ആരെങ്കിലും സംസാരിക്കണ്ട. സാഷ മാത്രം കോൾ വിളിക്കുന്നുണ്ട്. ഒരാള് ക്രോസ് എയർ നോക്കി AFK. ഉണ്ണി കളിക്കാനുണ്ടെന്ന് എന്നെ അറിഞ്ഞൂടാ. തിരിച്ചുപോയി. ഷിഫ്റ്റള്ള പണ്ണാൻ പോണ്. ഷിഫ്റ്റൾ ഇപ്പൊ ചാടി കയറിയൊരു വില്ലുണ്ട്. ഷിഫ്റ്റള് ഭയങ്കര വിഷയം കേട്ടാണ്. കാണുന്നില്ല എന്ന് ആ ചെറുക്കൻ ചെന്ന് പറഞ്ഞവാ. ശേടാ തള്ള ആ ചാറ്റ് വായിച്ച്. ഗൈസ് ബ്രോ എന്തിനു പറഞ്ഞു ചൊറിയും. എന്തിനു പറഞ്ഞ ചൊറിയും ഇവിടെ. ചേട്ടാ ഒരു എയ്സ് കാണിച്ചു കൊടുക്കുന്ന. നോക്കട്ടെ എയ്സ് നോക്കട്ടെ. എന്തായാലും ആള് വരും ചേട്ടാ. വീട്ടിനെ വിളിച്ചാടിപ്പോയി. കള്ളനായത് കള്ളൻ മനസ്സിലായി. അല്ല അന്നന ഓ വെളിച്ചക്കളി കളിച്ച് വെളിച്ചക്കളി. കലിപ്പായേട്ടാ തള്ള. ഇത് എല്ലാ റൗണ്ടും ക്ലിപ്പാണല്ലോ. കളി തുടങ്ങിയ അടുത്ത് കളി തുടങ്ങിയല്ലോ അല്ലേ. നോക്കണം. ട്രാപ്പ് ഡോട്ട് ലെസൺ 2 ടാഗ് ചെയ്യണേ മിന്നൽ.
ട്രാപ്പ് ഡോഡ്ജ് ലെസൺ 2 ആണിത്. ഇന്നലെ ലെസൺ 1 ഉണ്ടായിരുന്നു. അല്ലേ സ്മോക്ക് ഇടുന്നേ? ഉണ്ണിയൊക്കെ ഏത് കളിക്കണേ ഉണ്ണി? കേറുള്ളൂ ഏതാണോ ടീമിനെ തീട്ടാൻ തന്നെ ആയിരിക്കണം. സ്റ്റേജ് ഉണ്ട്. ഇങ്ങനെ ഇത് എന്തിനൊരു സ്ട്രീമിനൊരു വൃത്തിയില്ലാത്ത പോലെ കാണാൻ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. എന്താ ഇങ്ങനെ തന്നെ ഇരിക്കണേ? അതെ ഏയ്സറാ ഉണ്ണിക്ക് ഇവിടെ തള്ളേ പിസ്റ്റൽ ഏസ് എന്തിനും അടിച്ചടേ ഉണ്ണി പറഞ്ഞപ്പോഴത്തേക്കും. തള്ളേ തീട്ടായിരിക്കും 5 കില്ല അങ്ങോട്ട് ഫസ്റ്റ്. 0-5 ഹിറ്റ് ഏസ്. ഞാൻ ഈ ചാനൽ ആദ്യമായി കാണുന്നത് സെൻ വേഴ്സസ് ഗെഞ്ചി മാസ്റ്റേഴ്സ് മാൻഡ്രിഡ് ഫൈനൽ വാച്ച് പാർട്ടിയാണ്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ താങ്ക് യുടാ ആ വാച്ചിങ് ആ ലൈവൊക്കെ തന്നെ 3K കയറിയത്. താങ്ക് യു ബ്രദർ. ഗോട്ട് എന്നുള്ള സ്പാം ലൈവ് മുഴുവൻ സെൻസേ ഉണ്ണി പോകാൻ കേട്ടോ. ഉണ്ണിതാ ഒരേ കില്ല് പിത്തള കില്ലെടുക്കണടേ. ഇതിന്റെ മുകളിൽ കൂടെ പിത്തള ഒരു ചാട്ടം ഉണ്ടാവണം. കഴിഞ്ഞ് ചാടി പോവാൻ പോയാണ് കേട്ടാ. ഉണ്ണിയൊക്കെ മുട്ടാൻ കളി പെട്ടെന്ന്. ഗോട്ട് കുറച്ച് വിഷയമായി. എയ്സ് ഒക്കെ അടിച്ചടേ. ഗോട്ട് പ്രശ്നമായി. അഭിരാമേ ആയടാ ഇവിടെ ഉണ്ടാ. ഗോട്ട് പ്രശ്നമായി. പ്ലേയിങ് ദ BGM. ഹലോ ജോയലെ ഹായ്. എടേ ഗോഡ് ഫാൻസ് ഇളവിയാണ്. 19 അങ്ങോട്ട് ചെല്ല്. ഗോട്ടിന്റെ കളിയാണ് ചെല്ലുന്നത്. ഒരു 19-100 വരെയൊക്കെ അങ്ങോട്ട് ചെല്ലടേ. എടാ നിങ്ങൾ 1000 പേര് അങ്ങോട്ട് ഒരു മിനിറ്റ് പോടേ നോക്കട്ട്. അത് അങ്ങനെ പറ്റുമോ നോക്കട്ടെ. ഇവിടെ 1000 പേര് അങ്ങോട്ട് പോവോ? 1000 വാച്ചിങ് കയറ്റി കൊടുക്കായിരുന്നു. ഇത്ര വാച്ചിങ് ബഗ്ഗാണെന്ന് വിചാരിക്കണം. ഗോട്ടില്ല ബോട്ടെന്ന്. എടേ നീ തീർന്ന് സാത്താനെ. ഇവിടെ ഗോഡ് ഫാൻസ് നിന്നെ ഇപ്പൊ പണ്ണും. ഗോട്ടിനൊന്നും പറയാൻ പറ്റൂല. വലിയ വിഷയമാണ് അവൻ. ഓ എവിടെയാടാ ഇത്? ഏത് ജില്ല? പണ്ണി എറിഞ്ഞ ചേട്ടാ. ഫീനിക്സ് വയ്യാറി ഫ്ലാഷിങ് നീ ബ്രോ. അതുകൊണ്ടൊന്നുമല്ല ചത്തത്. ഫ്ലാഷ് ഒക്കെ നടന്നത് എപ്പം? നൈസ് ഫ്ലാഷ് ഫീനിക്സ്. എന്തെങ്കിലും പറയണം അങ്ങ്. എന്തിനെങ്കിലും ഇത്തിരി ആരെങ്കിലും ഒന്ന് ഇതാക്കണം. മനസ്സിലായി? ആരെങ്കിലും ഒന്ന് മനസ്സ് തളർത്തണം. നോക്കട്ടെ. നല്ല ഫ്ലാഷ് ആയിരുന്നു. നല്ല തുക്കിയ ഫ്ലാഷ് ആയിരുന്നു. പക്ഷെ എന്നാലും ചത്ത കാരണം അതല്ല. Bro, Phoenix, bro. When you are flashing, use a mic and tell us, bro. I was dashing in and you flashing. They think themselves are equals. ഒന്നും പറയണില്ല കേട്ടോ. ഫീനിക്സ് മൈക്ക് പോലും ഓൺ ആക്കണില്ല. ഫസ്റ്റ് ടൈം വ്യൂർ അതിലെ ആയടാ. ഹായ് ഗൈസ്. ഇനി നീ ഇവിടെ നിന്ന് ഒരിക്കലും പോലും. ഇത് എന്തൊരു കളി തുടങ്ങൂലേ? സംസാരം നടക്കണ കുറെ നേരമായില്ലോ. എടാ കളി തുടങ്ങുമ്പോ ആരെങ്കിലും പറയൂടാ. ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കി പറയോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മെന്നിയുടെ RP ആൻഡ് വാലോ ലൈവാണ്. കോളെ ഓക്കെ 1K വാച്ചിങ് കയറും. ഒരു 500 ഒക്കെ കയറും തന്നെ. 78 ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമേ. ഡ്രീമറിന്റെ കളി കാണാൻ കിക്കിലുണ്ട്. എനിക്ക് വയ്യടാ. കിക്ക് എടുക്കാൻ വയ്യ. യൂട്യൂബിൽ നിന്ന് കാണാം. യൂട്യൂബിലുണ്ടാകുന്ന കാണാറുണ്ട്. കിക്കിലൊന്നും എടുത്ത് വെച്ച് കാണാനുള്ള രാവണില്ല എനിക്ക്. പിന്നെ വാച്ച് പാർട്ടി ലൈവിൽ കിക്കൊക്കെ എടുക്കാവുന്നതന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ തള്ളേ ഒറ്റ 1 man ഷോ. തനിച്ചൾട്ടി അടിച്ച് തനിച്ച് പോയി തനിച്ചൊരുത്തനെ ചെയ്തിട്ട് തിരിച്ചു വന്നില്ല. ബാഡി പണ്ണപ്പെട്ട്. സാശയുണ്ട് കണ്ട. ഉണ്ണിയൊന്നും സംസാരം പോലും ഇല്ല. കിട്ടിയില്ലടേ. അത് എങ്ങനെയാണ് അൾട്ടി അടിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടത്. തുടങ്ങാറായി കളി തുടങ്ങാറായി. എന്റെ ആളിയാ മുട്ടാൻ കളി. ഇവരെ ടീം മുഴുവൻ കളി. പിത്തൾ മാത്രമാണ് തീട്ടം. ഓക്കെ ഒരു ചോറ് പറയാം. പിത്തള് മാത്രമാണോ ടീമിലപ്പി? ഇപ്പൊ നോക്കിയാണ് ഇനിയാണ് കില്ലിന് കളിക്കാൻ പോണം. പിത്തള നോക്കിയാൽ ഇനിയാണ് ഈ ചാറ്റ് ഒന്ന് വായിച്ചാൽ മതിയായിരുന്നു. പിത്തള് മാത്രമാണോ ടീമിലപ്പി? ഒരു മിനിറ്റ്. ഈ മറ്റേ ദ്വാരം തുറക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. ദ്വാരം തുറക്കട്ടെ. അങ്ങ് കറങ്ങി വരുമ്പോ മനസ്സ് മരടിച്ചിരിക്കുകയാണ്.
മനസ്സ് മുരടിച്ചു തുടങ്ങി കേട്ടാ പിത്തളിന്. എല്ലായിടത്തും ചെല്ലുമ്പോഴും പറഞ്ഞപ്പെടണം. ഇനി രക്ഷയില്ല പിത്തളിന്. പട്ടിയെ കൊല്ലാനും ആരുമില്ല. ഡെഡ് ലോക്ക് പട്ടിയെ പൊട്ടിച്ചെടുത്തേ തീർന്ന്. നല്ല പട്ടിയും തെണ്ടി എല്ലാം കൂടെ ഒന്ന് നക്കണം ഇവിടെ. ഓ ആരോ രക്ഷിച്ച്. കളി കിട്ടിയടാ. ആരോ രക്ഷിച്ചടാ പിത്തളിനെ. അയ്യോ പിത്തളതാ പോണ കൊല്ലായി. ഞാൻ സ്ലോ മോഷനിൽ ചാടിച്ചോടാ. അത്ര നമ്മള് സെറ്റ് മറ്റേ സാധനങ്ങൾ യൂട്ടിൽസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ചേട്ടാ പ്ലാൻ ഫെയിലേ. അവൻ അൾട്ടിട്ടിട്ടാ എന്നാ പിന്നെ ഗെക്കോരെ ഫ്ലാഷെങ്കിലും എന്തിനെങ്കിലും പറഞ്ഞ് ചൊറിയണം എനിക്ക്. കളി തുടങ്ങണം. ഒരു റൗണ്ട് കൂടെ കണ്ടിട്ട് പോവാം. ഒരേ ഒരു റൗണ്ടും കൂടെ. പോടാ പട്ടി. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് ഇഷ്ടപ്പെട്ടില്ല. ആ കമന്റ് ഇഷ്ടപ്പെട്ടില്ല. ഈ തവണ എന്റെ ഉണ്ടയിടാവേ. അളിയാ തൂക്കി കേട്ടാ. തൂക്കി എല്ലാം കിട്ടി പിത്തളിന്. ഒറ്റ ഇവിടെ ഉണ്ടെന്ന് പോലും വിചാരിക്കൂലല്ലേ. 38 പേരെ കൂടെ ഇരിക്കുന്ന പട്ടിയെ മാത്രം കൊന്ന്. പട്ടിയെ മാത്രം കൊല്ലണമേ. ആരാ ഇത്? എനിക്കിവിടെ പീക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പീക്കാണ്. പട്ടികളുടെ പേടി സ്വപ്നമായ പിത്തൽജി ഇതാ വന്നിരിക്കുകയാണ് ഗൈസ്. കളി തുടങ്ങി നോക്കട്ടെ. അപ്പൊ അടുത്ത കളി ഡോഗ് കില്ലർ. അത് പട്ടികള് പിത്തളുകളെ പേടിച്ച് ഓടും കേട്ടാ. ബൈൻഡിൽ 2 ഡ്യൂവലിസ്റ്റ്, 1 ഇനിഷ്യേറ്റർ, 2 കൺട്രോളർ. ഇവരും 2 ഡ്യൂവലിസ്റ്റ്, 1 ഇനിഷ്യേറ്റർ, 2 കൺട്രോളർ. കൊള്ളാം. 2 സെന്റിനൽ ഇല്ല. കൊള്ളാം. ഞാൻ ഫോർവേഡ് അടിക്കുകയാണേ. ഇത്രയും ഫ്രണ്ടിലായിരുന്നു നമ്മള്. ഇത്രയും ബാക്കിലായിരുന്നു. And that's locked in again on the speech. Beital. Oh, I know EVS is we can do this, or whether it's another one. ഇവിടെ എന്തിനായിരുന്നു ഇങ്ങോട്ട് വരണം. വെയിറ്റ് എന്താ ഒന്നും പറയണില്ല. ഇനി അടി നിങ്ങൾ ഇനി നോക്കിക്കോളൂ. ഇനി ഇവരെ ടൈം ലൈൻ കൊണ്ട് പറഞ്ഞു കാണാം. Me new viewer from another universe. Hello. It's Titu. Dog Hunter. Hi da. Hi. Dog Hunter. Hello. Razer Gaming. Hi. Painoti. Hi da. Hi guys. Welcome to the stream. അപ്പോൾ രണ്ടാമത്തെ മാച്ചാണ്. ഫസ്റ്റ് മാച്ച് ഒരു ഫെനറ്റിക്കിന്റെ മാപ്പായിരുന്നു ഫസ്റ്റ് മാപ്പ്. പക്ഷെ ടീം ലിക്വിഡിന്റെ ഒരു മുട്ട് കളിയാണ് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു കളിയായിരുന്നു കളിച്ചത്. മിനിബു മൂവ്മെന്റ് കിങ് സത്യമല്ലേ. വൈഫർ ഗെയിം പ്ലേ ബൈ നാറ്റ്സ് ഇൻ ബൈൻഡ് ഈസ് എ മാസ്റ്റർ ക്ലാസ്. നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ കാണാമല്ലോ. നാറ്റ്സ് ദ ബെസ്റ്റ് IGL. ബോസ്റ്റർ ഡാൻസ് ഒക്കെ ഇനി അവന്റെ വീട്ടിൽ, നോട്ട് ഇൻ സാന്റിയേഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൾട്ടിമേറ്റ് CL ഫാന് ഹാം ഇറങ്ങിയിരിക്കുകയാണ്. സാഷ എന്തോ പറഞ്ഞു ബ്രെയിൻ വാഷ് ആക്കി ബെന്നി. സാഷ ഫുൾ സപ്പോർട്ട്. സാഷ ഇപ്പൊ പിത്തള്ള ആളെന്നാണ് പറഞ്ഞത്. ബിഗ് ടൈഗർ ഇടാൻ മറന്നണ്ട. ബിഗ് ടൈഗർ അത് സെറ്റാക്കാം. നമുക്ക് ഒരു ഗോളൊന്നും വേണ്ട. വാച്ച് പാർട്ടിയില്ലേ. ആർക്കും സൂപ്പർ ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്തോ. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യണത്? ഫെനറ്റിക് ആണോ TL ആണോ? ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ പോലെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതുണ്ടോ? എടാ ലിങ്ക് ഇട്ട് കൊടുക്കടാ ജ്യോതിർന്ന്. നമ്മുടെ മെമ്പർഷിപ്പ് ലിങ്ക് ക്ലിക്ക് എടുക്കാൻ ബ്രോ. ഐഫോൺ ആണ് പറ്റൂല ചിലപ്പോ.
Get that mana raise. Well, Team Liquid 0-0 starting out as the barriers go up. They have already swapped spots with the attackers. Minibu loves going down deep into their spawn, and he's found the first blood onto Vakash. You know what, Mike? You wanted to see him on his feet. I don't think he'll be standing up. I was going to say, he was doing that to Chronicle. Why would he fear doing that to anyone else? Moderators ആരൊക്കെയുണ്ട് ഇവിടെ ഒന്ന് ഹായിട്ട് എല്ലാരും ജഗനുണ്ട് അമ്പാനുണ്ടാടേ അമ്പാനെ പോള് മാറ്റാം ഞാൻ പിൻ ചെയ്ത് വെക്കാം മെമ്പർഷിപ്പ് ലിങ്ക് നിങ്ങൾക്ക് എടുക്കണേ താല്പര്യം പോള് മാറ്റണല്ലേ പോള് മാറ്റിട്ട് 1000 വോട്ട് എടാ ഇത് മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇത് Hi bro, how are you? Hey Ramshid, hi bro, സുഖമായിട്ടിരിക്കണം. അവിടെ എന്ത് പരിപാടി? സുഖമാണോ? Thank you for 10 AD man. Thank you for 10 AD. ഞാൻ പേര് ശ്രദ്ധിക്കാൻ കാര്യം പ്രായം പറഞ്ഞപ്പോഴാണ്. നമ്മൾ ഏതാണ്ട് ഒരേ പ്രായമാണ്. Hi brother. Minibu's caught a bit in the open here. Already down to 50, revealed as well, but this is what it's all about. Waiting for that flash. Minibu going down. വിഷയം കളി ഫെനറ്റിക്. അത്രേ ഉള്ളൂ. കേറി വാ. എടാ നാറ്റ്സ് ഒരു കില്ലെടുത്ത് ഇല്ല ഒന്നുമില്ല കഴിഞ്ഞു നല്ല കളി ഫെനറ്റിക് വിഷയം കളി അളിയാ ബോസ്റ്ററൊക്കെ ചാടി അടിച്ച് ഡയലോഗ് കളി ഫസ്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ ട്രാഷ് ടോക്ക് തുടങ്ങി But it's the way they have their opponents back and a little bit of luck, you know. It happens sometimes. വല്ലാത്തൊരു കളിയായിരുന്നു അത് വല്ലാത്തൊരു കളി. Maybe he saw what Nats was talking about earlier about putting the pressure onto him specifically and trying to show that okay, you got the first map. That doesn't really mean too much. They know they're going to push. Of course they know they're going to push. So spamming that smoke makes them നിങ്ങളൊക്കെ ഏത് ടീമിനാണ് cheer ചെയ്യണേ ഗയ്സ് നിങ്ങളൊക്കെ ഏത് ടീമിനാണ് cheer ചെയ്യണേ വെൽക്കം ടു ഗോൾഡ് പോപ്പി താങ്ക് യു ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് നമ്മുടെ ഗോൾഡ് മെമ്പേഴ്സ് ഗ്രൂപ്പിൽ പറ്റുമെങ്കിൽ കയറണം കേട്ടാ ഞാൻ പോസ്റ്റ് ടാബിലുണ്ട് ഗോൾഡ് മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് അത് VIP ഗ്രൂപ്പ് പോലെ അപ്പൊ നിങ്ങൾ പറ്റുന്നുള്ളവർ അതിലോട്ട് കയറുക മെമ്പർഷിപ്പ് എടുത്തിട്ട് Even giving that over to your പുതിയ സ്റ്റേജ് കണ്ട ഇല്ല വെൽക്കം ടു ഐ ലവ് മെനറ്റംസ് കിരൺ ജൂനിയർ താങ്ക് യു ബ്രദർ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് താങ്ക് യു സീരിയസ് ആയിട്ട് പറഞ്ഞ മെമ്പർഷിപ്പ് എടുക്കണയാണ് നല്ലത് സ്റ്റിക്കർ ഒക്കെ ഇടണം അങ്ങോട്ട് ഫെനറ്റിക്കിന്റെ ആൾക്കാരൊക്കെ ഇവിടെ പ്ലീസ് നിയോൺ ബ്രോ പ്ലേബാക്ക് സ്പീഡ് ചെക്ക് ചെയ്യാമോ കറക്റ്റ് ആടാ കറക്റ്റ് പ്ലേബാക്ക് സ്പീഡ് കറക്റ്റ് ഒന്നും ചെയ്യാനില്ല ആൽഫയർ ദാണ്ട പോണ് ചാവാൻ എടാ ആൽഫയർ രണ്ടുപേരെ കൊന്നടാ ആൽഫയർ ടെലിപ്പോർട്ട് ചെയ്ത് കേറി വന്ന് രണ്ടുപേരെ കൊന്നടേ എങ്ങനെ കേറണം നീ ഗോൾഡ് മെമ്പർ ആണോ മെമ്പർ for 14 months മേവർക്ക് ഹായടാ ഹായ് ഗയ്സ് ഞാൻ കുറച്ച് മുന്നേ ലൈവിൽ വന്നില്ല പക്ഷെ വളരെ കുറേ കാണാൻ പറ്റില്ല കുറച്ച് നേരം കണ്ടിട്ട് That's about as well as that ever could have gone from the scenario they were in. ബോസ്റ്റർ ഫുൾ കലിപ്പായല്ലോ ബോസ്റ്റർ ഈ റൗണ്ട് ഫുൾ ബിഗ് ടൈഗർ ഗയ്സ് ബിഗ് ടൈഗർ Some of their previous games on Big Tiger was just on an absolute tear flying across your screen Big at Tiger. miles an hour. I think they're going to need him here. നമ്മൾ ഇനി ബിഗ് ടൈഗർ ആണ് കേട്ടാ പറയണത് ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് കണ്ടാൽ അറിയാം ബ്രോ ഐ ആം ന്യൂ ടു അയ്യോ കാണാൻ പറ്റില്ല ചാറ്റ് ഐ ആം ന്യൂ ടു ദിസ് ലൈവ് വാച്ചിങ് എന്താണ് ഈ മെമ്പർഷിപ്പ് ആൻഡ് വാട്ട്സ് യൂസ് അല്ലെങ്കിൽ എന്ത് സംഭവം ഒന്ന് പറഞ്ഞുതരാമോ എടാ അത് ചുമ്മാ ഇവിടെ നമ്മൾ സ്റ്റിക്കർ ഒക്കെ ഇടുന്നുണ്ടല്ലേ ഫെനറ്റിക്കിന്റെയും പിന്നെ നിന്റെ പേരിന്റെ സൈഡിൽ ഒരു ബാഡ്ജ് വരും അതാണ് മെമ്പർഷിപ്പ് ഒരു മാസത്തേക്കാണ് മെമ്പർഷിപ്പിന്റെ ഡ്യൂറേഷൻ അപ്പം ചെറിയ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യണവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് അത് വാലിഡ് ആയിരിക്കും അത്രേ ഉള്ളൂ ലൈവില് കുറച്ചുകൂടെ പ്രയോറിറ്റി സ്റ്റിക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബിഗ് ടൈഗർ വലിയ കടുവ നമുക്ക് ജോജോനെ കൊണ്ട് വലിയ കടുവ പറയും അളിയാനെ പൊക്കി അളിയാ നാറ്റ്സിനെ ആരടാ പറഞ്ഞത് ഇവന്റെ വൈപ്പർ ബൈൻഡിലെ മറ്റേ എന്തിനാണെന്ന് അവനെ സ്കെച്ച് ചെയ്ത് അവിടെ ഇട്ട് ഓ അതിനെ കണ്ണും കണ്ടിട്ട് ചെവിയും കെട്ടിട്ട് എവിടെ നിന്ന് വെച്ചാൽ ആൾക്കാർ വളഞ്ഞോട്ടിട്ട് പണ്ണണം അവനെ
in the back Paranoid pocket for a ആയി future മോളിൽ കൂടെ round ആളോടണം boost സൈഡിൽ കൂടെ ആളോടണം അവസാനം പോയി പീക്ക് ചത്ത് സേവ് 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 ഏടാ ഇതൊരു ബോണസ് കൺവേർഷൻ ബോണസ് എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും റൈഫിൾ ആണല്ലോ ഇത് Yeah, I think that's just good research. Like you look at the ഇവർക്ക് last ബൈറോണ്ട് round, it's a കിട്ടിയില്ലടാ surprise. കൊള്ളാം കൊള്ളാം ഫെനറ്റിക് വിഷയമായി മോനെ ബിഗ് ടൈഗർ എന്ന് വിഷയമായിരുന്നു നിങ്ങൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ലൈവ് കണ്ടില്ലേ ബിഗ് ടൈഗർ അവിടെ നിന്നാണ് വന്നത് കേട്ടോ PRX മറ്റേ ഫോർസേക്കൻ ഇടയ്ക്കിടെ ബിഗ് ടൈഗർ എന്ന് പറയണുണ്ടായിരുന്നു ജയിക്കുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ അതങ്ങ് എടുത്തു നമ്മളിപ്പോ മറ്റേ സെൽഷ്യസ് അന്ന് ഗുഡ് ഷിറ്റ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട ഗുഡ് ഷിറ്റ് നമ്മളിതിന് ജോജോനെ കൊണ്ട് പിത്തളത്ത് കുറെ വട്ടം പറയിപ്പിച്ചത് നല്ല തീട്ട എന്ന് പറയിപ്പിച്ചു ഓർമ്മയുണ്ട അതുപോലെ ഇനി ബിഗ് ടൈഗർ ആണ് ഇനി FNC TL കളിക്കാൻ വന്നിട്ട് ഫെനറ്റിക് ഫാൻസ് വൻ വിഷയോടെ ഞാൻ വിചാരിച്ചത് TL ഒരു ഇക്വലന്റ് ഫാൻ ബേസ് ആയിരിക്കും വിചാരിച്ചത് അല്ല കേട്ടാ ഫെനറ്റിക്കിന്റെ ഫാൻ ബേസ് വേറെ സീനാണ് മുട്ടാൻ ഡയലോഗ് one membership gift. Thank you bro, thank you for one membership gift. You know this is your last എന്റെ chance as ലൈവ് well. എവിടെയാടാ You'll be ഇത് watching Santiago from home and the energy's looking better. ഒരു സെക്കൻഡ് എന്റെ ലൈവ് നിർത്തല ഫോണിൽ ഈ പിഴച്ച ഫോൺ വൈഫൈയുടെ തൊട്ടപ്പുറത്തിരുന്നാൽ ഈ അണ്ടിയിൽ റേഞ്ച് ഇല്ലേ എന്റെ ആളി ഇതൊക്കെ എടുത്ത് പായൽ എറിയണം Okay, sure, you had lock-in where the first tournament of the year came with a trophy. കാണാൻ പറ്റുള്ളൂ But in 2024 and Okay, 2025, they set. did work 1.2K watching the stream guys. എല്ലാവരും വെൽക്കം. ഫാൻസിയുടെ കമന്ററി മിസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നെ പോലെ? the slow, perfect. ഫാൻസിയുടെ കമന്ററി കട്ടയ്ക്ക് മിസ് ചെയ്യണടേ. ഇത് എന്തിനാണ് ഫാൻസിയെ കൊണ്ടുവരാത്തത് EMEA? We want fancy. Play it could be fairly one-dimensional with him. ബില്ലി ഒക്കെ ഇപ്പൊ ഉണ്ടോ അണ്ണാ? ബില്ലിയൊക്കെ ഉണ്ട്. ബില്ലിയെ EDG പണി ഇപ്പം. എന്നിട്ട് അവര് ക്വാളിഫൈ ആയി. ഇത്തവണത്തെ മാസ്റ്റേഴ്സിൽ EDG ഉണ്ടറാ. കാങ് ഉണ്ട്. ഇച്ചടം JJKK. Info found nonetheless. നമ്മളെ ചാങ് തിരിച്ചു വരുവോ? ബ്രോ മെമ്പർഷിപ്പ് ഫണ്ട് പോയി ബട്ട് മെമ്പർഷിപ്പ് കിട്ടിയില്ല. എടാ അത് തിരിച്ച് റീഫണ്ട് വരും. 2-3 ദിവസത്തെ റീഫണ്ട് തിരിച്ചു വരും. ഇവിടെ മെമ്പർഷിപ്പ് കാണിച്ചില്ലെങ്കിൽ 2 ദിവസത്തെ റീഫണ്ട് വരും. പേടിക്കണ്ട, നോക്കിയാൽ മതി. 2-3 ദിവസം ആളിനെ കണ്ണ് കണ്ടോ അടിച്ചു കളഞ്ഞ്. ഓക്കെ നൈസ്. എടാ പിടിച്ച് കളി പിടിച്ച് എന്തിനു നടന്നത് ഇപ്പം. വെൽക്കം ടു ഐ ലവ് മിനിറ്റ് സ്റ്റോക്സ്. താങ്ക് യു ടാ. ഇത് എന്തൊരു റൗണ്ടറാ അത്. ലോങ്ങിൽ ഒരു കില്ല്, അത് കഴിഞ്ഞ് അടുത്ത കില്ല്. ക്യാമോ മുട്ടാൻ കളി കേട്ടാ. ക്യാമോയും വന്ന അടിച്ച് കയാക്ക് ഓൺ ആവണുണ്ട് കേട്ടാടേ. കയാക്ക് ഓൺ ആവണുണ്ട്. കഴിഞ്ഞ റൗണ്ട് പോയെങ്കിലും പോട്ട്. കയാക്കും ആൽഫയറും കുറച്ച് ഇന്ന് വിഷയമായിട്ട് കളിക്കുന്നുണ്ട്. റൗണ്ട് പോണ വിഷയമില്ല. ഒരു റൗണ്ട് പിടിച്ച് പേപ്പോന് കില്ല് ഇതുവരില്ല. നാറ്റ്സ് വരെയൊക്കെ ഓൺ ആയിട്ടില്ല. മിനി പൂ കഴിഞ്ഞ കളി നല്ലോണം കളിച്ചു. ക്യാമോ മിനി പൂ നോക്കട്ടെ ഈ റൗണ്ട് നോക്കട്ടെ. ഇതൊരു വളരെ ക്രൂഷ്യൽ റൗണ്ടാണ്. ഇത് തോറ്റ എന്നാലും പൈസ ഉണ്ട് ഫെനറ്റിക്കിന്. എന്തൊരു ഇക്കോണമിയാടാ അത്. ഇത് തോറ്റാൽ ഇനിയും പൈസ ഉണ്ട്. ഇത് തോക്കുണ്ട്. എടാ തോക്ക് കാണിച്ചു കൊടുത്തതാ. തോക്ക് കാണിച്ചു കൊടുത്തത് അളിയാ. ആൽഫറിന് അട്ടി കൊണ്ടില്ല അളിയാ. അത് കിട്ടിയില്ലടാ അൾട്ടി. പക്ഷെ കാര്യമില്ല. ആൽഫറിനെ പണി അവിടെ ഇട്ട് അളിയൻ ലോസ്റ്റ് ആയി. Boaster and Crashies left to pick up those pieces. They're walking into the site that stacked this. The first goes their way, but now Nats ഇറങ്ങി വന്ന അടിയടേ. നാറ്റ്സ് the second round for Team Liquid. They're climbing back already. കളി എന്തായി ബ്രോ? നാറ്റ്സ് മോൻ കളിക്കുന്നുണ്ടോ? നീ വന്ന് ചോദിച്ചത് 2 കില്ലെടുത്ത് R6 വന്ന് ചോദിച്ചത്. ബ്രോ ഇപ്പൊ എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രം, കേരള. Popping his way through the TP, cover still being held on the other side. It's just layers to the setups that they have. Oh, and IJLM അടിയായിരുന്നു. I can shield nothing last time when I played on Fracture, not now. I think he's referencing that 1v1 he had versus Boaster, where Boaster picks him at the end. If he is, that's the thing that goes into my mind when he's talking about Fracture. Rolling back the years, my goodness. There's the showstopper Oh! put through, and Liquid's response is
വൻ വിഷയാളെ അപ്പൊ തന്നെ ട്രേഡ് എടുത്ത് ആൽഫയർ വന്ന്. ഓക്കെ, ആൽഫയർ കളിക്കാനുണ്ട്. കയാക്ക് കയാക്ക് ഒരു കാര്യമില്ല, അവൻ അപ്പൊ തന്നെ ട്രേഡ് ചെയ്ത് 2 അൾട്ടി. എന്തൊക്കെ നടക്കണിത്, ആരൊക്കെ ഇത് 2v2 ആയി കളി. എന്തിനൊക്കെ സ്പെല്ലും സാധനങ്ങളൊക്കെ വീണ അവിടെ. ഓ, ക്രാഷീസ് റീലോഡ് ആയണാ. എന്റെ അമ്മോ, ബോസ്റ്റർ ആ റൗണ്ട് പിടിച്ചു കൊടുത്തടാ. നമ്മൾ ആർക്ക് പവർ കൊടുക്കും ഗൈസ്? നമ്മൾ ലിക്വിഡിന് പവർ കൊടുക്കുമോ, ഫെനറ്റിക്കിന് കൊടുക്കുമോ? നമ്മൾ ആർക്ക് പവർ കൊടുക്കും? An aggressive showers push the other way, a spawn fight back in from the defenders, and then it all coming down to 1v1 where Boaster has to take down Miniboo. Oh, this time we had to mute it. അതുകൊണ്ടാ ബോസ്റ്റർ എന്നിട്ട് നിന്ന് And that is quite a damning round for Liquid. The economy on the brink. A couple of rifles into play. One of them in the hands of Nats. ഓ, കിട്ടിയില്ലടാ. ക്യാമോ ഏതുവരെ വന്നു, പക്ഷെ നാറ്റ്സ് ഇവിടെ എടുത്ത് ബോസ്റ്ററിന് അവിടെ നോട്ടിച്ച് പേടിപ്പിച്ചിട്ടപ്പോ നാറ്റ്സ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അടിച്ചു കൊല്ലേ. അതൊക്കെ എന്തൊരു കളിയായിരുന്നു. ക്യാമോ കണ്ടില്ലേടാ പോയ്ക്കാത്തുണ്ടെന്ന്. ഷാളിയെ വിട്ടിട്ട് പോയാ പോയ്ക്കാത്തുള്ളതിനെ. ക്യാമോന് ഗണ്ണില്ലായിരുന്ന. From Fnatic, if this gets spotted, that could be the spike down, but the space is good. They've managed to slip 2 players back. At this point, all the info is slipping through the fingers of Team Liquid. They think they've got a good grasp on this situation, but I mean the gate crash. ക്യാമോന്റെ ലെഫ്റ്റിൽ നിന്ന് അടിച്ചു കൊല്ലുന്നതാണ് തോന്നുന്നത്. ഇവിടെ നല്ല ലെഫ്റ്റ് അതുവഴി പോയടാ. ഒരു ക്യാമൻ അടിക്കാൻ 4 പേര് ബി, ഒരാളാണ് എ കളിക്കുന്നത്. മിനിബു മാത്രം. മിനിബുവിന്റെ പിസ്റ്റല് മാത്രമേ ഉള്ളൂ. ഓ, ഇൻഫോ കിട്ടി, ഇൻഫോ കിട്ടി. കൺകസ് ചെയ്ത് നിർത്തി. 28 സെക്കൻഡ് ലെഫ്റ്റ്. അതെ, ക്യാമോ തിരിച്ചു വരണം. 2 ഡ്യൂലിസിനും തോക്കില്ലായിരുന്നു, തിരിച്ചു വരുന്നുണ്ട്. അൾട്ടി അടിച്ചടാ. ഇവിടെ ക്യാമോന്റെ ഇത് പ്രൊഡിക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ഈ ലേക്ക്. അയ്യോ അയ്യോ, പ്ലാന്റ് മാത്രം ചെയ്ത് അടിച്ച് കായല് കളഞ്ഞടേ. ഇത് തൃപ്തിയാണ്, എനിക്ക് മനസ്സിലായില്ല. ഇത് 2 ഡ്യൂലസിന് തോക്കില്ലായിരുന്നു ഈ കളി. എന്തൊരു കളി ഇത്. പൈസ ഇല്ലായിരുന്ന ടീം ലിക്വിഡിന്. എന്റെ അമ്മോ, നിങ്ങളൊക്കെ ഏത് ടീമിനാണ് ഗൈസ് സ്റ്റീർ ചെയ്യണത്? ഒന്ന് സ്പാമി നോക്കട്ടെ. ഇങ്ങനത്തെ ഒരു Miniboo playing Apex സത്യമല്ലേ? ഇവനെ They were convinced this was a B play with 3 Team players Liquid മുട്ടം കളിയാട്ടാ. being expended to buy more time. Nats 9 കില്ല് 7 5 2 1 വെയിന്. അപ്പുറത്താണെങ്കിൽ വെക്കാജ് ആൽഫയർ ഫ്ലാഷസ്. ഇത് കുഴപ്പമില്ല. ഇത് 3-4 ഒരു വളരെ വളരെ ക്ലോസ് സ്കോർ ആണ്. നോക്കട്ടെ ഇപ്പൊ പൈസ ഉണ്ടാ ഇല്ല, തൃപ്തിയുണ്ട്. ആൽഫയർ മാത്രം ഒരു തോക്കുണ്ട്. ആൽഫയർ ഇങ്ങനെ പല ബൈയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ചെയ്തടേ. കയാക്കിന് കിട്ടി തോക്ക്. If they can find space to use it, but look at where the defenders are. Kayaka കൂടെ കേറി ചെന്നായിരുന്നു. They know that there's a player far outside the site, but soon they may just flee completely. That wall can go up and they can take the TP. Already seeing so many players here. ഇതെന്തോന്നടേ? Fnatic, they hold their ground. എന്റെ അമ്മോ, ചെയ്തടാ. ഇവിടെ ഇത് എന്തോന്നടാ നടന്നത്? ഇത് ഞാൻ പെട്ടെന്ന് പിത്തൽജിയുടെ ലൈവാണ് കാണുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് ടാബ് മാറ്റാൻ പോയി ഇത് കണ്ടിട്ട്. ഇതല്ലതാ ഈ സീൻ. ഇത് നോക്കിയോ, ഇപ്പൊ നോക്കിയോ ഈ സീൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയോട് വെടി. ഞാൻ ഇതുണ്ട് ചടലെ ടാബ് മാറി. ഇത് നമ്മളെ വിത്തളാണെന്നാണ് വിചാരിച്ചത്. Pacey versus them, it seems like they're ready. I don't mind the idea from Fnatic. Like, your opponents have been pushing B short in quite a lot of rounds. It's been a 3-man push there. And it didn't seem to make a difference. It got a little bit further than maybe they would have done. For Miniboo, this has just been... Miniboo angı jella illa team ആയിട്ട്.
got over halfway back to the result already. What are we doing എന്ന് എങ്ങനെ നമ്മൾ ജയിക്കണേന്നൊക്കെ Coach is giggling a lot. എല്ലാരും ലൈക്ക് ഇടടാ. 1300 പേര് ലൈവ് കാണാനുണ്ടോ? 1200 ലൈക്ക്. ഗൈസ് 3-0 start. ഞാൻ ഫുൾ സ്ക്രീനിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ എന്റെ ഈ മുഖം കാണുമ്പോഴത്തേക്കും ലൈവ് ഇങ്ങനെ എടുത്തിട്ട് ഇതാണ്ട് അയ്യോ കാണാൻ പറ്റൂലല്ലേ, ഇതാണ്ട് ഇങ്ങനെ ഒരു ലൈക്ക് അടിക്കണം. ഇപ്പൊ അതാണ്ട് 1317 ലൈക്ക് എന്നുള്ളത് എത്ര എണ്ണം കയറും ഞാൻ പറഞ്ഞാൽ ഒരു 300-400 ലൈക്ക് കയറാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് എടുത്ത് ലൈക്ക് അടിക്കും. നമുക്ക് അതൊരു പിത്തറ നോക്കട്ടെ. എന്തിനാ കളിപ്പായ വല്ല റൗണ്ട് ഉണ്ടോ കാണാൻ? പണി എറിഞ്ഞേട്ടാ. അതെങ്ങനെ അവിടെ നിങ്ങൾ സ്ലോ ആയത്? ഞാൻ സ്ലോ ഒന്നല്ല, ഞാൻ മറ്റേ ഇതായതാ. വെൽക്കം ടു മെനറ്റാൻസ് ഫാമിലി. ആധാർ ഞാൻ വല്ല ചെയ്തോണ്ട് അടിക്കാത്ത വേണല്ലോ. നമുക്ക് ക്ലിപ്പ് കിട്ടി. അതാ അത് നിന്നിക്കകത്ത് കാണില്ല മയില്. ക്ലിപ്പ് കിട്ടിയാ ഞാൻ അടിക്കാൻ ഈ ക്ഷീണം തീർക്കാം. എടാ എന്തിനാ റൗണ്ടിൽ എന്തിനാ നടന്ന്? എടാ ക്ലിപ്പ് കിട്ടിയതാ. ഇത് എന്തിനാ കളി തുടങ്ങി? താങ്ക് യു ഫോർ ദ ഗോൾഡ് മെമ്പർഷിപ്പ്. ബി പി മാറ്റിയാടേ. താങ്ക് യു ഫോർ ദ ഗോൾഡ് മെമ്പർഷിപ്പ് ഷിനു. All God, we will win. Fanatic. കോച്ചിന്റെ ഡയലോഗ് ആണ് കസ്റ്റം കളിക്കുമ്പോ പറയുന്നതല്ലേ നമ്മള് എങ്ങനെ ജയിച്ചോ എന്തോ. അതെ ഞാൻ പറയണ്ട. അതെ കോച്ചിന്റെ അതേ ഡയലോഗ്. പിത്തള്ള ഒരു ക്ലിപ്പ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ എടുത്തു നോക്കിയാലും ക്ലിപ്പാണ്. നമുക്ക് ക്ലിപ്പിന് വേണ്ടി തപ്പണ്ട. ഏത് റൗണ്ട് ക്ലിപ്പാണ്. സൈറ്റിൽ കയറി ചെന്ന് അടിച്ച കളി നോക്കടാ. എന്റെ അമ്മോ മാത്രം opportunity, a low HP kayak on the side. The pieces can still be picked back up for Liquid to continue this dominant run. 4 out of 5 rounds, but Kayak will seal the deal for Fnatic. The lead is back in there. Kayak കിടിലൻ കളി കളിച്ചേട്ടാ. That round was all him. കിടിലൻ കളി കളിച്ചു. The delay that was set up by Liquid was nigh on perfect. The snake മാറ്റി വെൽക്കം. ആദ്യത്തെ താങ്ക് യു ഫോർ മെമ്പർഷിപ്പ്. ബ്ലൂ താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു ഫോർ മെമ്പർഷിപ്പ് ബ്രദേഴ്സ്. ഇപ്പൊ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര റേറ്റ് കുറവാണ്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഏത് This is the star power that we needed to see from Fnatic in rounds like this. And it will allow them a response. സ്ലോ ആയി അണ്ണൻ കണ്ടില്ലടാ. Moment to breathe, but not too much. ആ റൗണ്ട് Still the full കാണുമല്ലോ. buy up for Team Liquid, one away നിങ്ങൾ from ടൈമിനൊക്കെ ടാഗ് ചെയ്യണത് Ultimate കണ്ടിട്ട്. save for Miniboo. How dangerous that's being cannot be 4-5 ഇന്ന് overstated. ബോബിയെ കണ്ടില്ലല്ലോ. Team Liquid pushed down പിന്നെ താങ്ക് യു Liquid. ഫോർ 10 This time മെമ്പർഷിപ്പ് more ഗിഫ്റ്റ് ആയി. tempered. It's slower and it's not 50 giving the മെമ്പർഷിപ്പ് information ഗിഫ്റ്റ് away. കൊടുക്കുക. എത്ര 1400 രൂപയുള്ളൂ. നേരത്തെ 3000-4000 എന്തിനായിരുന്നു. അളിയെ ചത്തല്ലേ. അളിയെ ഒന്നും ചെയ്യല്ല. ക്രാഷീസിന് അങ്ങനെയൊക്കെ ചെയ്ത് എന്തിനു ചെയ്യൂടെ? കാര്യമില്ല. അപ്പുറത്തുനിന്ന് ഒരു കില്ലെടുത്ത് കയാക്ക് ഒരു കില്ലെടുത്ത് കയാക്ക് വീണ്ടും ഒരുത്തരെ ചെയ്യാൻ നോക്കി. ആൽഫയർ വന്ന് 2v2. A 2 versus 2. It looks like Nats is going to come around to meet purple, കലിപ്പ് but കേട്ടോ. both ഒരു players from രക്ഷയില്ല. the flank. That's dependent on what Fnatic do here. They are baiting the plant. They are 2v2 ആണ് ഗായ്സ്. ഓ ആൽഫയർ കുറച്ച് വിഷയമാണ്. Now Nats ആൽഫ അയ്യർ കുറച്ച് വിഷയമാണ്. എടാ പോസ്റ്ററും ആൽഫയറും കൂടെ റൗണ്ട് പിടിച്ചേ. ടിയേറ്റിന്റെ ഒന്നും വർക്ക് ആവണില്ല. അവന്മാരുടെ ടെക്നിക്ക് ഒന്ന് അടിച്ച് ഉറക്കണ്. വിഷയം. Come on, Fnatic. Very well. It looked like it was all going to slip away. Fnatic. They found their rhythm again. Singing from the same hymn sheet, and they have put the pressure onto Team Liquid. A 6-4 scoreline and a timeout from Liquid. Their first in this happened, and really the first time in the series we've seen any sign that Liquid are feeling the pressure. എടാ അത് റീഫണ്ട് വരും. എടാ ഇവിടെ കാണിച്ചില്ലേ നിനക്ക് റീഫണ്ട് വരും. 2 ദിവസത്തെ റീഫണ്ട് വരും. അത് മെമ്പർഷിപ്പ് ആയില്ല. അത് യൂട്യൂബിന്റെ ബഗ്ഗാ. ഹേയ് എണീച്ചെന്ന് വിളിക്കണേ പോസ്റ്റർ. ഹേയ് പ്രൈസ് കുറച്ചാ നന്നായി. താങ്ക് യു ഫോർ ദ 100. താങ്ക് യു ഫോർ ദ 100. എടാ പോസ്റ്ററിനെ കണ്ടാടേ എണീച്ചെന്ന് വിളിക്കണേ. ഹേയ്ന്ന്. പിത്തള്ള കളി കൊണ്ട് ഇത് പിത്തള്ള കളിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ക്ലിപ്പ് തന്നെയായി നോക്കി പോണ്ടേ. ഏത് കളി കണ്ടാലും ക്ലിപ്പ്. ഇപ്പൊ നോക്കിയോ, ഇതിപ്പോ പിത്തളാണോ കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നടക്കണ പിത്തളാണെന്ന് തോന്നുന്നു. ഇത് ക്ലിപ്പാണിത്. വേണേ ഞാൻ പറഞ്ഞ വിശ്വാസത്തിലേ നോക്കിയോ. ഇത് ക്ലിപ്പാണ്. നോക്കിയോ കണ്ട
ഫ്ലിപ്പ് 7 ഷിഫ്റ്റ് ചത്ത് നിങ്ങൾ എന്തൊരു കളിയാണ് അത് തിരിച്ചു ഒരാളെ കില്ലെടുക്കാറുണ്ട് ഫീനിക്സ് will you get leg pain walking the entire map? Blue, thank you for the 10 membership. Thank you. ഷിഫ്റ്റുകൾ വിഷയമാണ് നിങ്ങൾ വിചാരിക്കുന്ന റേഞ്ച് അല്ല ഷിഫ്റ്റുകൾ വേറെ സീനാണ് നമ്മൾ വിചാരിക്കുന്ന ആളല്ല അവൻ. Coach Tom chiming in. Well, Liquid 4 on the board and aggression. No way. The game. 2 rifles and an ult for Miniboo. Look, they're still pretty decently armed. Fnatic have been pushed back from NEB control by the low buy. Again, I think they've made the right call by respecting this, even though there are some missing pieces for Liquid. They won't be pulling any punches with what they've got. വേണമെങ്കിൽ പിത്തളിൽ ഓരോ ബുള്ളറ്റും ക്ലിപ്പ് ആകാം. സത്യം പിത്തൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് ക്ലിപ്പാണ്. കളിച്ചാൽ മതി. പിത്തളുടെ എക്സ്പ്ലോററാ. Seeing that orbital strike online because there's been so many set plays and also having the convergence path. There's real potential to combo those ultimates together, which is again something we've already seen. Welcome to IELO. അതിനെ അറിയാലോ. Welcome to അങ്ങനെ വേലയൊന്നുമില്ല. പിത്തൾ എന്ന് പറഞ്ഞാൽ ലർക്കാണ്. Builds. You can even see that Wayne is sat in the spawn. Welcome to IELO. Menatams. Rotate into the right place. Red, thank you brother. Thank you. വെക്കാജിന് ഒരു കില്ല് കിട്ടി പോയിന്റ് എടുത്ത് കായാ കളിച്ച് അടിച്ച് ഫുൾ ബി ക്ലിയർ ചെയ്ത് നേരെ കയറി ചെന്ന സൈറ്റില് അണിയനെ ചെയ്ത് നാച്ച് മാത്രം ബാക്കി 1v3. കളിയ മുട്ടൻ ഡയലോഗ് അടി അത് മാത്രമല്ല ഇവൻ അൾട്ടിയാപ്പ ആൽഫയറിന് ഷോ സ്റ്റോപ്പർ ഉണ്ട്. ഇനി ഷോ സ്റ്റോപ്പർ ഞാൻ റേസിന്റെ അൾട്ടിയാണ്. നമുക്കിനിയേ ലൈവില് കുറച്ചുകൂടെ സാധാ സംസാരം കീപ്പപ്പ് ചെയ്തിട്ട് ഈ യൂട്ടിലിറ്റിയുടെ പേര് പറഞ്ഞും അൾട്ടിയുടെ പേരൊക്കെ പറഞ്ഞു കളിക്കാം. നിങ്ങൾക്ക് ഈ അൾട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ വാലന്റ് കളിക്കുന്ന അല്ലാന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കണ്ട വല്ല സ്പെല്ലെന്നാ പവറെന്നാ വല്ലതും പറഞ്ഞാൽ മതി. അവന്റെ പവർ എന്തോ ആണെന്ന് ചോദിച്ചാൽ ഞാൻ അറിയാമെങ്കിൽ പറഞ്ഞുതരാം. അറിയായിരിക്കും. എല്ലാത്തിന്റെ പേര് എനിക്ക് പറഞ്ഞുകൂടാ. പീക്കാനുണ്ട്. ആൽഫയറിനെ കാണിക്കാം. ആൽഫയർ ഉള്ളിടത്താണ് കളി. ക്യാമോ അത് അൾട്ടി അടിക്കാൻ നിൽക്കുന്നത്. ക്യാമോ ഇവിടെ ട്രക്കിന്റെ അവിടെ നിൽക്കണം അൾട്ടി അടിക്കാൻ. ആ വഴി ഫുൾ അൾട്ടി. ആൽഫയർ ആണെങ്കിൽ ഷോ സ്റ്റോപ്പർ ഉണ്ട്. ഇവിടെ നിൽക്കുകയാണ്. ബീലോയിൽ കുറച്ച് പ്രസൻസ് കൊടുക്കണുണ്ട്. 2 വെടിയൊക്കെ വെച്ച് ആൽഫയർ ബാക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ആണെന്നാണ് തോന്നുന്നത്. അറിഞ്ഞൂടാ. 4 players on this A site, all setting up ready around that singular ult. നമുക്ക് ആ സമയത്ത് ഈ 3K വാച്ചിങ് കയറിയ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടീബോണ് ഹർഷ് അവരുടെ സെയിം വാച്ചിങ് ആയിരുന്നു. സെയിം അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിരുന്നു ചില സമയങ്ങളിൽ. പക്ഷെ ഇപ്പം തിരിച്ച് ഭയങ്കര ഡൗൺ ആയി. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോ, കാര്യം അറിയില്ല എന്താണെന്ന്. തിരി സെറ്റ് ആവുമായിരിക്കും, നോക്കാം. ഒരു നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം വെച്ച് കുറച്ച് പാടാണ്. എല്ലാരും ഹിന്ദി സംസാരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വൈഡർ ഒരു ഏരിയയും ഓഡിയൻസും ഉണ്ട്. ഇനിയിപ്പോ എന്തോന്നത് എടുത്ത് 3v4 കുത്തിയിട്ടളിയാ വെയിന്. അളിയാ കുത്തിയിട്ടളിയാ വെയിന്. For Liquid, needed from Camo and Purpo as the time ticks. Another foul. It's down to G.Skill. എന്റെ അമ്മോ, ക്യാമോയും പെർപ്പോയും ചെയ്ത് കേട്ടാ. ആ കുത്ത് അവരെ നെഞ്ചത്ത് കൊണ്ടെന്ന് പറഞ്ഞു. വെയിനെ കുത്തിയടാ നൈഫ് വരട്ടെ. അത് വിഷയം പ്രസാദ് ബ്രോ, അത് വിഷയം കേട്ടോ. ആ ഒരു കുത്തിന്റെ ശബ്ദം കേട്ടതിനെ പേടിച്ചു. അത് ഓടി വന്നാണ് കുത്തിയത്. ഇവ എന്ത് കേൾക്കാത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓടി വന്നാണ് കുത്തിയത്.
ഓ ഇത് കടുത്ത് കേട്ടാ കയാക്കിനെ വെളുപ്പിച്ച് ഉറക്കി കളഞ്ഞ്. ഓക്കെ അപ്പൊ അടുത്ത നമുക്ക് ക്ലിപ്പ് നോക്കട്ടെ. ഈ കളി അടുത്ത സെക്കൻഡ് നമുക്ക് നേരെ ഡിസ്കോഡിൽ കയറി പിത്തളിന് എന്തെങ്കിലും പറഞ്ഞ് മനസ്സൊന്നും ഇത് വിഷമിപ്പിക്കണം. അത് എന്നാലേ ക്ലിപ്പുകൾ വെളി വരുള്ളൂ. എടേ എന്തിനു നടക്കണം ഇവിടെ? ഷണ്ണനും ഷൊക്കിയും സാഷയും കൂടെ. ആകാശ് കെ 18 ഇന്നലെ വന്നവനാ. ആരത്? മനപ്പൂർവ്വം ത്രോയാൻ പറഞ്ഞാണ് തോന്നുന്നു. ഇന്നലെ വന്നു. സാക്ഷി ഓർമ്മ ഇന്നലെ ഏത് മാപ്പ്? ഏതോ ഒരു മാപ്പ് ഉണ്ട്. അതൊക്കെ വിട്. ആകാശ് കെ 18 അങ്ങോട്ട് പിക്ക് ചെയ്യ്, കളി ഇങ്ങോട്ട്. അല്ല ഞാൻ ഈ മാപ്പ് കളി ഡോഡ്ജ് ചെയ്യണം. എന്തിനാവട്ടെ ഇത് കൊള്ളാം, നല്ല കളി കേട്ടാ. ഇത് നിങ്ങളെ ഒരു പ്രത്യേകം എന്തിനെന്നറിയുമോ പിത്തളെ? നിങ്ങളെ പേര് നമ്മൾ വീണ്ടും മാറ്റി ക്ലിപ്തൾ എന്നാക്കി. ക്ലിപ്തൾ നമുക്ക് ഇന്ന റൗണ്ട് അല്ലെങ്കിൽ ടൈം ടാഗൊന്നും വേണ്ട. വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും റൗണ്ട് കഴിഞ്ഞാൽ ക്ലിപ്പാണ്. മനസ്സിലായി? ജസ്റ്റ് ഒന്ന് പെക്ക് ചെയ്താൽ മതി. ഒരു ബുള്ളറ്റ് വരെ ക്ലിപ്പാണ്. ഇന്നാണെന്ന് ബോട്ടത്തുനിന്ന് ഒരു കളി മോളിൽ കയറിയത്. ഇന്നലത്തെ കരിയർ എടുക്കട്ടാ. ഇത് ആരിത്? ഇത് കൊച്ചുങ്ങളെ ഹരാസ് ചെയ്യണത്. അവ എവിടെ? മറ്റേ ഷൊക്ക എവിടെ? ഷൊക്ക ഒന്നും ഉണ്ടല്ലോ. ഷൊക്കൻ ഞാൻ ഇവിടെ ഉണ്ട്. എങ്ങനെ പോണ് നിന്റെ ജീവിതം? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലയാ. ഇല്ലാത്തോണ്ട് നമ്മള് ജയിക്കണുണ്ട് അല്ലേ ഉണ്ണി? ജയിക്കണുണ്ട് കേട്ടാടേ, ചെറിയൊരു ഫാക്ട് ആണ്. ഏതിലോ ഐഡിയിലേ കളിക്കണത് നിങ്ങൾ? ഏത് ലോബി ഇത്? ഫ്ലാറ്റില് അവിടെ കിടന്ന അടിയുണ്ട്, ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട്. മെന്നി വരുമ്പോഴും ആ ലോബി തന്നെയാണ്. നമ്മളതൊന്നല്ല കളിക്കണം. നമ്മള് 5 സ്റ്റാർ കളിക്കുമ്പോ സ്മുർഫുകളാണ് പറഞ്ഞത്. ഇത് എന്തൊരു 5 സ്റ്റാർ പോലും അല്ല. 5 സ്റ്റാർ കളി എന്നിട്ട് പറ. അപ്പൊ സമ്മതിച്ചു തരാം. ഞാൻ പോണ്, കളി തുടങ്ങി അപ്പുറത്ത് ഞാൻ പോണ്. ഉണ്ണി എന്റെ ചാറ്റ് നോക്കി. ഉണ്ണി ചാറ്റ് ഒന്ന് കമന്റ് ഒന്ന് വെച്ചോളാം. ഉണ്ണി ഇടേ ഞാനിപ്പോ അവിടെ ഞാൻ വന്നു കേട്ടാ. എടാ നീ ആരെങ്കിലും പെടുക്കാൻ പോകുമ്പോഴത്തേക്കും അല്ല ഇവിടെ ശാശി ഇരിക്കുന്നത് ഞാൻ പറയാനുള്ളൂ. മനസ്സിലായ? നീ സപ്പോർട്ടാണ്. മനസ്സിലായ? എല്ലാ മൂത്രം ഒഴിക്കുന്നവർക്കും സപ്പോർട്ടാണ് ഈ ലോകത്തെ. ഇത് ക്ലിപ്പ് കണ്ടായിരുന്ന ഇതില് ഈ കളിയിലേക്ക്? ഇല്ല കണ്ടില്ല. ഏതൊക്കെയുണ്ട് പറ നോക്കട്ടെ ക്ലിപ്പുകള്. ക്ലിപ്പുകള് പറ. അതല്ലേ എടാ വെയിറ്റ് ഗൈസ്, ഞാൻ പറഞ്ഞത് കളി തുടങ്ങി ഞാൻ പോണേ. ഞാൻ പോണേ. സെറ്റ് ഞാൻ വരാം. ക്ലിപ്തൽ ഞാൻ പോയിട്ട് വരാം. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് പോണം. അങ്ങോട്ടേക്ക് ഒറ്റ കൊടുക്കാൻ പാടില്ലെന്ന്. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഉണ്ണിയും സാക്ഷയും It takes quite a brave fight indeed, but he's got the info. Last two players fully spotted, and you can see Liquid ready for every engagement sent their way. Even if Mini Boo goes down. I was gonna say. പന്നി അവനെ പോയ കൂടെ വെടിയിച്ചടാ. പിടിച്ചടാ തിരിച്ച്. 7-5 ന്ന് 7-7ലേക്ക് പോയാണ്. മിനി ബ്രോ ഇപ്പൊ ബാറ്റിൽ പാസ് മേടിച്ചാ അതിലുള്ള ഫുൾ സ്കിൻ മേടിക്കുമ്പോ തന്നെ കിട്ടുവോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഇല്ല ബാറ്റിൽ പാസ് മേടിച്ച എല്ലാം കിട്ടൂലടാ. നീ കളിക്കാനനുസരിച്ച് അത് അൺലോക്ക് ആവണം. നീ കുറെ കളിക്കണം. അപ്പൊ എക്സ്പീരിയൻസ് ഡെയിലി എക്സ്പി കിട്ടിയാണ് അത് അൺലോക്ക് ആവണം. അതെല്ലാം അതിലുള്ള സ്കിന്നുകൾ നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചു കഴിഞ്ഞാൽ നീ കളിക്കണം. എന്തായാലും കിട്ടും, എല്ലാ സാധനവും കിട്ടും. നമ്മൾ സാധാരണ കളിക്കണ പോലെ കളിച്ചാൽ മതി. നമ്മളിപ്പോ ഞാൻ ദിവസം 2-3 തവണയെ കളിക്കാറുള്ളൂ. എന്നാൽ പോലും എല്ലാ ബാറ്റിൽ പാസ് ഫുള്ള് കംപ്ലീറ്റ് ആവാറുണ്ട് സീസൺ കഴിയുമ്പോഴത്തേക്കും. ഒരുപാടൊന്നും കളിക്കണ്ട, പക്ഷെ കളിക്കണം. ജീപ്പേ നോക്കാവോ? ഡെഞ്ചി നോക്കാം. Well, the easy follow-up, as it often is. Fnatic classics. ഓക്കെ 3 പേര് ബാക്കിയുണ്ട്. ചെന്ന് കില്ല് കൊടുക്കുവോ അതോ മുങ്ങി നടക്കുവോ എന്നുള്ളതിലാണ് കാര്യം. താങ്ക് യു ഫോർ ദ 200 ക്രിസ്റ്റി. വെൻ യു ബ്രോ റെഗുലർ വ്യൂവർ. ടിവിയിൽ കാണുന്നുണ്ട്, ചാറ്റ് ചെയ്യാറില്ല. ബട്ട് യു ആർ സച്ച് എന്റർടൈനർ. ഓൾ ദ ബെസ്റ്റ് വിത്ത് എവറിത്തിങ് യു ആർ ഡൂയിങ് ബ്രോ. എടാ ക്രിസ്റ്റി താങ്ക് യു ബ്രോ. മീൻസ് എ ലോട്ട്. വൈപ്പർ ഇങ്ങനെ മട്ടൻ ബിരിയാണിയുടെ പൈസ അയച്ചു കൊടുത്തേക്കുന്നത്. തൊട്ടടുത്തത് വൈപ്പർ. ഇങ്ങനെ പൈസ വാങ്ങിച്ചാന്ന് മട്ടൻ ബിരിയാണി. കാശ് ഇരിച്ചു വെച്ചു വാങ്ങിക്കണം. അതോ ബാക്കില് ഏടോ പണ്ണി അളിയാ 7-7. ആരെങ്കിലും കുത്തെങ്കിൽ കൊള്ളാൻ. തിരിച്ചൊരു കുത്തു കൊടുക്കണല്ലേ? തിരിച്ചൊരു കുത്തു കൊടുക്കണല്ലേ? അത് വിഷയം കുത്തു കൊടുത്തിരുന്നെങ്കിൽ തിരിച്ച്.
മിനിബു ഉണ്ടല്ലോ നമ്മളെ ഈ ഒരു EMEA ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഉള്ള മിനിബു അല്ല, അവൻ മാറി. അവൻ കിടില മൂവ്മെന്റ് മിനിബു. ബൂ മിനിബു. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കൊണ്ടും ഒരു കറക്റ്റ് സമയമാണ് ടെൻസിനൊരു കംബാക്ക് നടത്താൻ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെന്റിനലി വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ ഡ്യൂലിസ്റ്റ് കളിക്ക് എന്തുവേണോ ചെയ്യാം, ഒരു വിലയും പേരും കിട്ടും. അതല്ലെങ്കിൽ ടെൻസിന് വേറെ എന്തെങ്കിലും ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. ടെൻസ് പക്ഷെ തിരിച്ചു വരണം എന്നാണ് എന്റെ ഒരു ഇത്. പണി എറിഞ്ഞു. നോ ബോണസ് കൺവേർഷൻ. ഒരു ബോസ്റ്റന്റെ മുഖം കടുത്ത് കേട്ടാ. നാച്ചൊക്കെ ചിരിക്കുന്നടാ. നാച്ചിന്റെ ഫേസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ബോസ്റ്റന്റെ മുഖം കണ്ട കടുത്തിരിക്കണ അറിയാം കടുത്തിരിക്കണമെന്ന്. ബോസ്റ്റർ 2 കിടിലല്ലേ. നൈസ് കളി, നൈസ് കളി. സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടേ അത് എന്തുകൊണ്ടാവും അങ്ങനെ കളിക്കണേന്ന്. നമുക്ക് നോർമൽ ഇട്ട് കളിച്ചോക്കെ. എനിക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഒരു സ്കിന്ന് ഫാന്തത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഞാൻ റീകോൺ ഉപയോഗിക്കും. റീകോൺ അല്ലേ എന്റെ ഇരിക്കുന്ന ഫാന്തം. എനിക്ക് അതും RGX എപ്പോഴും മാറിപ്പോകും. അത് വിഷയമാണ് വെച്ചത്. ഓ ആൽഫയർ വെയിൻ അപ്പൊ തന്നെ 2 ട്രേഡ് 3v3. ബോസ്റ്റർ അടുത്ത കില്ല്. ബോസ്റ്റർ കില്ലെടുത്ത് വെക്കാജ് അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ആരെങ്കിലും അതിൻ്റെ അകത്ത് വരാൻ. യുഹോൾ ഇനി അവര് പോലെ എന്തായാലും ഇനി എന്തായാലും യുഹോള് പോലെ ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇവർ യുഹോള് താളുണ്ട ഇല്ലെന്ന് എന്തായാലും അറിഞ്ഞോളൂ. അവര് പോകില്ല. ബോസ്റ്ററിന്റെ കില്ല്. ഓ നാറ്റ്സിനെ വീണ്ടും എടുത്ത് IGL. പണിയടാ ബോസ്റ്റർ 4 കില്ല. ഏസ് എന്തിനാണത്? അത് 4K ആണെന്നാണ് ബോസ്റ്ററിന്റെ. ഫൈനൽ ബോസ്. സത്യം ടെൻസ് തിരിച്ചു വന്ന് കളിച്ചു കഴിഞ്ഞാ ഉണ്ടല്ലോ വിഷയായിരിക്കും ഗൈസ്. അത് ടൈം ടു കം ബാക്ക്. ലൈവ് പോലീസ് പോലും കളിക്കുമ്പോൾ വിഷയം കളിയാണ്. But this man, he brings a lot to the server. In terms of that leadership, that's why they didn't bomb out early. നമുക്ക് ക്ലിപ്പ് കണ്ടിട്ട് വരാം. വന്നില്ല ഇതുവരെ. നമുക്ക് ഡിസ്കോഡിൽ കയറിയിട്ട് ഉണ്ണീരുടെ സത്യാവസ്ഥ വഹിക്കാം. അളിയാ പിത്തള് തൂറിപ്പോയേട്ടാ. നിങ്ങളവിടെ കളിച്ച് തൂറിപ്പോയി. ആര് പിത്തള് പിന്നാലെ ഇത്രയും നേരോടാ മൂത്രം ഒഴിക്കാൻ. നൈസ മുങ്ങിയൊന്നുമില്ല. അങ്ങേര് ഉണ്ണീരോടെ കളിച്ച് തൂറിപ്പോയി പാവം. എടാ പറ അളിയാ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പറ. അങ്ങേര് ഓരോന്നേരം കാണാം നമുക്ക്. ഇഷ്ടം പോലെ ക്ലിപ്പ് ഉണ്ടാവും. ആ ലൈവ് ഫുള്ള് ക്ലിപ്പ് ഉണ്ടാവും. ഞാൻ എപ്പോ വന്നാലും ക്ലിപ്പായിരുന്നു. എടാ ഉണ്ണി പുതിയ സാധനം കിട്ടി കേട്ടാ. പുതിയ സാധനം കിട്ടി. എന്തിരുന്നാ ബിഗ് ടൈഗർ മറ്റേ ഗുഡ് ഷിറ്റ് എന്നാണ് നമ്മൾ ജോജോനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നല്ല തീട്ടം പിത്തള കുറെ വട്ടം. അതുപോലെ ഇനി വലിയ കടുവ എന്ന് പറയിപ്പിക്കണം കേട്ടാ ജോജോനെ കൊണ്ട്. ജോജോ വലിയ കടുവ കേട്ടാ, വലിയ കടുവ. ജോജോ ഇനി പിത്തളോടെ കളിക്കുമ്പോ കേട്ടാ. വലിയ കടുവ പുതിയ സാധനമാണത്. അളി ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പറ സാഷ. എവിടെ കിടക്കണം? ഏത് റൗണ്ടെന്ന് പറ. ഞാൻ തപ്പുന്നു. തപ്പിട്ട് എനിക്ക് വന്ന് പറഞ്ഞാ ഞാൻ അപ്പുറത്തെ വീസി ഇരിക്കാം. തപ്പുന്നേ എന്തിനാ പറ്റിയടാ? അടുത്ത റൗണ്ട് തുടങ്ങിയ. സോറി ഒന്നും ആയില്ല. റൗണ്ട് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതിപ്പോ വാലറന്റ് കളിക്കണവരോ കളിക്കാത്തവരോ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സൈറ്റിൽ ചെന്ന് കയറുമ്പോ വീഴുന്ന യൂട്ടിലിറ്റിയും അല്ലേ. അയ്യോ അടിച്ചു കൊടുത്ത ആൽഫയറിന് വരുത്തി അടിച്ച്. ഓടി 4 ഹെൽത്ത് 3v4. വെയിൻ നൈസായിട്ട് ഇഴഞ്ഞ് മറ്റേ അകത്ത് കയറിയിട്ടുണ്ട്. വെയിൻ വല്ലാത്തൊരു ആംഗിൾ നിൽപ്പുണ്ട്. ഇവിടെ നിണ്ടെന്ന് പ്രതീക്ഷിക്കും ആൾക്കാര്.
it's a good thing for the space he's taken. It's a bad Vekkaaji thing varnuണ്ട്. because he has the spike. So if he Vekkaajiന്റെ doesn't കൂടെ get 2 ഒരുത്തനുണ്ട്. kills here, they've ഓ got the spike. വെക്കാജിനെ പോലും അടിക്കാൻ പറ്റിയില്ല അളിയാ. I thought for sure he'd at least വെക്കാജി come ലോ out with ആയിരുന്നു, one. അവനെ പോലും അടിക്കാൻ And now this പറ്റിയില്ല. becomes impossible. ഓക്കെ Of course, it was a lot of GG weapons, so the 10-7. expectations was it would be difficult anyway. കഴിഞ്ഞ് 7-10 എന്നൊരു സ്കോറിലോട്ട് പോയിരിക്കുകയാണ് ഗായ്സ്. പെനൽറ്റിക്ക് കളി എടുത്തോണ്ട് പോവുകയാണല്ലോ. It's looking pretty good. കൊള്ളാം. Yeah, but I suppose as well, you look at Corrodin, the surprise factor. ടീമിലേക്കുള്ള മൈൻഡ് സെറ്റ് ഭയങ്കര വിഷയമാണ്. അവര് മൈൻഡ് പൊക്കൊന്നും ആവണില്ല, ഭയങ്കര കളി. You come into that matchup and you only get to prepare for what's coming your way for the remember Liquid didn't just ക്യാമ പറന്ന് വന്ന് വീണ് നടുക്ക്. aggressive. And the only time the Fnatic had to counter that was പുലിയാണ് ടൈഗർ അല്ലേ, കടുവ ലെപ്പാടാണ്. അയ്യോ പുലിയാണ് എന്നാ വലിയ പുലി ആ വലിയ പുലി കൊള്ളാം കേട്ടോ. അവരെ കളിയാക്കണവരുണ്ട് വലിയ പുലി. നമുക്ക് അടുത്ത 5 സ്റ്റാക്കിൽ ജോജനെ കൊണ്ട് പറയിപ്പിക്കാം വലിയ പുലി എന്ന് പറയിപ്പിക്കാം എന്തെങ്കിലും പറയുമ്പോ. Kayak once again aggressive, but he might have dealt a headshot. He's received, or his teammate, I should say, has received one trying to swing from mid. Time to jump. അടുത്ത ലൈവിൽ സെറ്റാക്കാം കേട്ടോ. The problem is, ടൈഗർ കടുവ. when Fnatic അപ്പൊ have പിന്നെ had those പുലി എന്തിന്? disadvantages, a lot of the time we have അല്ല seen those കടുവയാണ് ടൈഗർ. individuals try and turn the rounds back. ഓവർ റേറ്റഡ് ആര്? I like the setup though. Playing പവർ കൊടുക്കണോ? but he's not going to be able to അവർ stop അഥവാ it. ജയിക്കണമെങ്കിലും എന്റെ പവർ ഇല്ലാതെ എനിക്ക് ജയിക്കണം, അവരുടെ കൊടുക്കണോ? Now that singular disadvantage has doubled. സത്യം പറഞ്ഞ നീ ഫെനറ്റിക് ഫാൻ അല്ലടാ ടിഎല്ലിന് പവർ കൊടുക്കാൻ പറഞ്ഞത്. അതൊക്കെ മാറി, അതൊക്കെ പണ്ട് ആൾക്കാർ ചീത്തപ്പേര് പറഞ്ഞുണ്ടാക്കിയാണ്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഓ അളിയനെ ബാക്കിൽ നിന്ന് അടിച്ചടാ നാറ്റ്സ്. എന്റെ അമ്മ എന്തൊരു ലേർക്കടാ വന്നത് നാറ്റ്സ്. കിടിലൻ കളി കേട്ടാ. പുലി ലെപ്പാട് പുലിയാണ് ലെപ്പാട്. പവർ കൊടുക്കണോ? എത്ര ലൈക്കായി നോക്കട്ടെ, എത്ര ലൈക്കായി എടാ. 1350 വാച്ചിങ്, 1499 ലൈക്കടാ. നിങ്ങൾ എല്ലാരും ലൈക്ക് അടിക്കടേ. ഇപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ച് എനിക്ക് തോന്നുന്നു എല്ലാരും അടിച്ചു കഴിഞ്ഞാൽ ഒരു 2000 ലൈക്ക് കയറുകയും ചിലപ്പോ. എനിക്ക് അറിഞ്ഞൂടാ, കുറെ ലൈക്ക് അടിക്കാത്തതാണ്. നൈസ് ഷോ സ്റ്റോപ്പർ എവിടെ? ആളി എന്താ കൊണ്ട് തല വെച്ചോണ്ട് ഓടണ്? അവ ഓടി ഗണ്ടം വഴി. പാപ്പോ ഇവിടെ ഉണ്ട്, ബൂംബോട്ട് ഇട്ടിട്ട് ഓടി. ഇവിടെ നിർത്ത് ഓടി അളിയോ. രണ്ടുപേരും ആനിമേ വാർ കഴിഞ്ഞ പോലെ ഉണ്ട്. നിയോൺ അൾട്ടി അടിച്ച് പറഞ്ഞ കാണുമ്പോഴേ എനിക്ക് പേടിയാവൂടെ. എന്റെ അമ്മ അതിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ എനിക്കാണെങ്കിൽ. അത്രയും സ്പീഡിൽ പറഞ്ഞൊരു സാധനത്തിന് എനിക്ക് വാൻഡിൽ ഫാൻ വെച്ച് അടിക്കാൻ പോലും അറിഞ്ഞൂടെ എനിക്ക്. ഓപ്പാണ് ഞാൻ ധൈര്യത്തോടെ ജോലിയെടുക്കും. വല്ല അൺഫൂമ കടിക്കാൻ നോക്കും, പക്ഷെ എനിക്ക് both falling into the hands of Alpha. എന്റെ അമ്മോ Has to fight back on Liquid if the climb back is to continue, and it will be the pit. അവര് പിച്ചിട്ട് നാറ്റ്സും പാപ്പോയും കൂടെ Danger lurking as they've spotted him. The Yoru's looking to push on through. കൊന്ന് എടാ നാറ്റ്സ് 2 കില്ലെടുത്ത്. ഓ The duelist of purple as we know him here on the sky, popping the flashes to buy them time. ഓ പോപ്പോ എടാ നാറ്റ്സ് എന്തിന് കളിയാടാ കളിച്ചത്. അല്ല വൈപ്പർ കിടിലോ അല്ലേ, കിടിലായിട്ട് കോസ്പ്ലേ ചെയ്തേക്കണ വൈപ്പർ. സീരിയസ് ആയിട്ട് വൈപ്പറിന്റെ കോസ്പ്ലേ ഉണ്ട്. ആ കൺമഷിയൊക്കെ ഇങ്ങനെ പടർന്ന പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കണ. ആടി കൂടിയത് ഉണ്ണി ഓർമ്മ കണ്ടിട്ട്. ഞാൻ അവനെ കണ്ടപ്പോ ഇതുപോലെയാണ് ഇരുന്നത് രാത്രി വർക്ക് കഴിഞ്ഞ് വന്നപ്പോ. The plan was to leave everybody low enough for his teammate to close out the round. Let's go, boys! These are the absurdities only Liquid could achieve. My God, Looking so OP good game. It's again dealt a death blow by Nats. Anyone else in that situation, the Yoru's just on you and you're getting spammed, yet they're a little bit too far away. Nats doesn't know that. He took a risk. He rolled the dice and look at him. Oof. Dishing out snake eyes to the opposition. He's already found the opening.
looking for a bit more, and while that might punish him. ആടാ കൊണ്ടുപോകണം. അയ്യോ എടാ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. ഫ്ലോലെസ് ആടാ ടീം ലിക്വിഡ്. കമന്ററി പൊളിയായി ടാഗിലെ കമന്ററി സത്യത്തിന് പൊളിയായി. വൈപ്പർ സ്പോർട്സ് ആണോ? ഉണ്ണി ടൈം ഔട്ട് അവസാനത്തെ ടൈം ഔട്ട് വിളിപ്പിച്ചിട്ട് നാറ്റ്സ് ഉറക്കി കളഞ്ഞ്. ഫെനറ്റിക്കിന്റെ ഒരു കമ്പാക്ക് കാണുമോടെ? ഫെനറ്റിക് ഇല്ലാത്തൊരു മാസ്റ്റേഴ്സ് കാണേണ്ടി വരുമോടെ? ഫെനറ്റിക് ഇല്ലാത്തൊരു മാസ്റ്റേഴ്സ് കാണേണ്ടി വരുമോടെ? നോക്കട്ടെ ക്ലിപ്പ് നോക്കിയോ ക്ലിപ്പാണ് ഈ റൗണ്ട് ക്ലിപ്പാണ്. അയ്യോ നിങ്ങൾ ഫീനിക്സിനെ വെച്ചിട്ട് എന്തിനാ പിത്തളൊന്നും കേൾക്കണമൊന്നുമില്ല. ഇതൊന്നും പിത്തള കേട്ടിട്ടില്ല ഈ പറയണൊന്നും. അതാരും അടിച്ചു കൊന്നു കളഞ്ഞു. ഉണ്ണി എന്തോ കൊന്നറിയാത്. നോക്കട്ടെ ബാഹുബലിയുടെ കണ്ടി വന്നിരിപ്പുണ്ട് കൂടെ. അടുത്ത കളി അവൻ കേറി മതിയായിരുന്നു കളിക്കാൻ. ഒരു ചാലഞ്ച് കൊടുത്തിട്ട് വരാം. എടാ ജോജോ കളിക്കാൻ കയറി. അടുത്ത കളി 5 സ്റ്റാക്ക്. സൗത്തിനെ കൂടെ വിളിച്ചോണ്ട് കളിക്കാൻ കയറി 5 സ്റ്റാക്ക്. എന്നിട്ട് നീ പിത്തളുടെ അടുത്ത് ഇടയ്ക്കിടെ പറയണം വലിയ കടുവ എന്ന് പറയണം കേട്ടോ. ഇടയ്ക്ക് വലിയ കടുവ എന്ന് പറയണേ. വലിയ കടുവ. 1 2 3 കളിക്കോ. തള്ളേ അവരെ കൊന്ന്. എനിക്കൊരു 5 സെക്കൻഡ് റിവീൽ ഉണ്ട്. എന്റെ സൈഡില് ഹോൾസിന്ന് ഇറങ്ങി വന്നു. ബാക്കിന്ന് ഹോൾസ്. അയ്യോ ഇത് ഇത്ര ലോസ്റ്റ് ചേട്ടാ. ഇത്ര വേറെ ഏതോ മാപ്പിൽ നിൽക്കണ. അത് പക്ഷെ ഹോൾസിൽ അടിയിട്ടില്ലല്ലോ തോന്നിയത്. അയാൾക്ക് ഒരു കില്ല് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. നൈസ് ട്രേഡ്. പക്ഷെ അത് അവിടെ കയാക്ക് ആ കില്ല് എടുത്തിട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ നോക്കണമായിരുന്നല്ലേ. ഗ്രീഡിയായി. എന്റെ ആളിയ നാറ്റ്സ് എവിടം വരെയാടാ ലെർക്ക് ചെയ്ത് എത്തിയത്? അവ സീറ്റി വരെ എത്തിയടാ ലെർക്ക് ചെയ്ത്. വലിയ കടുവ. ബ്രോ ബട്ട് ടെൻസ് ഇപ്പൊ വന്നാൽ സെയിം ഇമ്പാക്ട് ഉണ്ടാവുമോ? ബിക്കോസ് വാലറിന്റെ ഇനിഷ്യൽ ഡേയ്സിൽ എല്ലാവരും വാലോ മെക്കാനിക്സ് പഠിച്ചു വരുന്നൊന്നും ഉണ്ടായില്ലേ? ഇവിടെ ഇന്റർനാഷണൽ ടീമിലുള്ളവരും പഠിച്ചു വരണവരൊന്നുമല്ല. കാരണം ഇതിലൊരു കാര്യമുണ്ട്. ഇതില് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കളിക്കുന്നവര് 5 വർഷം മുമ്പത്തെ ആലോചിച്ചിട്ട് പറയാം അന്ന് അത്ര പേര് കളിക്കാനൊന്നും ഇല്ലായിരുന്നു. അന്ന് കളിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനത്തെ ഇതൊന്നുണ്ട്. എടാ അന്നത്തെ മെറ്റയിലാണ് എല്ലാരും കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ മെറ്റ അടുത്ത 10 വർഷത്തിൽ മാറും എന്നും പറഞ്ഞ് അന്ന് കളിക്കണവര് തീട്ടം അല്ലെ അന്ന് കളിച്ചുകൊണ്ടിരുന്നവർക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. അങ്ങനെ അല്ല അത്. മനസ്സിലായ? ആളി ഇരുന്ന് പിടിച്ച് ചത്താളിയാ പോസ്റ്റർ 10-10. എല്ലാ കളിയിലെയും കാര്യം ഞാൻ പറയണേ. റാഷീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിടിച്ച് പൊട്ടിത്തെറിച്ച് 11 ലീഡിലോട്ട് ടീമിലേക്ക് കളി കൊണ്ടുപോയാണ്. Fnatic were playing up against a stacked Big bucket, playing with a card less in their own. The Molly. Nats അത് എന്തൊരു അടി അടിച്ചതാ അത്. 16 health and frankly I don't even know കളി ജയിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. Do you think as well if he's full health? കളി ജയിച്ചെന്നാണ് ഞാൻ വിചാരിച്ചത്. I'm not sure what health he was on. I think he was on like 89. I don't know how many. അത് ഹാഫ് ഇൻ ഓർബിറ്റൽ സ്ട്രൈക്ക്. ഞാൻ കളി ജയിച്ചെന്നാണ് വിചാരിച്ചത്. So I think that was the little bit of ഓർബിറ്റൽ സ്ട്രൈക്ക് എന്തൊരു പവർ അല്ലേ. That's devastating. കൊല്ലാൻ വേണ്ടി പോയി പേപ്പോ പട്ടി ഇട്ട് ബാക്ക് ഇറക്കി 3v5 ആണ്. ഇവന്മാർക്ക് പൈസ ഇല്ല, ഒന്നുമില്ല, ഒരു ഗുഡ്നാക്കും ഇല്ല. ഒരുത്തം പിന്നെ സ്ലോ ആക്കുന്നു, അടുത്ത വന്ന് അടിക്കുന്നു, കൺകസ് ചെയ്യുന്നു, അടുത്ത വന്ന് അടിക്കുന്നു. മാസിക്കർ. And Fnatic left in the dust. One chance to fight for this. They need to push it to OT. And they're not winning this one, I'll tell you that. ഞാൻസ് ചന്തി കാണിച്ചു കൊടുക്കണം ആ പോസ്റ്ററിന്. എടാ നിങ്ങളായാലും കണ്ടാടാ അത്. അമ്മ മുട്ടാൻ കമന്ററി ഇവ കൊള്ളാൻ കേട്ടോ. ഇത് ആരിത്? കമന്ററി തിരിച്ച് ഓൺ ആയപ്പോ വാച്ച് പാർട്ടി രസമായി. എടാ എന്തൊരു കളിയാടാ കളിക്കണത്. ചന്തി കാണിച്ചു അടിക്കണത്.
done in the past. ഓർബിറ്റൽ സ്ട്രൈക്ക് എന്തിന് പേരറിഞ്ഞൂടാ മറ്റേ ബ്രിമ്മിന്റെ അൾട്ടി ഇട്ടില്ലേടാ മറ്റേ ബോംബ് പിടിച്ചോണ്ടിരുന്നത് മറ്റേ ഇങ്ങനെ വന്നിട്ട് മറ്റേ പൊട്ടിത്തെറിച്ചൊരു ഒരു ഏരിയ ഫുൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ചുമന്ന ലൈറ്റ് പോയി ആ പവർ അതാണ് ഓർബിറ്റൽ സ്ട്രൈക്ക് അത് ബ്രിമ്മിന്റെ അൾട്ടിയാണ് പെനൽറ്റിക്ക് 2 കില്ല് കിട്ടി 12-10 നൈസ് 4v2 മിനി ബൂം ക്യാമോ 2 ഡ്യൂലിസ്റ്റ് ആണ് ബാക്കിയുള്ളത് ആളിയ ക്യാമോ കൊന്നതാ ഓർഡർ അപ്പുറത്തോട്ട് മിനി ബൂ ടെലിപ്പോർട്ട് ചെയ്ത് 2v3 കളി Where do they go for the plant? I mean, they have control. ക്യാമോ എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കണം ക്യാമോ ഒരു കില്ലിന് നിൽക്കുക ക്യാമോ കില്ലിന് നിൽക്കാൻ അവർക്ക് നല്ല ഇൻഫോ ഉണ്ട് അവരാരും ടെലിപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ CT വഴി വരില്ല എന്ന് ഇൻഫോ ഉണ്ടോ അവർക്ക് നല്ല ഇൻഫോ ഉണ്ട് പക്ഷെ ഇൻഫോ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർക്കറിയാം ഇൻഫോ ഉണ്ട് ഈ കളി ജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് The numbers even, the time ticking, and Fnatic are the ones that need this and a follow-up. They've got to pick up the pace already. എടാ അതൊക്കെ എന്തൊരു ആംഗിൾ ആടാ ക്യാമോ എന്റെ അമ്മോ 2v5 2v4 എന്തോ ആയിരുന്നടാ കളി എന്റെ അമ്മോ ക്യാമോ എടുത്ത ആംഗിൾസ് ആ ലോ ഹെൽത്ത് വെച്ചിട്ട് എന്തൊരു കളിയാടാ നമ്മളിപ്പോ കണ്ടത് പെനൽറ്റിക്ക് മാസ്റ്റേഴ്സിൽ കാണൂലല്ലേ ഈ കളിയാണെങ്കിൽ കുറച്ച് ചാൻസ് കുറവാണ് 2 റൗണ്ട് ഇവര് കൊണ്ടുപോയി എന്റെ അമ്പോ കംബാക്ക് അടിച്ചടാ എടാ ഇത് റിഡംഷൻ റിവെഞ്ച് ആണ് ഇത് റിവെഞ്ച് ക്ലിപ്തല്ല അങ്ങോട്ട് പോവാം നമുക്ക് ഹാവിങ് സെഡ് ദാറ്റ് എന്തിനോ പറ്റി കേട്ടോ നോക്കട്ടെ എന്തിനോ കലിപ്പായി നോക്കട്ടെ ഞാനിവിടെ എത്തി കേട്ടാ മിട്ട് നോക്കി തരാനാ ഞാൻ ഇത്രേ പറഞ്ഞോളൂ എയ്സ് ആയിരുന്നാടാ അത് എയ്സ് ആയിരുന്നു അത് ആള് ഇവിടെ നിക്കണേ ഈ മാർക്കിൽ നിക്കണം അത്രയും കേറി ഇങ്ങനെ നിക്കണേ തിരിച്ചു ഉണ്ണി പോസിറ്റിവിറ്റി പരത്തുന്ന ഉണ്ണി ഗോട്ട് കൊള്ളാം ഗോട്ട് ഇത് കൊള്ളാം എക്സ് മാർക്സ് ദ സ്പോട്ടാണ് ഇവിടെയാണ് ട്രഷർ ഒലിച്ചിട്ടിരിക്കുന്നത് അറിയാവോ നിങ്ങൾക്ക് പിത്തൾ എന്തോ സാധനമൊക്കെ പിടിച്ചിരിക്കണം വേണ്ട പിത്തള പോക്കാത്തിട്ട് പിത്തള അതെ ക്യാമറ കുഴിഞ്ഞാടി ചെയ്ത് അവനതാണ് കേജൊക്കെ പൊക്കി പിത്തള കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കമ്പിയാ തീ അടി കൂട്ടിയിടണം എന്റെ അടിയില് തീ മനസ്സിലായ അയ്യോ 130 എന്ന് കൊടുക്ക എല്ലാരും കൂടെ മാറി മാറി കളി ഓടി മിഡിലോട്ട് ഓടി വെൽക്കം റോഷ താങ്ക് യൂടാ എല്ലാം ലൈക്ക് അടിയോടാ എല്ലാം ലൈക്ക് അടി ഗൈസ് ഈ ഒരു ഇന്റർവെൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുള്ള കുറച്ച് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇന്റർവെൽ കാണാം കേട്ടോ മെനിയാണ് മാച്ച് ബെസ്റ്റ് ഓഫ് 5 മെനി ബ്രോ ഹൂ ഹാസ് ദ ഹൈയസ്റ്റ് ഹെഡ്ഷോട്ട് റേറ്റ് ഇൻ വാലോ ബിഗ് കമ്പി ഡെഡ് ഐജയിലാണ് പിത്തൽ ഡെഡ് ഐജയിലാണ് ഡെത്ത് മാക്സിമം ഐജയിലാണ് അങ്ങനെ ഒരു പേരിട്ട് കൊടുക്കാം അല്ലേ നമുക്ക് ഐജൽ ആഫ്റ്റർ ഡെത്ത് മെനി ബ്രോ ഹൂ ഹാസ് ദ ഹൈയസ്റ്റ് എനിക്ക് അറിഞ്ഞുവിടണം ആർക്കാണെന്ന് വീഡ് ബാഡ് ജീവിക്കുന്ന നാറ്റ്സിനെ പേടിച്ചില്ലേലും ചത്ത നാറ്റ്സിനെ പേടിക്കണം ഐജൽ നാറ്റ്സ് ഇത് പിത്തളിന് പറ്റിയ ലൈനാണല്ലോ ഇത് ജീവിച്ചിരിക്കുന്ന നാറ്റ്സിനെ പേടിച്ചില്ലെങ്കിലും എടാ ഇത് പിത്തളിന് കൊടുക്കാം താങ്ക്സ് എടാ ജീവിച്ചിരിക്കുന്ന പിത്തളിനെ പേടിച്ചില്ലെങ്കിലും ചത്ത പിത്തളിനെ എന്ന് പറഞ്ഞ ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റുമോ അതില്ല അതിലൊരു സാധനം ഉണ്ട് കൊള്ളാം വീഡ് ബാഡ് താങ്ക് യു ഫോർ ദ 200 ടീം അനുസരിച്ചിരിക്കോടാ അതിന്റെ എന്തായാലും വന്നു കഴിയുമ്പോ അവര് പ്രാക്ടീസ് ചെയ്ത് അവർ പുതിയ മെക്കാനിക്സ് പുതിയ മെറ്റയില് പുതിയ സ്ട്രാറ്റജി ബിൽഡ് ആയിരിക്കും കളിക്കുന്നത് പക്ഷെ അത് ടീമുകൾ എങ്ങനെ സിങ്ക് ആവുന്ന അനുസരിച്ചിരിക്കും ഒരു സിനർജി വേണം വെൽക്കം ടു ഗോൾഡ് കാഷ്വൽ വ്യൂർ താങ്ക് യു ഫോർ ദ ഗോൾഡ് മെമ്പർഷിപ്പ് ബ്രദർ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറണേ ഈ കളി തുടങ്ങാറായത് എന്തിനാ ഇവിടെ ഇല്ല നടക്കണില്ല സമയമുണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട് നല്ല ഇത് കാണാൻ കളിയാ നമുക്കിത് അല്ല ഓടി വരണേ പിത്തളുടെ ക്യാമറ ഒക്കെ കണ്ടാടേ
ഫുൾ ഇൻഫർമേഷൻ ക്യാമറ. നമ്മളെ പിത്തള ചത്ത് കമ്പി കുടുങ്ങിയാരോ അളിയ പിത്തൾ കമ്പികൾ മനസ്സിലായ അയ്യോ ഒരുത്തെന്താ പോയി അതുവഴി. അയ്യോ പിത്തള തിരിയൂലേ വെടിയിക്കണ പിത്തള ലോസ്റ്റ് ആയിട്ടാ അതിന്റെ അത്ര സ്വന്തം കേജും പുകയും പട്ടിയും കുറെ ശബ്ദവും എല്ലാം കൂടെ കേട്ടപ്പോ പിത്തള പാനിക്കായി. പിത്തള വെടി വെച്ചിട്ടാണ് ഉന്നം എടുക്കണത്. അയ്യോ ഇതാര് അവ എല്ലാരെയും കൊന്ന്. സാഷ നല്ല കളിയല്ലേ. എടാ IGL കണ്ട IGL പിത്തളജി VCT കളിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ എന്റെ കൂടെ ഉണ്ണി കളിച്ചാലോ ഉണ്ണി കാര്യം അറിയാവോ? ഒരു സെക്കൻഡ് ഞാൻ ഒരു സാധനം സെറ്റ് ആക്കിട്ട് വരാം. VC കയറട്ടുന്നില്ല ഒരു കാര്യം റെഡിയാക്കണം കേട്ടോ, അല്ല നടക്കണ കേസല്ല. എടാ ഞാൻ പറയണേക്കാം. എടാ ഹലോ ആളിയാ ഞാൻ ഒരു കേസ് പറയട്ടാടേ. ഞാൻ എന്റെ ഒരു ചെറുക്കനെ ഇറക്കിയിട്ടുണ്ട്, എനിക്കിന്ന് കളിക്കാൻ വരാത്തോണ്ടേ അവന് നിങ്ങളോടെ കളിപ്പിക്കാനാടാ. എന്റെ ചെറുക്കൻ എന്റെ പയ്യൻ ജോജോ മനസ്സിലായി. അപ്പൊ നിങ്ങൾ വന്നില്ല സൗത്ത് കൊണ്ട് ഒരു 5 സ്റ്റാർ കളിച്ചാൽ മതി, എല്ലാരും കൂടെ നൈസ് ആയിരിക്കും. സൗത്തിനോട് കളിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളെ കിരണിനെ ആരെങ്കിലും വിളിച്ച് കയറ്റി കളിപ്പിക്കുക ഒരാളെ. അതെ എനിക്ക് മനസ്സിലാവും. ശരി മനസ്സിലായടാ പറഞ്ഞത്. കളിക്കാൻ വിളിക്കല്ലേ എന്ന്. കളിച്ചു കഴിഞ്ഞാൽ നമ്മള് വലിയൊക്കെ പറയൂടാ കളിക്കുമ്പോ. നീ കൊച്ചല്ലേ, അതാണ് കാര്യം. സെറ്റ് അപ്പൊ ജോജോനെ എടുക്കണേടാ. സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, 5 സ്റ്റാർ റെഡി ആക്കിയിട്ടുണ്ട്. അത് പിത്തള പറയുന്ന കാര്യമുണ്ട്. എനിക്കും ഞാനും ലോബിയിൽ അവനെ ഇതാക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊച്ചാണ്, നമ്മളുടെ പ്രായമല്ല. ഞാൻ ലോബിയിൽ വിളിക്കുന്ന എല്ലാവരും ഒരുവിധം പ്രായമുള്ളവരാണ്. അപ്പോൾ വരുമ്പോഴത്തേക്കും നമ്മളെ സംസാരം ഇപ്പം ഞാൻ ജോക്കി പിത്തള് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, നമ്മളെ ലോബിയിൽ പറഞ്ഞവരുമായിട്ട് സംസാരിക്കുന്നത് ഉണ്ണിയായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ കൂടെ കളിക്കുമ്പോഴത്തേക്ക് അവ എന്തെങ്കിലും എടുത്ത് കളിക്കുന്ന സമയത്ത് ഏത് ഏജന്റ് എന്നോലും നോക്കായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പ്രായമോ അല്ലെങ്കിൽ അവിടെ ഒന്നും നോക്കൂല സംസാരിക്കുന്ന സമയത്ത്. പിന്നെ ആയിരിക്കും ആലോചിക്കണത്. അത് കുറച്ച് ഡാർക്കാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്കും എല്ലാവർക്കും അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരുമാതിരി വിഷമമാണ്. അത് ഭയങ്കര ശോകമാണ്. അതുകൊണ്ടാണ് അത് ഇതാക്കാത്തത്. അനിയനാണ് കെവിൻ്റെ അനിയനാ. മെമ്പർ ഫോർ 20 months. സ്റ്റാർഡസ്റ്റ് ബ്രോ എന്നെ വിളിക്കണേ നാളെ. ഞാൻ കുറച്ച് ഇതാണ്, നാളെ സംസാരിക്കാം. ബിഫോർ ഡെത്ത് ഈക്വൽസ് ഡോറ, ആഫ്റ്റർ ഡെത്ത് IGL. അത് കൊള്ളാം. കളി തുടങ്ങിയില്ല. അതാ സമയമുണ്ട്. ഇനി 39 മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട് കളി തുടങ്ങാൻ. പിത്തള് VCT കളിച്ചാൽ കൂടെ ഇരിക്കുന്നവനെ റൂമിൽ കൊണ്ടുപോകും. ജോജോ കൊണ്ടുപോകുന്നവരെ ജെറിനെ റിയാക്ഷൻ ടൈം എത്രയാണെന്നാ എനിക്ക് അറിഞ്ഞൂടാ. എത്രയാണ് നമ്മൾ ഇടയ്ക്ക് നോക്കുമായിരുന്നു, മറന്നുപോയി. അത് വെറുതെയാണ്. പിത്തളാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും റിയാക്ഷൻ ടൈം കുറവാണ് നല്ലത്. ഇമാജിൻ ഫ്രണ്ട്സ് കമ്മിങ് ടു VCT നൗ. കിളിയുമായിരിക്കും ഫ്രണ്ട്സ് തിരിച്ചു വന്ന വിഷയമായിരിക്കും. ആളിയാ കൂട്ടിയിലിട്ട് പണി, കൂട്ടിലെ കിളി മനസ്സിലായ. നോക്കട്ടെ പിത്തള വിഷയമായിട്ടിരിക്കാനാടാ. പിത്തളാണെങ്കിൽ എന്തൊരു കലിപ്പ്. നോക്കട്ടെ പിത്തള ജോജോനെ വിളിച്ചെന്ന് പറയട്ടെ. ജോജോനെ വിളിച്ചിട്ട് കളിക്കാൻ കയറാൻ പറയട്ടെ. അപ്പൊ അടുത്ത കളി കണ്ടല്ലേ കേട്ടോ. ജോജോടെ വന്നാലേ ലൈവ് അങ്ങോട്ട് റെഡിയാവുള്ളൂ. എന്തൊരു സന്തോഷല്ലേ ജോജോനെ വിളിച്ചിട്ട് കൊടുക്കാൻ. എന്ന് വെച്ചാൽ ഞാൻ ഇല്ല, എനിക്കത് കാണണം, മനസ്സിലായില്ലേ. എടാ ജോജോ ഇതാ പിത്തള വിളിക്കാൻ തന്നെ കളിക്കാൻ കയറാൻ. വീട്ടിലേ പോണാ? ഓ അത് കുഴപ്പമില്ല, സമയമുണ്ട്. അവരിപ്പോ കളി നടന്നോണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് കയറി. മിഡ് പുഷൻ ചാൻസ് ഉണ്ട്, ഞാൻ ബി കളിക്കുകയാണെന്ന്. എടാ 3-6 3-10. ഇതൊരു കിടിലം കംബാക്ക് ആയിരുന്നു. അടുത്ത കളി തുടങ്ങാറായി ഗൈസ്. അടുത്ത റൗണ്ട് അടുത്ത എന്തിനായിരുന്നു അടുത്ത മാപ്പ്?
ഓഹ് അബീസ് ഡേ അബീസ് ഇത് ഫെനറ്റിക്കിന്റെ മാപ്പാണ്. നമ്മൾ ഇത് എന്തായാലും ഫെനറ്റിക് ജയിക്കും. അബീസ് എന്നാണ് എനിക്ക് തോന്നണം, അറിഞ്ഞൂടാ, നോക്കാം. ടീം ലിക്വിഡിനെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റണില്ല. ഒരു വേറെ ലെവല് കളി ടീം ലിക്വിഡ്. ഐ ലവ് മെന്നറ്റാം സൂര്യ, താങ്ക് യുടാ. അണ്ണ എന്നെ ഫ്രണ്ട് ആക്കാമോ? ഫ്രണ്ട് ആക്കിയാ മതി, ചുമ്മാ ആക്കാമല്ലോ, പിന്നെന്ത്, എന്റെ ലിസ്റ്റ് ഫുള്ളാണ്, എന്തെങ്കിലും കയറുമ്പോ ചെയ്യാം. സാക്ഷര ഗെയിം വ്ളോഗ് ചെയ്യുന്ന പിത്തൾ W വ്ളോഗർ. നോക്കട്ടെ ഇവിടെ എന്തിനു നടക്കുന്നത്. പിത്തൾ കയറി നിപ്പുണ്ട്. Nothing B. 3 4 No more charges left. പാവം ജോജോ മിണ്ടാതെ കിടന്നുറങ്ങാൻ പോയ ജോജോ ആണ്. എടാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ ഈ പാവം എന്നൊക്കെ പറഞ്ഞില്ല, ആ പാവം തന്നെയാണ്. അത് റിയൽ ലൈഫിലാണ് പാവം, കളിയിലല്ല. നിങ്ങൾ കളിയിൽ അവനോട് ഒന്ന് കളിച്ചു നോക്കണം ജോജോന്റെ കൂടെ. എന്റെ അളിയാ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾക്ക് ഇവിടെ ഈ ലൈവിൽ ഈ 1200 പേര് ഇരിക്കണേല് ജോജോനെ പറയണേല് ഞാനും പിത്തളും പറയണേല് അതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിചാരിക്കാനും സംസാരിക്കാനും ഒക്കെ അതിൻ്റെ ഇതായുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവന്മാർ എന്തിനും ഇവൻ ഇങ്ങനെ പറയണേ? നിങ്ങൾ അവനെ ആഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കും, ഞാൻ സെറ്റ് ചെയ്ത് തരാം. അത് ഒരു ദിവസം കളിച്ചാൽ പോലെ ഒരാഴ്ച നിങ്ങൾ അവൻ്റെ കൂടെ കളിക്കണം. ആദ്യം വരുമ്പോഴത്തേക്ക് അവൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ 2 വെടിയൊക്കെ വയ്ക്കും. നിങ്ങൾ ഒരാഴ്ച അവൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ അവൻ്റെ റാങ്കോ അവൻ്റെ റാങ്കിൽ മേളിലുള്ളവരോ ആയിരിക്കണം. അവൻ്റെ അയണോ ബ്രോൺസോ ഒന്നും ആവാൻ പാടില്ല, മനസ്സിലായി? ഒന്നുകിൽ ഒരു പ്ലാറ്റ് 3 തൊട്ട് അങ്ങോട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് ആഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കുക നിങ്ങൾ, അപ്പത്തേക്ക് മനസ്സിലാവും. ഞാൻ പറയണ എൻ്റെ കേസ് എന്തിരുന്ന്. ഫോഴ്സ് മൈ വൈഫ് ടു വാച്ച് ഫെനറ്റിക് മാച്ച് ടു മേക്ക് ഹെർ ഫെനറ്റിക് ഫാൻ ബട്ട് ഷീ ബിക്കേം ലിക്വിഡ് ഫാൻ ലാസ്റ്റ് 2 days. ഇതിനെ സത്യോടെ ലിക്വിഡ് മുട്ടം കളികളാ. ലിക്വിഡ് ഫാൻ നാറ്റ്സിന്റെ ഫാൻ ആയില്ലേ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ഇതിന് താങ്ക് യു $5. എങ്ങനെ പോണ് നിന്റെ കല്യാണ ജീവിതം? വെൽക്കം ടു ഗോൾഡ് മെമ്പർഷിപ്പ് ഇൻവേഡർ. താങ്ക് യു ബ്രോ. നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം, VIP ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അബീസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഏജന്റ് ഇപ്പൊ കാണുമ്പോ തന്നെ എനിക്ക് വലിയ താല്പര്യമില്ല, സത്യം പറയാലോ. ജെറ്റൊക്കെ കഴിഞ്ഞ്, ജെറ്റിന്റെ കാലം കഴിഞ്ഞ്. ജെറ്റ് ആൽഫെയർ 2 ആൽഫെയർ എന്ന് ഇത് എന്തൊരു ഒരു സെന്റിനല് 2 ഇനിഷ്യേറ്റർ 1 കൺട്രോളർ, പുകയിടണ 2 ഇനിഷ്യേറ്റർ 1 ഡ്യൂലിസ്റ്റ്. ജെറ്റ് എനിക്ക് തീരെ ഇതില്ല. അല്ല ഇവരെ പിക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മുംബൈ സെർവർ ആണെങ്കിലും കൊള്ളാം. 1 ഡ്യൂലിസ്റ്റ് 1 കൺട്രോളർ 1 സെന്റിനല് 2 ഡ്യൂലിസ്റ്റ് എനിക്കിത് സത്യമായ ടീമിലേക്കുള്ള പിക്കാണ് ഇഷ്ടം. എനിക്കത് സിംഗിൾ ഡ്യൂലിസ്റ്റ് ജെറ്റ് എനിക്കിപ്പോ അങ്ങനെ അല്ല ഇവര് കളിക്കണ രീതി. ഇപ്പോഴത്തെ മെറ്റയിൽ ഈ ഒരു സിംഗിൾ ഡ്യൂലിസ്റ്റ് ജെറ്റിന് ഒരു ഇമ്പാക്ട് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ ജെറ്റ് എടുത്തോണ്ട് കയറി കഴിഞ്ഞാൽ അത് വിഷയമായിരുന്നു. പക്ഷെ ജെറ്റിന് ഇപ്പൊ സൈറ്റിൽ കയറി ചെന്ന് അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനോ കൺട്രോൾ എടുത്തു കൊടുക്കാനോ പറ്റുന്ന ഒരു ഏജന്റ് അല്ല ഇവരെ രണ്ടുപേരും വെച്ച് നോക്കുമ്പോ. പിന്നെ കളി എങ്ങനെ പോകും എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ക് അത്ര പോരെ. ഇപ്പൊ സീറ്റുടേ ഹലോ മോനെ, എന്തൊരു വിശേഷം? മെനിച്ചേട്ടാ എന്റെ ഫേവററ്റ് ടീം ആയിരുന്നു ജെഞ്ചി. എന്തെങ്കിലും വിവരം ഉണ്ടോ? എടാ ജെഞ്ചിയിലുള്ള മഞ്ച്കിനും മീറ്റിയറും ഇപ്പൊ T1 T1 ക്വാളിഫൈ ആയി. ജെഞ്ചിയിൽ ഇപ്പൊ ടെക്സ്ചർ മാത്രമേ ശരിക്കുള്ളൂ. അല്ല എല്ലാവരും ഉണ്ട്, ടെക്സ്ചർ ലാക്കിയ അവരൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന 2-3 മാറി. ഡു യു റിമെമ്പർ മിസ്റ്റർ പേ ബാക്ക് ഹു യൂസ് ടു റൺ കഫേ? എടാ അവ നമ്മളെ ഇപ്പൊ ലൈവിൽ കളിക്കാനൊക്കെ വരും. ഞാൻ ഡോട്ട് കളിക്കാൻ വന്നിരുന്നു പാച്ച്. പിന്നെ പാച്ചി എല്ലാവർക്കും അറിയാം. അപ്പൊ ഇന്നലെ വന്നിരുന്നല്ലോ, എന്ത് പറ്റി? ഇൻവേഡർ അവൻ ഇന്നലെ വന്നിരുന്നു കളിക്കാൻ. ഇതാണ്ട് ലൈവിലുള്ളവർ ചോദിച്ചു നോക്ക്. അറിയാമല്ലോ, പിന്നെ അവനെ അറിയാമല്ലോ, നമുക്ക് അറിയാവുന്നതാണല്ലോ. മിനിബു എഗൈൻ നിയോൺ മൈസനാണ് കറന്റ് ഹൈയസ്റ്റ് ഹെഡ്ഷോട്ട് റേറ്റ് ഉള്ള പ്ലെയർ. മൈസൺ അതാരാണ്? ഏത് ടീമിലുള്ള കേട്ടിട്ടില്ലല്ലോ. മെന്നി എണ്ണ ഒരു ഐസോ ഗെയിം പ്ലേ കാണാൻ വെയിറ്റിംഗ്. എടാ ഇതില് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഗൈസ്. ഇതില് ഞാൻ എല്ലാം കളിക്കും, പക്ഷെ റെയിന ഐസൊക്കെ ഭയങ്കരമായിട്ട് ഈ വാൻഡൽ ഫാൻ്റെ എയിം ബേസ്ഡ് ഒരു ക്യാരക്ടറാണ്. എനിക്കത് കളിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ആ 2 ക്യാരക്ടർ, എനിക്ക് ഈ 2 തോന്നും കളിക്കാറ്. ഞാൻ പണ്ടോട്ടെ സ്നൈപ്പർ കളിക്കുന്ന ഒരാളാണ്, എന്ന് വെച്ചാൽ സ്കൗട്ട് മാഗ്നം കളിക്കുന്ന ഒരാളാണ്. ഇപ്പം പറഞ്ഞാൽ മാഗ്നം അല്ലല്ലോ, എന്തിനാ പേര്, ഓപ്പ് മാർഷൽ. ഇതാണ് എൻ്റെ മെയിൻ തോക്ക്. അപ്പൊ എനിക്ക് പറ്റണ ഏജന്റ് അല്ലേ, എൻ്റെ ഗെയിം സ്റ്റൈലിന് പറ്റുന്ന ഏജന്റ് അല്ലേ ഈ പറഞ്ഞ 2. മനസ്സിലായ? നമുക്ക് ഇതിൽ തന്നേക്കുന്ന ഡ്യൂലിസ്റ്റുകൾ എല്ലാം കളിക്കണമെന്നൊന്നുമില്ല. നമ്മളെ ഗെയിം സ്റ്റൈലിന് പറ്റുന്ന കളിക്കുക എന്നുള്ളതാണ്. എന്റെ ഗെയിം സ്റ്റൈലിന് പറ്റണത് ജെറ്റ് വേല് അങ്ങനത്തെ കുറെ സാധനം, യോറു അതൊക്കെ പിന്നെയും കളിക്കും. OP എളുപ്പമാണ്. OP ചെയ്യാൻ പറ്റണോണ്ടാണ് ഇതൊക്കെ പറയണത്.
Indeed, the double cages have given away the game, but that was all part of the plan. Drag the rotates to the A side, then catch them. പിത്തൽ വളവിലോട്ട് പൊക്കോടേ. പിത്തൽ വളവാണത്. നാറ്റ്സ് കയറി പോയതിന്റെ സ്ഥലത്തിന് പിത്തൽ വളവ്. We are watching doing a watch party of your stream in Discord. W stream. എടേ ഇൻവേഡർ ഹലോ. ഹായ് ബ്രദർ. ഓ കായാക്ക് പിത്തൽ വളവിലിട്ട് തൂക്കി നാറ്റ്സ്. 3v3 ഹായ് പേ ബാക്ക്. ഷാഡോ ഇല്ലേ? മെന്നിച്ചേട്ടാ അലിനെ നിന്നെ മോഡറേറ്റർ ആക്കണ്ടായിരുന്നു. സ്ഥിരം €2 അയക്കണവനായിരുന്നു. കിണ്ടാൻ പോണ നിന്നെ. എവിടെടാ പട്ടി കാശ്? ഹാരി എവിടെ? ഹാരിയുടെ സ്ഥിരം $10 നിന്ന് അവനെ വിളിച്ചോണ്ടാ. പിത്തൾ വളവില് കളി മാറിയടേ. പേപ്പ പറഞ്ഞിടാ ഇതാണ്ട പ്ലാന്റിയാ പറഞ്ഞ്. പ്ലാന്റ് ചെയ്യണം. പ്ലാന്റ് കൊടുക്കൂടെ? വെക്കാശിതാ ഓടി വന്ന് പ്ലാന്റ് ചെയ്തത് അടിച്ച് ഇല്ല. വെക്കാശിനെ അടിച്ച് അവിടെ റിവീല്. ഓ റിവീൽ ആവണതിന് മുമ്പ് അവന് സ്വിങ് ചെയ്ത് കളിയാ. റിവീൽ ആവണതിന് മുമ്പ് സ്വിങ് ചെയ്ത് റിവീല് പൊട്ടിച്ചുമില്ല ഒന്നുമില്ല. ബ്രോ എന്നെ കൂടെ കളിപ്പിക്കുവോ? ഒരു 4 മന്ത് കഴിഞ്ഞ് PC എടുക്കും. ഗോൾഡ് 3 പ്ലാറ്റിനം പ്ലെയർ ആണ്. നോക്കാം. ജയകൃഷ്ണൻ സെറ്റാക്കാം. നീ സെറ്റാക്കാം. Oh, he should have been 100% been dead. There's no scenario in which he should get out of there. I genuinely think the smoke helped a lot. Just to give him nice. Pedacha college underna bhai. Poita. Like hope maybe they don't check me, but no. He takes the fight. RV. നിങ്ങൾ ആ who are we കേൾക്കുമ്പോൾ ലൈവില് ഫെനറ്റിക് ഫാൻസ് ഇങ്ങനെ ഫെനറ്റിക്കിന്റെ സിമ്പിൾ ഇങ്ങനെ സ്പാം ചെയ്യണം. മനസ്സിലായി? നൈസ് ആയിരിക്കും. നിങ്ങൾ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കാനുള്ള കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യാ. നൈസ് ആയിരിക്കും അത് അങ്ങനെയാണെങ്കിൽ. മടിയന്മാരാണെല്ലാം. Null and void. Unfortunately, you can buy one, but he can buy one with shields. That's kind of the difference maker. That's why he survived and Nats didn't. Still opportunities to make this costly, but it also means that their first proper buy അണ്ണാ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒക്കെ ബിസി ആയിരുന്നു. is going to have a piece. എടേ ചുമ്മാ അറിഞ്ഞേടേ. താങ്ക് യു ഫോർ the €5. Not really going to hold much value. There's no way അയ്യോ ആൽഫർ നൈസ് ആയിട്ട് ഡീൽ ചെയ്തത്. നൈസ് കളി. to this map, but അളിയാ ഫെനറ്റിക്കിന് ഈ മാപ്പ് ജയിച്ചില്ല. അമ്മ ഔട്ടാണ്. ഈ ടൂർ മാസ്റ്റേഴ്സ് ഫെനറ്റിക് ഇല്ലാത്തൊരു മാസ്റ്റേഴ്സ് നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാടേ. incredibly often, but he only had a share of, so it was worth it. എടാ ഫെനറ്റിക് ഇല്ലാത്തൊരു മാസ്റ്റേഴ്സ് സെന്റിനൽ ഇല്ല. Was he able to take that space? Okay. Thank you for the €5 ടാ. Thank you for the €5. ടിവിയിൽ കാണുന്നുണ്ട് ചാറ്റ്. ചാറ്റ്സ് പാടാണ്. ആളാം ഇതിനെ സെറ്റ്. They stop pulling punches. Early presence in mid. If you can remove Natsu, he only has a pistol. Careful. ലൈവിൽ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഹായ് ഇട്ടെ. എല്ലാവരും ലൈക്ക് അടിച്ചേ. കമോൺ ലൈക്ക് കയറട്ടെ. 2K ലൈക്ക് ആവാറായി. Cash sitting back, but it's put the pressure instead onto Crashies, who's done well, honestly. Didn't have much to play with. 1683 ലൈക്ക് ആടേ. What the fuck? And now the opponents are encroaching on that flank, but with Nat still alive, they do have to give the game away. Yeah, that's always the problem. A little bit of extra information. Team Liquid know there's someone coming behind, so you might have to fight for some space. Oh, Sharky കേറുന്നു വിചാരിച്ചേട്ടാ. വെക്കാജ് കേറിയില്ല. പക്ഷേ it hasn't been made just yet. In fact, I പറഞ്ഞ രണ്ടുപേരെ ഇൻഫോ കിട്ടി. പോപ്പ് ഫ്ലാഷ് ഇട്ട് കൊടുക്കാൻ റെഡിയാണ്. കയാക്ക് അളിയാ കിട്ടണില്ല. അളിയന്നെ കയാക്കിനത് വേറെ ആരൊക്കെയോ കൊന്ന്. വെയിൻ മാത്രം 1v3. വെയിൻ ഒരുത്തനെ കൊന്ന്. രണ്ടത്തേനെ കൊന്ന്. ഇവിടെ 3 പേരെ കൊന്നടാ വെയിൻ. ഇവിടെ 3 പേരെ കൊന്നടാ. 3-0 start and a very early interruption to the momentum Fnatic looked to build. I'm never going to get bored of അണ്ണൻ ഒരു മടിയൻ. പിന്നെ നമ്മൾ നന്നാവുമെന്നേടാ പോണെ. സത്യം. താങ്ക് യു 40. റിയൽ മാഡ് വൺ. ഹലോ ബ്രോ, താങ്ക് യു 580. എന്റെ അമ്മ വെയിൻ എന്തൊരു കളിക്കടാ കളിച്ചത്. വെയിനെ കുത്തിയിട്ട് അളിയങ്ങ് ഓണായിട്ടാ. അളിയൻ ക്ലച്ച് ചെയ്ത് അണ്ണാക്കി കൊടുത്ത്
1v3 അത് എയ്സ് ആയിരുന്നാടേ. എനിക്ക് അറിഞ്ഞോളൂ, എനിക്ക് എയ്സ് ഭയങ്കര ഒരു മിസ്സാകും കഴിച്ചു. എനിക്കത് എയ്സ് ആണെന്ന് മനസ്സിലാവൂല. ഞാൻ മുമ്പ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാണ്. എടാ പോടാ, മിനിബ് ഓടിച്ചിട്ട് പണി എടുത്തന്നെ. എടാ ഇവ എവിടെ പോടാ ഇത് മിനിബു. സിറ്റി കൺട്രോൾ എടുത്ത് പ്ലാൻ ചെയ്ത്. ഓ ഹയാറ്റ് നൈസ്. ഓ നൈസ് കളി, നൈസ് കളി. കഴിഞ്ഞ റൗണ്ട് ഇവരെ കൊടുത്തോണ്ട് കിട്ടിയതാണ് ലിക്വിഡ്. അതൊക്കെ താങ്ക് യു ഗോൾഡ് മെമ്പർഷിപ്പ് 4K ആയിരുന്നല്ലേ, 4K ആയിരുന്നല്ലേ. ഓഡിൻ വാൻഡൽ കളിക്കുന്ന സൈക്കോ, ഒറിജിനൽ വാൻഡൽ കളിക്കുന്ന. എനിക്ക് ഇടയ്ക്ക് ഒറിജിനൽ വാൻഡൽ വെച്ചൊരു എയ്സ് കിട്ടിയായിരുന്നേ. മറ്റേ ഷിജാദിന്റെ ചാലഞ്ചിന്റെ എയ്സ് എനിക്ക് ഓഡിൻ ഒറിജിനൽ വാൻഡൽ വെച്ചിട്ടാണ് കിട്ടിയത്. എനിക്ക് ഇഷ്ടമല്ല അത് ഓൾമോസ്റ്റ് എല്ലാം 6K ആയിരുന്നു, പിന്നെ 5K എടുത്തു. അന്ന് ജോജോ എന്റെ ഒരു എയ്സ് സ്റ്റീൽ ചെയ്ത ദിവസം ഓർമ്മ ഉണ്ടാ, കസ്റ്റം. അത് കഴിഞ്ഞിട്ട് എടുത്ത ബ്രീസിൽ എയ്സ്. ഞാൻ ആലോചിച്ചു ആ തോക്കിന്റെ കാര്യം. എനിക്കൊന്ന് ഒരു ഇഷ്ടം തോന്നിയായിരുന്നു എൻ്റെ അടുത്ത്. ജോജോ ബ്രോ വീസിൽ കയറ്റുന്ന പോലെയാണ്, അല്ലാതെ മറ്റേ മീനിങ് അല്ല. മനസ്സിലായി. It seemed like he was asking there, though, do I stand up? Is that what we do? But he got up anyways. That's all that Hypok wanted to see. For Fnatic, 3-1. സൂപ്പർ ചാറ്റ്. Maybe they come back. അത് എന്തൊരു മൈൻഡ് സെറ്റ് അല്ലേ. അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കാശ് തരാന്ന് പറയണത്. ഇനി എന്ത് വേണോ എനിക്ക്. ഞാൻ ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞ്. 1000 പേര് അങ്ങനെ ചിന്തിക്കണം കേട്ടാ. 1000 പേര് എല്ലാ മാസവും 1000 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയായി. വിഷയം ഇടില്ല. Thanks to that trap. But they're still wanting more space. A trap put up in heaven. കുറച്ച് ക്യാഷ് കൂട്ടേണ്ടി. എനിക്ക് 1 ലക്ഷം രൂപ പോലെ 3 ലക്ഷം രൂപ വേണ്ടി. എല്ലാവരും 3000 വെച്ചേർന്നേ. 1000 പേര് 3000 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ സെറ്റ്. അത് മതിയാവും. ചിലവ് തികയുമായിരിക്കും. ഓ അടുത്ത ടാഗ്, ഒരുത്തര ടാഗ്. അയ്യോ അവൻ താ പോണളിയാ. അയ്യോ അവനെ കൊന്നു കളഞ്ഞ്. ട്രാഷീസ് മാത്രം ബാക്കി. ടീം ലിക്വിഡ് പോയടാ, കളിയും കൊണ്ട് പോണടാ. അരശിമൂട്ടിന് അപ്പി യോധേ. അരശിമൂട്ടി അപ്പി ഹാഷ്ടാഗ് യോധേ. റിയൽ മാഡ്വൽ താങ്ക് യു 100. താങ്ക് യു 10. ഞാൻ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ എന്റെ മെയിൻ ഐഡിയിൽ കുറച്ച്, എന്റെ മെയിൻ ഐഡി ഓൾറെഡി ഫുള്ളാണ്. അതിൽ 50 റിക്വസ്റ്റ് വന്ന് കിടക്കുകയാണ്. അതിപ്പോ ഞാൻ നോക്കാറില്ല ഐഡിയില്. താങ്ക് യു ഫോർ ദ 10 ബ്രദർ. 10 ലക്ഷമാണ്. ആ നിങ്ങൾ കണക്കറിയാൻ നോക്കിയാണ്. അങ്ങനെയാണ് 1000 മതി, അങ്ങനെയാണ് 1000 മതി, അങ്ങനെയാണ് 1000 മതി. യൂണിറ്റ് 10, 100,000, 10,000 ലാക്ക്, 10 ലാക്ക്. ആ ഒന്ന് ഞാൻ കൂട്ടിയില്ല, 6 പൂജ്യം കൂട്ടിയുള്ളൂ. ശരിയാ. കണക്കത്ര ശരിയല്ലല്ലോ. നിങ്ങൾ കണക്കറിയാൻ ചെക്ക് ചെയ്യണല്ലേ. ഇതൊക്കെ പൊടി നമ്പർ അല്ലേ എന്റെ. കുറച്ച് നോക്കല്ലേ കണ്ടുപിടിച്ചുള്ളത്. ബാക്കിയുള്ളവർ എന്താ കണ്ടുപിടിക്കാത്തത്? ഇമ്പോസിഷൻ ഉണ്ട് നിങ്ങൾക്ക്. എന്നെടുക്കണേ. Again, you can see Nats just so far away from the rest of the team, just holding ground in case some level of aggression, but it's much slower and probably not what Fnatic are used to. How pacey Liquid have been, but they're going searching around mid. Now it does seem like Boaster and now the Alpha are aware. അയക്കാനില്ല സാലറി 500 അയക്കാം. ആ എത്രയെങ്കിലൊക്കെ മതി. 1000 പേരില്ലേടേ. ഒന്നും പറ്റിയില്ല. ടീം ലിക്വിഡ് നൈസായിട്ട് എല്ലാരും വെപ്പൺ ഊരിയെടുത്ത്. അതൊക്കെ പിത്തള്. വെപ്പൺ ഊരി എടുക്കുന്നതിന് മുമ്പ് പിസ്റ്റൾ എടുത്ത് വെച്ച് വെടിയേക്കും. ഓ 3 ബുള്ളറ്റ്. ഇല്ല നടന്നില്ല. പേപ്പോയും വെയിനും. എടാ പോടാ, ഈ വെയിനും പേപ്പോ എത്ര റൗണ്ടാണ് എടുത്ത് കൊടുക്കണത്. സൈറ്റ് ഫ്രീ ആയിട്ട് കിടക്കണ്. അളിയെന്താ അൾട്ടി അടിച്ച് നേരെ സ്പൈക്ക് എടുത്ത്. 8 സെക്കൻഡ് 7 സെക്കൻഡ് 6 4 3 2 1. കുറച്ച് പെട്ടെന്ന് ഞാൻ എണ്ണിയത്. അത്ര സ്പീഡില്ല. 8 സെക്കൻഡ് ഓണേന്. Purpo's goal is just basically to watch if anybody comes in on that flank. The second they don't, this post-spawn becomes deadly. As you said, the Hunter's Fury being available. The main detriment of it is if somebody comes from behind, but they already know that that isn't the case. The one thing he has to be very careful of, though, is
it being denied. Smart stuff from Vekash. He waits for the burst bomb, manages to remove it. Crashes just trying to block the player from swinging. They wait to get അഞ്ച് പൈസ ഇല്ല ഇൻവേർട്ടർ താങ്ക് യു ഫോർ ദ 40 ടാ ഒന്നും മാറ്റർ റിയൽ മാൻ താങ്ക് യു ഫോർ ദ ഗോൾഡ് മെമ്പർഷിപ്പ് ബ്രദർ അതൊക്കെ എന്തായാലും ചെയ്യും അണ്ണ ഡിലീറ്റ് ചെയ്തു ബ്രോ ഇൻവേഡർ സാലറി ഒന്ന് ഗസ് ചെയ്ത് പറയാവോ ഇൻവേഡറിന്റെ സാലറി നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ റാംബോ ട്രിക്സ് ഇൻവേഡർ പേ ബാക്ക് ഒക്കെ ഇൻവേഡറിന്റെ സാലറി എനിക്ക് അറിഞ്ഞുകൊണ്ടേ ഗസ് ചെയ്യാൻ I think that as well from Vekash, just the quick thinking. Invader payback, Rambo tricks, ningalokka friends aana to hit me, and then Okoman still caught him, and now the whole plan is gone. Yeah, and you knew ഏത് മാപ്പിലാണ് നൈപ്പ് ചെയ്തana ബൈൻഡിൽ വെയിനെ കുത്തി ഇട്ടായിരുന്നു would secure the round used perfectly. Just the right moment, huge tags. വാളിയാ ക്രാഷേഴ്സ് ഒരു കിടിലോ അൾട്ടി എന്തൊരു അൾട്ടിയാടാ അത് തൊലച്ചു കളഞ്ഞു കൊള്ളാം ഫെനറ്റിക്ക് തിരിച്ചു പിടിക്കുമല്ലോ എന്നാണ് എന്റെ ആഗ്രഹം 3v5 നാറ്റ്സിന്റെ ഒരു മറ്റേ തോക്കുണ്ട് അയ്യോ അളിയാ ആൽഫെയർ തിരിഞ്ഞ് അടിച്ച അടി കണ്ട അളിയ ഇവ എന്തൊരു പ്ലെയറാണ് ആൽഫെയർ ഇവ മനുഷ്യനല്ലേടാ അല്ല ഇവരുടെ ഇവരുടെയാണ് ഞാൻ എന്റെ നോക്കണം നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് After getting the info for his team, they're happy to now fall back. Seriously, as the retake begins, Minibu needed to get something early. Otherwise, it's going to be very difficult to fight from this point. Third of the round. He started it off beautifully with the Hunter's Fury. They will keep themselves not only with 5 on the board, but also with 5 alive. Oh, that's it. Yes, ചേട്ടന്റെ കൂടെ SOT കളിക്കാറുണ്ടായിരുന്നു How long did that take? ട്രിക്കി ആയിരുന്നു നമ്മുടെ ടീം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയല്ലോ for Fnatic. Control, hands tightly gripped around those reins. Of all the times to have a big performance like that, again, that's 2.5 tags, 2.5 kills, sorry, coming out of the Hunter's Fury. A start like that when you need to bounce back is exactly what they were searching for. To see this. Okay, time out വിളിച്ച് നോക്കട്ടെ പിത്തള കളിയൊക്കെ ക്യാമറ ടാഗ് ചെയ്ത് എന്തെങ്കിലും നടക്കുകയാണ് കേട്ടോ കലിപ്പിലാണ് കുറച്ച് ആശാൻ കുറച്ച് വിഷയത്തിലാണ് ആശാൻ ഓ ആ കില്ല് കിട്ടിയില്ല കേട്ടോ നൈസായിട്ട് നോക്കി ആ കില്ല് ചന്തി വിളിച്ച് കിട്ടിയില്ല 11-6 വെൽ പ്ലേഡ് എന്നൊക്കെ പറയണത് ജയിക്കണടാ ഇവര് ഓഹോ എന്റെ അമ്മച്ചി ബ്രോ എന്റെ ജാതകം ഒന്ന് നോക്കാമോ ജീവിതം ഒരു സുഖമില്ല പിന്നെ ഞാനാണല്ലോ കാണിപ്പയ്യൂര് എന്റെ ജാതകം നോക്കാമെന്ന് Camo's currently 0-7, so he's getting domed for it. And when you're not having that second layer, when Nats isn't getting those backstabs, it becomes a much tougher game for them to play. And that's when you add in a fact that Wayne did also win a ridiculous clutch round. This could genuinely be a 6-0 star or 6-7-0. കളിക്കാണ്ട് എന്ന് പറഞ്ഞില്ല അതുപോലെ ഒരു വീഡിയോ ഇടാമോ അതിന്റെ കട്ടാക്കി ഇടാമോ ഞാൻ എല്ലാ ലൈവിലും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാ ലൈവ് തുടങ്ങുമ്പോഴും ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടേ തുടങ്ങണം ഇനി എന്നാണ് എന്റെ ഒരു ആഗ്രഹം മറന്നു Vekash needs to have a stronghold or get out of here before he's taken down. That hasn't quite landed in time, but the info's there. Nonetheless, I think you could deduce that. പിത്തൽ വളവിൽ നിന്ന് ഇറങ്ങി വന്ന് ക്രാഷീസ് ഓഹോ പിത്തൽ വളവിലിട്ട് അടിക്കണവനെ അയ്യോ അളിയനെ ചെയ്ത് A spam from Vekash. Pixel angle അടിച്ചു കളഞ്ഞ അളിയനെ Found him a kill. They're going to be careful though. Camo is going to try and hold them. This will come down to Kayak holding the line. Kayak പോയി രക്ഷിച്ചടാ Being able to take too many. ഇല്ല ഒന്നും കിട്ടിയില്ല നാറ്റ്സ് മാത്രം ബാക്കി നാറ്റ്സിനെ പട്ടിയാക്കി കൊന്നടേ നാറ്റ്സിനെ എന്റെ അമ്മോ പെനറ്റിന്റെ മുട്ടാൻ കളി
dangerous for a second with an R2 thrown in. It's still 3 players Oh, alive for അങ്ങനെ. Fnatic. Yeah, you see how Okay, important okay. it is Thank just you for for him the to 40. survive, so pivotal and getting back into that site, not just stopping them, hunting Liquid from using that extra utility to claim those deeper fights, laying them as the rotates എടാ നിനക്ക് സൈക്കോ തെണ്ടി നീ ആയിരുന്നല്ലേ അവൻ നിന്നെ ഫിഷായിരിക്കും buys ഞാൻ so much time, and he's the one holding നിനക്ക് the ഇന്ന് line മുഴുവൻ against ഞാൻ both ഹായ് തരും റാസ്കൽ these big players in the end. This Kreo breeds better on Abyss. You're feeling it. Chronicle He's Fnatic feeling it. 6-2 used to play for Breeze, Fnatic, and with and a Vectors, defense they that's are shaping playing up to look Kreo. much better Who than is what we've seen better? so far in this series. Comeback might be too early for it, എനിക്ക് but അറിഞ്ഞൂടാ Kayak keeps പറയാൻ playing like ഗെയിം this. സ്റ്റൈലിനൊത്ത് അവർ I'm എടുക്കണായിരിക്കും starting to അവരിപ്പോ believe മാറ്റിക്കാണോ 12 and 3 അവരുടെ at the moment. I സ്ട്രാറ്റജി mean, he is having a game. Oh yeah, പക്ഷെ Fnatic have been ജെറ്റിന്റെ one കൂടെ of the teams എപ്പോഴും that have ബ്രീച്ച് ഒരു നല്ല had പിക്കാണ് reverse sweeps against them before. ഓ Oh, ഓ Sorry, ചെയ്ത് guys, but this കളഞ്ഞേട്ടാ time they're ഈ attempting മാപ്പ് one of their own. ഫെനറ്റിക്കിന്റെ മാപ്പ് അല്ലേ അതെ അതെ can't be a reverse ഫെനറ്റിക്കിന്റെ swept if you മാപ്പാണ് do zero നമ്മൾ ആ down. കമ്പാക്ക് Yeah. അടിച്ചതിന് ശേഷം More you know. But they have lost a player early in this one. Kayak ഫെനറ്റിക്കിനെ അങ്ങോട്ട് cheer ചെയ്യണല്ലോ എല്ലാരും surprise factor. പോൾ It's ഗോപിക met with ചേച്ചി only ഈ further ഫെനറ്റിക് deficit. നീഡ് മോർ പവർ Alpha, ഗോപിക yeah. ലൈവ് കാണുവാടാ Let's redeem them a little അവർക്ക് bit, ഇപ്പൊ but he ടൂർണമെന്റ് crashes നടക്കുകയാണ് aggressive. അതാണ് ഒരു പ്രശ്നം അവള് He's been ചിലപ്പോ caught by the ഉറങ്ങിക്കാണും cam. അളിയൻ Forced to ടാഗ് കൊണ്ട് retreat, ഓടണം but this round is ക്രാഷീസ് looking bleak. ക്രാഷീസിനെ Escaping might be ഓട്ടിക്കണേ difficult under serious pressure. He's aware that Oh. he's going to get peaked eventually, but I think എന്റെ he even അമ്മോ ducked on camera ആൻഫയറും to try and ക്രാഷീസും get out of the മാത്രം way of ബാക്കി that ഇത് shot. സേവ് ചെയ്യണല്ലേ നല്ലത് പൈസ You can ഉണ്ടല്ലേ see him ട്രൈ laughing on his ആയിരിക്കും way out. He knows he's lucky to be alive, but that ain't lasted ക്രാഷീസ് too long. ഓടി Time to flee. 13 ഹെൽത്ത് This team എവിടെ നിന്ന് Liquid അവനെ made അടിച്ചു 3. തുടങ്ങിയത് ആൾക്കാര് Yeah, for Fnatic, look. അവനെ A lot of this ഓട്ടിച്ചിട്ട് just അടിച്ചു comes down to കളഞ്ഞു the mid fights. You start out with Kayak going down, and I think നന്ദി that's where the ഉണ്ടെന്നാ first domino crumbles, and Liquid ഒരു have their ജർമ്മനി direction എത്തട്ടെ then എന്നിട്ട് സൂപ്പർ clearly ചാറ്റ് defined ചെയ്ത് towards ഞാൻ that A ഹായ് side. പറയാം ഓക്കെ 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 I can't fault Kayak for taking it. He was 12 and 3. അല്ല ഇപ്പൊ തരാം എന്തെങ്കിലും ടിപ്സ് ഉണ്ടാ That's where you got to start. ഇപ്പൊ തരാനുള്ള ഒരു When you're മെയിൻ having a ടിപ്പ് എന്ന് game പറഞ്ഞു കഴിഞ്ഞാൽ playing towards നിങ്ങൾ എയിം എന്ന് പറയുന്ന ഒരു സാധനം വിടുക എയിമിനെ പറ്റി ചിന്തിക്കണ്ട ഇവരെ എയിം പോലെ നമുക്ക് ഒരിക്കലും എയിം ചെയ്യാൻ പറ്റൂല എത്ര ലെവലിൽ കളിച്ചാലും ഇവരെ പോലെ എയിം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവരുടെ ഗെയിം പ്ലേ ഇവർ ഓരോ സമയത്ത് എന്താണ് ചെയ്യുന്നത് ഒരു സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ കളിക്കുന്ന ക്യാരക്ടേഴ്സ് വെച്ച് അവർ എന്താണ് ചെയ്യണതെന്ന് കണ്ട് പഠിക്കാൻ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് തരാനുള്ള ടിപ്പ് കളി ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗ ടു ജോയിൻ VIP ആശിമൂട്ടില പി യോധ എടാ എടാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം വാട്സാപ്പ് ഗ്രൂപ്പാണ് getting back onto the board. ഉള്ളത് as well. അതില് He's had a woeful time. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു In this map മെമ്പേഴ്സ് so ഗ്രൂപ്പ് far. ഉണ്ട് VIP അതില് ബ്രോ കയറിയാൽ മതി ഇപ്പൊ ഗോൾഡ് മെമ്പർ എടുത്തല്ലേ പോസ്റ്റ് എന്നുള്ള ടാബ് ഉണ്ട് എന്റെ ചാനൽ എടുക്കുമ്പോ പോസ്റ്റ് എന്നുള്ള ടാബ് ഉണ്ട് താങ്ക് യു ഫോർ ടെൽ AD We should save, ആ no? പോസ്റ്റിന്റെ അവിടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ He ചെയ്യാം wanted in the end. Well, players leaning back, and you might be thinking, at this stage of the game, who calls this tactical timeout? Is it Liquid? They win one round. ഇത് ആര് വിളിച്ച ടൈം ഔട്ട് ആണിത് അങ്ങോട്ട് ജയിച്ചാടോ ഇവര് പക്ഷെ പറഞ്ഞത് കാര്യം ഒരു ഡയമണ്ടിന്റെ എടുത്തിട്ട് 5 സ്റ്റാർ ഞാൻ ഇമ്മ 2 ടച്ച് ചെയ്തിട്ടുണ്ട് ഇമ്മ 1 അല്ലേ ടച്ചിട്ടുള്ളൂ യെസ് ഇമ്മ 1 ടച്ചിട്ടുള്ളൂ ഇമ്മ 1 ടച്ചിട്ടുള്ളൂ ഞാൻ വെൽ പ്ലേഡ് ഫിനിക്സ് പിത്തൽ ഇമോർട്ടൽ 2 കയറിയിട്ടുണ്ട് ഇമ്മ 1 ടച്ചിട്ടുള്ളൂ ഇമ്മ 1 ആണ് പിത്തൽ ഇമോർട്ടൽ 2 അടിച്ചിട്ടുണ്ടല്ലോ എത്ര ഉണ്ടോ ഒരു വട്ടം 2 വട്ടം ചെയ്തിട്ടുണ്ടോ ഇമ്മ 1 പക്ഷെ പുഷ് ചെയ്യാൻ കൂടെ ആളിനെ പറ്റൂലേ ഹലോ എന്താ ബ്രോ റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി ആളെ വേണമെന്ന് പറയണ കേട്ടു ഇമോർട്ടല് വേണ്ട ഞങ്ങൾക്ക് കാര്യം എല്ലാം മനസ്സിലായി പിന്നെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലേ ആ അത് മതി മനസ്സിലായില്ല അത് മതി നീ വാച്ച് പാർട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാനോ വേണേ ഉണ്ണി ചാനലിലൂടെ ഉണ്ണിയൊക്കെ ലൈവ് ഇട്ടേരും നീ അതും വാച്ച് പാർട്ടി ആയിട്ട് കണ്ടോണ്ടിരുന്നാ മനസ്സിലായോ ശരി അപ്പൊ നിങ്ങള് മൂന്നേരം ഒന്നായി ഇന്ന് ആളിയാ ഇന്ന് നിങ്ങളെ വിജയ് ഉൺപീസ അല്ലേ സാശയും ഇവിടെ പിത്തളിലേക്ക് മാറ്റി ഇപ്പൊ സായാണ് പിത്തള് ഷിഫ്തളാണ് അതിനൊന്നും അർത്ഥമില്ല അല്ലേ ഉണ്ണി നമ്മള് ജയിക്കുന്നു ആളിയാ അപ്പൊ ഉൺസാപ്പിയാണല്ലേ നിങ്ങള് ശരി ഇത് എന്നും ഇങ്ങനെ ആയിരുന്നാ മതി കേട്ടോ ആളിയാ ഉൺസാപ്പി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരാം നിങ്ങൾ കളി പൈന്റി ഞാൻ ഇറങ്ങി ഓടി ഒന്നും കേൾക്കാൻ ഉൺസാപ്പിന്ന് എന്തിനോ പറ്റിയേട്ടാ ഹലോ എന്തൊരു കേസ് എന്തിനാ ഇവിടെ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഈ നീല ഷീൽഡ് പൊങ്ങിയ ഉടനെ മറ്റേ ഡാഷ് ഓൺ ചെയ്ത് അകത്ത് ചാടിപ്പോയി മൂലത്തില് ചാവണ ഒരു ജെറ്റ് ഉണ്ട് ഞങ്ങളെ കൂടെ ഇടയ്ക്ക് വരാറുണ്ടോ
എന്നിട്ട് ശരി, എന്നിട്ട് ശരി, പറയും ശരി. നിങ്ങൾ മറ്റേ സാധനം ഇട്ടില്ല അല്ല കുഴപ്പമില്ല ഫൈൻഡ് ചെയ്യണം സാർ, ഫൈൻഡ് ചെയ്യണം. ഞാൻ ഇവിടെ കാണാൻ ഇരിപ്പുണ്ട്. ഫൈൻഡ് ചെയ്യണം സാർ, ഫൈൻഡ് ചെയ്യണം. സംസാരിക്കല്ലേ കൂടുതൽ, ഫൈൻഡ് ചെയ്യണം. ഇനി തോറ്റാ ഞങ്ങൾ പറഞ്ഞു 13 കളി അടുപ്പിച്ചു. പിന്നെ 13 ആര് നോക്കട്ടെ, ഇത് ആരെ കരിയർ? സാഷ ഒറ്റ കളി ജയിച്ചത്, അവള് ഒറ്റ കളി ജയിച്ചത്. ഇന്ന് നിങ്ങളോട് വന്ന് തോക്കെന്ന് പറഞ്ഞു വന്ന എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്ന അവള്. ഞങ്ങള് 4 ജയിച്ചു. അത് നോക്കട്ടെ, 4 കളി, 1 2 3 4 കളി. ആ കളി നോക്കട്ടെ, നമ്മളെന്തായാലും കാണുന്നുണ്ട്. ബൈ, ഇറങ്ങിപ്പോയി കളി കാണട്ടെ അടുത്തത്. Well, Kayak was shut down in the previous round. Looking for that fight on middle. He was 12-3. He felt confident and they came out and tapped his head off. This round, he's changed things up. Because he's in the same spot. But got up in hand. And he's not looking to give away those opening fights. But smoke off on the left side, they can close the distance, start to get towards this door, break it into defense, and pressure Poster. എന്തിനാണ് നീ പറയണേ? Close to Kayak. ഓ He needs to land the അളിയാ, shot. എന്തോന്നാണ് ഇപ്പൊ നടക്കുന്നത്? He comes in, the Guardian Angel. Guardian Angel, സത്യം. His knight in shining armor has just appeared സത്യം, on നൈറ്റ് horseback. ഇൻ ഷൈനിങ് ആർമർ. രക്ഷിച്ചണം അവനെ. കളി കൊണ്ട് താങ്ക് യു 40 വിഷ്ണു. നീ എന്തിനു പറഞ്ഞത്? Kayak, Tag, Boaster, Alpha, all within reach, but none of those opening fights have gone the way of Liquid. As said, it's just been blips, it's been individual rounds that they found. And unless they can turn this one, it could be more of the same now. I like the position that's currently being held by Boaster. He's so passive, just waiting for anybody to try and cross in from behind. Does leave Alfia on a little bit of an island though, and that's the problem. If he gets taken out, ഇനി ആരെ ഒന്നും പറയില്ല. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഒരു കാര്യം നിർത്താൻ പോവാണ് കേസ്. എന്ന് വെച്ചാൽ എനിക്കിനി ആര് നന്നായിട്ട് കളിക്കണ്ട. ഞാൻ നന്നായിട്ട് കളിച്ചാൽ മതി. എനിക്കിനി തൊട്ട് ഞാൻ എന്റെ കളി കളിക്കും. എന്റെ കളി ഞാൻ നോക്കി കളിക്കും. നിങ്ങളോട് സംസാരിക്കും, മനസ്സിലായി? എന്റെ കൂടെ ഉള്ളവർ ഞാൻ സംസാരിക്കില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എപ്പോഴും ഫുൾ ടൈം ലൈവിലുള്ളവർ സംസാരിക്കും. The steel garden, although shallow, it's making it so much easier to cover that ground and make it towards the site. Much needed with time low. But Nats the only one standing. Making the impossible look possible, but still one left. Oh, no! 1v4 Nats! Clutch! By example, as Liquid make it to 4. ജെന്റിൽമേറ്റ്സ് കുണ്ടി എടാ, ഇത് എന്തൊരു കളിയായിരുന്നു അത്. അവന് വന്ന് രക്ഷിച്ച് ക്രാഷിയസ്. അളിയനെ കായാക്കട ഓടണ്. എന്റെ അളിയാ നാറ്റ്സ് 1v4 അളിയാ നാറ്റ്സ്. He seems to land the shot that just deals the death-dealing blow. Liquid go from what could have just been one and done to back on the board, but once again it's an opener for Fnatic. They are not wanting to let this slip, but just look at the swing coming out. ഒരു പോപ്പ് ഫ്ലാഷിൽ ഒരുത്തനടിച്ച് നാറ്റ്സിനെ തിരിച്ചടിച്ച്. Yeah, again, crashes is to be commended. That quick trade. Last time he was ahead of the kill. For Team Liquid, it might look odd with the spike and spawn. They do have a TP and ult on Wayne to go and steal it back. അതുകൊണ്ട് അണ്ണൻ They've also ചിക്കൻ got a ബിരിയാണി കഴിക്കാൻ. speedster ഓ അങ്ങനെ. താങ്ക് യു the spike. The issue is the setup. We've seen കളിയാണ് from നമ്മൾ Alpha many കാണുന്നത്. times before. മതിലിന്റെ അടുത്തൊരുത്ത് ഇരിക്കുന്നത്. He's not only പിത്തൾ ഇരിക്കുന്ന മതിൽ കഴിഞ്ഞ് വരെയാണ്. keeping it safe. The thorns that will be put up, but now a flash. You can see it on the left, but they can't. And once this pops, big problems brew. But look who's tucked in the corner. Wayne couldn't come out to help because of those thorns. Alphayair, oh, he's drawing blood on backside. But Purpo trains it back with 3 more to find, though. This round looks done. Yeah, they know exactly where he is as well. The dark ഒരു 1v3 അടിച്ചെങ്കിൽ സെറ്റ് ആയിരുന്നു. എല്ലാ കളിയും ഒരുത്തൻ നിന്ന് 1v3 1v4 അടിക്കണം TL ജയിക്കാനായിട്ട്. അതടി സത്യമല്ലേ മങ്ക, അതടി. നാറ്റ്സ് എന്തൊരു കളിയാടാ കളിച്ചത്. ഇത് എന്തിനാ ഒരു ജെനറ്റിക് ജയിക്കും ഈ മാപ്പ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജെനറ്റിക് ജയിക്കൂടെ? ഞാൻ ശരിക്കും പറയാലോ, ഈ ഒരു കമന്റ് കാരണം കിടില്ല. അവന്റെ കൂടെ ഫാൻസി കൂടെ ഉണ്ടായിരുന്നല്ലോ, നൈസ് ആയിരുന്നു. അവിടെ ആ പ്ലാൻ ചെയ്ത കറക്റ്റ് അടുത്ത് കൺകസ് ചെയ്ത് കൊടുത്ത് കണ്ടാടെ ആസ്ട്രോ. കളിയല്ലേ വിഷയം.
Practicing his aim, of course, very important. And I'll tell you what, as we go to stage shots, he's still practicing his aim. So ലൈവിൽ സ്പാം കാണുന്നില്ലല്ലോ. he's hitting nothing but body shots. 7-4. പെനറ്റിക് എന്ന് പറഞ്ഞ ലോയ്സ് ജയിക്കും എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ചാറ്റ് 7.29 AD ബ്രദർ. But 8-4. Oh, and frustration on the other side of the stage. ജയിച്ച് ഇത് നല്ല കളി. 7-5 ആണ് 8-4 ആണ് ഇത് നിങ്ങളുടെ പ്രൊഡിക്ഷൻ. 7-5 or 8-4. ലൈക്ക് അടിക്കണേ. 1.7 ലൈക്ക് അടി. ഞാൻ എന്റെ ലൈവ് ലൈക്ക് അടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ലൈക്ക് അടിച്ചു. 3 big ultimates and very close to the others, but really it's the Hunter's Fury that can change the round. The other so situational, and that can be instantly cancelled by Yash. That's the thing, he was so good with the timing of it that it almost doesn't matter. It's the early pop. ഹെവനിലോട്ട് അടിച്ചത് കൊണ്ടില്ല. Try and catch him now, but Rashi's are റിവീൽ വെച്ചിരിക്കുന്നത്. Backhand is just sat back there. ഓ അതൊരു വികൃതിയുള്ള ആംഗിൾ ആണ്. It's exactly what they were looking for. Crashy's not even giving the fight, denying utility for the post round. Backhand found another. They're desperately trying to find ground on the liquid side, find someone to fight. Turns, leaving it. എല്ലാരും കൊന്ന് ആളിയെന്താ ഒരുത്തനെ പൊക്കാൻ വേണ്ടി കളിക്കണേ. He should be able to know he's എടാ baiting. He's trying to get പൊക്കിയില്ലടാ. did not work. പൊക്കിയില്ലടാ. പൊക്കിയാ മതി. അവൻ മെഡിക്കൽ അടിക്കണ്ടായിരുന്നല്ലേ അങ്ങനെ. Before we come back for the second half, we've got some special guests in the house. Let's give some special welcome to Mimi, Akita, and Drew from G.Skill playing like PRX. മുട്ടൻ ത്രോ അല്ലേ ഇടയി. മിനിബു എന്തിനാ അടി അടിച്ചത് ബാക്കി നിന്ന് അടയി. നമ്മളെ സമയം വന്നിരിക്കുകയാണ്. നോക്കട്ടെ. അല്ലാത്തപ്പോ നമ്മൾ തുപ്പിയ സ്മോക്ക് തരും. നോക്കട്ടെ എന്തൊക്കെ വലിയ വിഷയം നടക്കണ. ഞാൻ എപ്പോഴും ആ സ്മോക്ക് ഇടും. മുട്ടായി തരും. തരത്തില്ല ഈ തരത്തില്ലേ. മുട്ടായിന്നല്ലേ ഉള്ള അത്യം കുറിച്ച് പറയണ്ട. കഴിഞ്ഞ ബോട്ടം ഫ്രാഗർ ആയിരുന്നേ. പറയട്ടെ ഇവിടെ എന്തിന് നടക്കണേ. ബോട്ടം ഫ്രാഗർ ഒന്നല്ല ഞാൻ. കഴിഞ്ഞ ബോട്ടം ഫ്രാഗർ ആയിരുന്നു. പട്ടി വിട്ടാ നിനക്കുള്ള ആളിയാ. പിത്തൾ നോക്കട്ടെ. ഇതാണ് നമ്മളെ എന്റർടൈൻമെന്റ്. കാരണം ഞാനാണ് ടീമില് IG. അതുകൊണ്ട് ഞാൻ എപ്പോഴും ടിപ്സ് ഉണ്ടോ എന്തെങ്കിലും വഴിയുണ്ടോ എല്ലാരെയും നന്നായി കളിപ്പിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഫ്രണ്ടിൽ കൂടെ കളിച്ച് ജീവിതം വെറുത്ത്. അല്ല ആദ്യത്തെ എനിക്ക് മനസ്സിലാവടോ കോള് വിളിച്ച് ബാക്കിയുള്ളവരെയും കൂടെ കളിപ്പിക്കണം എന്ന് കളിക്കുമ്പോ ഉണ്ടല്ലോ മൈൻഡ് ഫക്കോത്ത ഇന്ത്യ. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കോള് വിളിച്ച് കളിക്കണമെങ്കിൽ വല്ല പാസീവ് ഏജന്റിലും കളിക്കണം. ഇങ്ങനെ വല്ല ബാക്ക് സ്റ്റാ പറഞ്ഞാൽ വല്ല എടുത്തിട്ട് കോള് വിളിച്ച് കളിക്കണം. അല്ല ഡ്യൂലിസ്റ്റും ഇനിഷ്യേറ്ററും നിർത്തി ഒരു കോള് വിളിച്ച് കളിക്കുകയല്ലേ മൈൻഡ് ഫക്കായി പോകും. അളിയ പിത്തളൊക്കെ വൻകിട കളിയളിയാ. നാറ്റ്സടാ നാറ്റ്സ് പൊക്കിളി വെടിയിക്കണ നാറ്റ്സ് ചന്തിയിലും പൊക്കൾ കില്ലറാണ്. മർമാണിയാണ് ശരിക്കും പറഞ്ഞ പിത്തള. മർമ്മത്തി മാത്രമേ വെടിയിക്കുള്ളൂ. ചന്തി പൊക്കള് മണി അങ്ങനെയാണ്. തല മർമ്മങ്ങളിൽ വളരെ ഇതാണ് മനസ്സിലായ. തല മർമ്മത്തിലില്ല. ഇവിടെ നന്നാക്കിട്ടോ മിക്കവാറും. കാം എയിംലെസ് ഇതാ ഫോണുണ്ട്. ഇപ്പൊ പിത്തള ഒരു സഖ്യങ്ങ് കാം എയിംലെസ്. എങ്ങനെയെങ്കിലും തോപ്പിക്കണം. അതിനാണ് വന്നത്. ബ്രോ യു ആർ കറക്റ്റ്. നിങ്ങളുടെ ഡിപ്രഷൻ മൂഡ് മാറി ഹാപ്പിനെസ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സായി ബ്രോ. ഡിപ്രഷൻ എന്നൊരു സാധനം ഒന്നും എടുക്കരുത് ബ്രോ. നിങ്ങൾ എപ്പോഴും ലൈഫിൽ ചിന്തിക്കുക. നമ്മൾ എല്ലാവർക്കും ഒരൊറ്റ ലൈഫ് ജയിക്കാനായിട്ട് ഒന്നും ഉണ്ടാവും. ചിരിക്കുന്ന സമയത്ത് എന്റെ വിഷമങ്ങളും വണ്ടിയാണ് മനുഷ്യനല്ല. പെട്രോൾ പോയിട്ടുള്ള ബാക്കി കാശാണ് എന്റെ വന്നത്. Man, Baba Ramdev playing Valorant at midnight. Joki. പിത്തൽ ലൈഫിൽ എല്ലാരും പറ ജോക്കി ഇങ്ങനെ ഇട്ടെന്ന് പറ. എല്ലാരും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും കുത്തിത്തിരിപ്പാണെന്ന്. നിങ്ങളും എല്ലാരും കൂടെ ചെന്നിട്ട് അറിഞ്ഞ ജോക്കി ഇങ്ങനെ വെന്നീരെ ലൈവിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഡീൽ ചെയ്ത സെറ്റാണ്. ജോക്കി സമാധാനം തീർന്നു ജോക്കിയില്. ഇനി ജോക്കിയിലും തീർന്ന്. വാലറണ്ടാ
ഇവിടെ ഉണ്ടേ. ജോക്കി ഇപ്പൊ അവിടെ കിടന്ന് ചിരിക്കുകയായിരിക്കും. എടാ തള്ളേ അവിടെ ആരെങ്കിലും പറഞ്ഞാ നോക്കട്ടെ. വലിയ കടുവ ആരെങ്കിലും ഒക്കെ പോയി പറയണേ. ഞാൻ പറഞ്ഞ അപ്പൊ എന്റെ കുത്തിത്തിരിപ്പാണെന്ന്. മാച്ച് സ്റ്റാർട്ട് ഒന്നും ആയില്ല. ഇങ്ങനെ സ്റ്റാർട്ട് ആവില്ല. എടാ സ്റ്റാർട്ട് ആയടാ മാച്ച്. എടാ തള്ളേ മാച്ച് സ്റ്റാർട്ട്. ഇത് സെക്കൻഡ് ഹാഫ് അല്ലായിരുന്നല്ലേ? മൂഞ്ചിയുടെ ഫെനറ്റിക്ക് തോറ്റ് പിസ്റ്റൽ റൗണ്ട് ഡേ. കുഴപ്പമില്ല. സോറി ഗൈസ് സോറി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ മാച്ച് കഴിഞ്ഞെന്ന് വെച്ചിട്ടാണ് ഇത്രയും നേരം എടുത്തപ്പോ കൺഫ്യൂഷൻ. റീപ്ലേ ആണ് നോക്കട്ടെ. അവരിതാ വരുന്നു. ഒരുപാട് അടുത്ത വെറുതെ വെടി വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയപ്പോഴത്തെ ചത്ത്. ബോസ്റ്റർ റൊട്ടേറ്റ് ചെയ്തപ്പോ ചത്ത്. അടുത്തതിന് ഇവരെല്ലാരും കൂടെ പണി. വേറൊരുത്തനെ എല്ലാരും കൂടെ ചെയ്തു. വെരി ഗുഡ് വെരി ഗുഡ്. ആരെങ്കിലും പറഞ്ഞാൽ നോക്കട്ടെ. Jockey said, damn, they're playing Valorant. Reply reply പറഞ്ഞു തരുന്നതാണ്. ഇതിന്റെ ചാറ്റിൽ റിപ്ലൈ വന്നാ. ജോക്കി സെറ്റ് പ്ലേ സെറ്റ് സെറ്റ് ദാനം പോയി ദാനം പോയി. വിളിച്ചു പറയാം. ഉമ്മി വിളിച്ചു പറയാം. അല്ല വിളിച്ചു പറയണ്ട. കാണും എന്തായാലും. റിപ്ലൈ കേൾക്കാനാണ് നമ്മൾ ഓണാക്കി വെച്ചിരിക്കുന്നത്. നൈഫ് ചെയ്തടാ തിരിച്ച്. നൈഫ് ചെയ്തടാ തിരിച്ച്. തിരിച്ച് കുത്തിയിട്ടടാ. Behind you, what a surprise. Yes, you did. Same actually. Same. Jack Igo for the gun buddies. I forgot to thank you for mine the other week. Jack appreciate that. Counts as well. Oh no. No more. But 7-7. Double 9. അടാ അടുത്തന്നെ കുത്തിയേനെ. പിത്തൾ ലൈവാണെന്ന് മറന്നാണ്. ചാറ്റ് നോക്കണില്ലടേ. ഞാൻ മ്യൂട്ട് ചെയ്യണം. എനിക്ക് റിപ്ലൈ കേൾക്കണമെന്നുണ്ടോ? നിങ്ങൾ ആരെയും പറയണേ. തിരിച്ചു കൊടുത്ത് 7-7 സ്കോർ ആയി. കായക്ക് കയറി പോകുന്നുണ്ട്. For Fnatic, this is a must win. An achievement that has to find its way. 3-0 ആവുമോ? Map is under threat. Turns his attention to the site, making it look easy. Fnatic, like a hot knife through butter, they have completely diced the Liquid up in this. Every fight taken, every fight won. മാക്സിമം കൊല്ലാനേ നോക്കുള്ളൂ. ജയിക്കാനായി നടക്കണ damage, I suppose. ഒന്നും നടന്നില്ല. Much of an answer in favor of Liquid. ചാറ്റ് റിപ്ലൈ എടുത്താടേ. ചാറ്റ് കണ്ടായിരുന്നാടേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് റിപ്ലൈ അറിഞ്ഞേ? ചാറ്റ് കണ്ട side is the more direct hits. A lot of the time, you're either going to end up in a firefight or you're going to end up in an empty site. And both of those are absolutely fine from Fnatic's standpoint. It was his second knife though. He could have got a 2 for 1. Could have been a second knife kill of this map, of that round. But 8-7. They still look at the full buy backup. They didn't get much damage done in the previous though, so good signs early on for that Fnatic attack. Great flashes bought them the first angle, but look at the rotates. Liquid seem to have their playbook in front of them. They know that it's coming through. അവൻ എല്ലാരും വെടിയിച്ച് അവസാനം അവൻ ഇറങ്ങി ഒന്ന് വെടിയിച്ച് കൊന്നു എല്ലാരും. ചുമ്മാരി വെടി അങ്ങോട്ട് വയ്യണില്ല. വെയിനെ ക്രാഷീസ് മാത്രം. പിത്തളുടെ മൂട്. പിത്തള മതിലിന് വീണ് ചത്തവൻ. അവൻ വീണളിയാ. It was a choice of dying to an opponent or dying to the ground, so if anything it's good or പിത്തൾ എന്തിനു പറഞ്ഞല്ലേ? അത് കണ്ടായിരുന്ന ചാറ്റ്? പിത്തൾ കണ്ടില്ലേ?
ചാറ്റ് നോക്ക്. ഇവൻ കലിപ്പായി ഒരുത്തവനെ ബാൻ ചെയ്യേ. Mastermind, but they were so quick with the rotation. I thought that Wayne was honestly going to be dead to rights immediately. He's nothing smashing. Look, he's smashing his mouse. Considering Minibu was smashing his mouse a few rounds ago, it's quite funny to hear. they talked about and you can see him, man. He's having fun down there. He's poking it. ഇത്ര ലൈവ് ആണെന്ന് മറന്നു കേട്ടാ. അയാൾക്ക് 2 കില്ല് എടുത്തടാ. Score to settle from that last half. Oh! He's found himself a double opening, adding to it his alpha. And Wayne and Purpo, mere seconds into the round, find themselves alone. Maybe the pointing and laughing was a little bit too much. Yeah, maybe. കാണാം സായി. ഇപ്പൊ അല്ല ഇത് കഴിഞ്ഞിട്ടാണ് വാച്ച് പാർട്ടി Took കഴിഞ്ഞിട്ടാണ്. home the most awards in ഞാൻ ജസ്റ്റ് ആ ചാറ്റ് കണ്ടാ നോക്കാൻ വേണ്ടി മാത്രം at the എടുത്തതാണ്. same time. And you have just witnessed why I like this. Just a pause from Fnatic. This team's used to playing in the late round. They managed to get that many openers within the first 15 seconds. And Wayne, he's almost walked past everybody. ഒരു 5v2 ആണ്. എന്നിട്ട് ഇവര് ഒന്നും ചെയ്യുന്നില്ല. പയ്യെ അടുത്ത ആളെ കണ്ടുപിടിച്ച് അടിക്കുന്നു. He's actually done all right there, though. He's taken 0 damage, got out. Wayne is being watched for, though. വെയിൻ എവിടെയെന്ന് അവർക്ക് മനസ്സിലായി. പാപ്പാണെന്ന് മനസ്സിലായി. അവർ നേരെ ബിയിലോട്ട് പോകണം. രണ്ടുപേരെ ഇൻഫോ കിട്ടി. രണ്ടുപേരെ ഇൻഫോ കിട്ടി നേരെ ബി പോകണം. ഇവൻ വരുന്നുള്ളവർ പ്രൊഡിക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്നുള്ളത് അവർ പ്രൊഡിക്ട് ചെയ്യുന്നുണ്ട്. Crashies go to backside here. Wayne knife out though. Should be dead. 2 rights and it will be Crashies to deal the death blow. കളഞ്ഞടേ. ടോക്കൺ കിട്ടി ആളിനെ ചെയ്ത്. ഒന്നുകിൽ സേവ് ചെയ്യണമല്ലോ ചാടിച്ചാണോ എന്ത് ചെയ്യും? Even going for it at this point is completely null and void. Again, they're probably going to be hunting them down, and they might even have heard those steps. I think Crashies might have. And considering the fact that he's 1 away from Hunter's Fury after that previous pick, you know that he's going to hunt you, chase you to the ends of the earth. The thing is, Purple's also not far away. The thing is, you look at maybe 1 away from home. That will help him out at least in the next round. But this rifle would definitely be useful. Kayak's going to be the one taking the fight. Purple doesn't even react. I think maybe expecting there to be a second layer to this. Oh, there it was. He's full blind. Full blind. Worst case scenario for him in that moment. For Fnatic, though, that is the lead back in their hands. The back and forth in the second half continues. ഇത് വല്ലാത്ത വിഷയമാണ് from Kayak. It is just sublime. Keep in mind how heartbreaking it could be for Fnatic losing out here. They were 1 round away from qualifying there yesterday. Having to turn around this quickly, play that BO5 against, after this game, to say historic rivals really is an understatement. These guys have been trading blows since. Don't say GG until it's GG. Lois, ഞാൻ GG ഒരിക്കലും പറയില്ല. അത് ഫെനറ്റിക്കിന്റെ an important grand final. പക്ഷെ അവർ എങ്ങനെയും കയറി വന്നാൽ അതിന് ഫെനറ്റിക് ഇല്ലാത്തൊരു മാസ്റ്റേഴ്സിനെ ചിന്തിക്കാൻ പോലും വയ്യ. പിന്നെ ആകെ ഒരു സന്തോഷം EDG ഉണ്ട്. പിന്നെ BRX ഉണ്ട്. Ever since then, BRX ജയിച്ചെങ്കിൽ കിടിലം വരുന്നേനെ. Even getting to finals has been a. നിങ്ങൾക്ക് ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? എന്ന് വെച്ചാൽ അടുത്ത മാസ്റ്റേഴ്സ് ക്വാളിഫൈ ചെയ്ത ടീംസിൽ നിന്ന് ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? ഇപ്പൊ നമ്മുടെ സ്പെസിഫിക് ആണ് നമ്മുടെ റീജിയൻ. നമ്മുടെ റീജിയനിൽ നിന്ന് ക്വാളിഫൈ ആയ ഒരു PRX T1 നോങ്ഷിങ് ആണ്. എനിക്ക് ശരിക്കും നോങ്ഷിങ് ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട് ബ്രോ. അതെന്തെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറയാം. പെസിഫിക്കിലെ ടീമാണ്, നമ്മളെ റീജിയനിലെ ടീമാണ്. അവർ ഫ്രാഞ്ചൈസി ടീമല്ല. അവർ എല്ലാം കളിച്ച് അസെൻഷനെയും കളിച്ച് പെസിഫിക്കിൽ വന്ന് അതും ജയിച്ചവരാണ്. മനസ്സിലായി? അപ്പൊ അവര് ഭയങ്കര ഡിസേർവ് ചെയ്യണവരാണ്. എനിക്ക് നോങ്ഷിങ് ജയിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. അവര് ഒരു ഫ്രാഞ്ചൈസി ടീം ആവണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കിടിലം പ്ലെയേഴ്സ്, കിടിലം ഹാർഡ് വർക്കിംഗ്. അതുകൊണ്ട് മാത്രം നിങ്ങളെ PRX T1 PRX MIBR ക്വാളിഫൈ ആവുമെന്ന് ഇന്നറിയാം. എനർജി MIBRന്റെ കളി ഇന്നുണ്ട്. Best of 5 ആണ് അത്. A kill was found, but this is dangerous. This is worrying for Fnatic. They are walking into the trap. The time ticking down. Minibu now with ult online. A judge still in the corner. It's all falling apart. ഒരു ഹെൽത്ത് കളിയാ വെയിൻ. ഒരു ഹെൽത്ത് ബ്ലൈൻഡ് ചെയ്ത് അളിയാ ചെയ്ത് കളിയാ ഫാൽഫെയറിനെ പണി. Chance to extend their league, but they have tripped and fallen once again.
when you see that damage pop up after the round. Let's go liquid. അവിടെ ലിക്വിഡിന്റെ ഫാൻസ് ചെയ്യുന്നുണ്ട്. Mouse might be broken after that. എന്റെ അമ്മ ലിക്വിഡ് വലിയൊരു കളിയടാ കളിച്ചത്. മിനിപ്പോ ഭയങ്കര കളിയട്ടാ ഇപ്പം. ഒരു ഹെൽത്തിലിരുന്ന് പണിയുടെ ആൽഫയറിന് എല്ലാരും കൂടെ കേറി പണി കളഞ്ഞ്. What are you doing? What you doing, bro? Whoa, we muted that one real quick. മ്യൂട്ട് ചെയ്തേട്ടാ കട്ട ട്രാഷ് ടോക്ക് ഉണ്ട് കേട്ടോ ഇതില്. But Team Liquid, you can see with the weaponry Fnatic have, it's Liquid with a clear advantage. But Kayak's Blade Storm has definitely bailed them out before. They're avoiding giving him any chances here. He's already made it to the backside. Now there's danger brewing. It's Nats who will face this. Whoa! What a shot by Kayak! Whoa! The second, the stun from Miniboo makes it too hard. And sublime. But an immediate response. ആൽഫയർ ക്രാഷീസ് ബാക്കിയുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്നലെ റൗണ്ട് പിടിച്ചെടുത്ത 2 പേരാണ്. 3 പേരാണ്. അതിൽ 2 പേര് ബാക്കിയുണ്ട്. വെക്കാജും ഉണ്ട്. അവന്മാർ എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്ത് പിടിച്ചു കൊടുത്തേ കൊള്ളായിരുന്നു. അളിയനെ ചെയ്തളിയാ ഒന്നും പിടിച്ചില്ല അളിയാ. ടീമിലേക്ക് കളി എടുത്തോണ്ട് പോണടേ. അടുത്ത കളിയാണ് നിങ്ങൾ ഇരിക്കണുണ്ടാ? And sending out one of their biggest rivals, one of their historic foes that they have a pretty poor record against overall. But this one is not going to give a damn. Especially when you look at the likes of Purple and Wayne, the opportunity to make it to that first time international, especially for Purple. You talk about Wayne as a youngster who's coming up to the league for the first time. Purple's been around the block for a long time. This has been a journey. Time out വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? I'm lurking right. I'm getting some picks right. അടിയായി 119 ഓടാ റൈന. ഞാൻ എക്സ്പെക്ട് ചെയ്ത അവിടെ ഇപ്പൊ ഇത് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ആണെങ്കിൽ ഉറപ്പാണ്. വേറെ ഫെനക്ടി ഹൂ ഇസ് ബോസ്റ്റർ എന്ന് കണ്ടോ? ഇപ്പൊ കളി തുടങ്ങി കാണുമെന്തോ. നക്കി എഴഞ്ഞ് കേറി പോണുണ്ട്. അവനെ പണി ഇത്തൾ ഇവിടെ വന്നിരിക്കുന്ന ആരും വിചാരിക്കൂല കേട്ടാ. ആരും വിചാരിക്ക ഇവിടെ ഒരുത്തം കാണുന്നു. ഓ പടം വരച്ച അവിടെ കിടന്ന് കൊള്ളാം. നല്ല കളി. Okay, അടുത്ത കളി തുടങ്ങാം. This has been a half of a map that they are normally very good at, but Liquid every time seem to be finding answers, finding impossible rounds. You call a pause and Liquid come in with immediate aggression. A main sees Paranoia and the relay bolt thrown through. Neon sliding in and sliding right back out. The early aggression doesn't find anything, but look at the second layer. After tucking up in the standard chamber spot, so much space, but Alpha's ready. We've seen that patience before as he sits and waits on mid, finally rewarded for it. ഇന്നലെ ഞാൻ വലിയ വന്നില്ല. നീയൊക്കെ പറഞ്ഞാൽ എന്റെ തലയെ വെച്ച് തന്നെ അത് ഇന്നലെ വരാത്തത്. For Fnatic to play with. The B site has a singular defender. Camo's opted to play with the Judge, which, hey, if he gets supportive smokes to help him, maybe that will hold some value, but VCT as of right now, he is left completely in the dark. Without utility to play with, without any help whatsoever. He's trying to use the opposing smoke against them, try and hide within it, and there's a spike on the ground. He's done well so far, but immediately spam down. The rest of the team are only just getting into position. Miniboo looking to try and run through the smoke, but there's a man on the other side just waiting. The hold is enough. Because he was so isolated. I can't blame Wayne. Of course, he was over main. And it takes quite a while to rotate over into a spot where you can get that up just a second too late. Just having that patience and waiting for the play down mid. After early A aggression being denied, Fnatic knew that there was likely to be more coming their way. Liquid's defensive aggression becoming predictable. A long time ago.
Fnatic have been dealing with the same issue that Liquid had in the first half. It's only been individual rounds. Come on, Still 2K got like. good ults to play with for this one. Hunter's Fury available on this walkabout. It's Boston happening again. ulti, The Alpha drone ulti, Crashes being ulti, sent through Fnatic to 3 ulti ഉണ്ട്, maybe Astra try and ulti. deal with Alpha yet, but he's ഇവന്റെ sitting so പേരെന്തിനായിരുന്നു? much further back. Vito എന്നേ Shock മനസ്സിൽ Dart പറഞ്ഞുള്ളൂ. clearing some of the utility, but that's all a ruse. And Sova in the ulti ഉണ്ട്. meantime, ഏജന്റിന്റെ that B പേരെന്തിനായി? side is once again fairly open. Fnatic ആരും might പറയില്ല, be ഞാൻ about to കണ്ടുപിടിക്കും. try the rinse and repeat. വീറ്റോയ്ക്ക് മുമ്പ് ഇറങ്ങിയ Those players are പേരെന്തിനായിരുന്നു? There's എനിക്ക് ഒരു another രീതിക്ക് drop എന്റെ പേര് towards the ഓർമ്മ B വന്നില്ല. side. That's been pinged. സെന്റിനലാണ്. സെന്റിനലിൽ വരുന്ന We don't see ഏജന്റിന്റെ the പേര് rotate just yet. It will be Vito, Wayne. Cypher, Now to do it all, essentially. The smoke comes in too late to properly delay them, and the flash completely blinds Wayne. He's dead to right, and B has fallen. The battle lost before it began, and with Camo down, the resurgence of Fnatic is undeniable. Should be no surprise to see Nats here with that wall just fading moments ago. ഓ നൈസ് സ്പ്രേ ട്രാൻസ്ഫർ നടന്നില്ല. നാറ്റ്സ് മാത്രം ബാക്കി അടിച്ച് കാര്യം കളഞ്ഞ് പെനൽറ്റിക്ക് ജയിച്ച്. For Fnatic, the lead is theirs, and it's a എന്റെ nick എപ്പോഴും of കളിക്കോ time. എന്ന് പറയുന്ന ഏജന്റാണ്. Become a എന്റെ flame. പേരെന്തിനാണ്? Yeah, it ആ seems മുള്ളോടാണ് what I said in that pause is working. മുള്ളോടെ പേര് Holding for that early വൈസ്. aggression down ഞാൻ mid, ചാറ്റ് constantly നോക്കിയേട്ടാ. adapting the setup എനിക്ക് so ഒരു that when രീതിക്ക് ഓർമ്മ Liquid get വന്നില്ല. aggressive, they're not just dealing with the same player. There's different layers to it, but also I think just the pressure on B. Like they've noticed now that okay, they've been gambling a lot on that A site, having multiple players there, and then leaving Wayne, who I'll be honest, so far has been incredible. But this time was dealt with. The round before it was Camo who was dealt with, and once they get into those positions, that's where it becomes so much tougher for Liquid. ഞാൻ നോക്കി ചാറ്റ് നോക്കി. എനിക്ക് ഓർമ്മ വന്നില്ല. അടുത്ത ടൈമോട്ട് വിളിച്ചടാ. വാട്ട്? ഇതാണ് നമ്മളെ സമയം. വീണ്ടും അതേ സ്ഥലത്ത് അതേ സമയത്ത് അതേ രീതിക്ക് പിത്തള് മാത്രം 9-2. ഇതെന്തൊരു കരിപ്പിലാണ്. ആടി മിഡ് പീക്ക് വീണു, സൈഡ് ക്ലിയർ. അപ്പോഴേ കണ്ണൻ ചേട്ടാ വാലോ അക്കൗണ്ട് സേവ് ചെയ്യാൻ ഗ്രൂപ്പ് വല്ലതും അറിയാം. അവനെ ബാൻ ചെയ്തേക്ക്. പിന്നെ എങ്ങനെ ഇറക്കും ഈ ഒരു മിഡ് ഒരുത്തുണ്ട് ഓപ്പർ. ഒരു കാര്യം ചെയ്യും, ഈ റൗണ്ട് എന്നോട് വെടിവെക്കാൻ കളിക്കുമെന്ന് ഉണ്ണി. ഇവിടെ കളിച്ചോ, ആ മൂലയില് ഇവിടെ കളി. അവിടെയല്ല ഇവിടെ. ഓ കമ്പിയൊക്കെ ഇത്രയും നീളത്തിൽ കെട്ടാൻ പറ്റുമോടെ? ട്രാപ്പിൽ ആള് കൊടുക്കും, 2 ട്രാപ്പിൽ ആ സമയത്ത് അടിക്കാൻ കളി. 2 ട്രാപ്പിന് ആള് കൊടുക്കും. മനസ്സിലായോ? നോക്കട്ടെ, ഇത് കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ കളി തുടങ്ങിയടെ കാണാൻ പറ്റില്ല ഈ ട്രാപ്പിൽ. They want the results towards the top, but if they don't get it, they're willing to make the changes they need to make sure they do next time. Let's go. The buy in this round for Liquid, not the best. I think that was something that was almost definitely discussed. Do we want to risk it in this round and maybe have 2 not perfect buys? Or do we want to go all the way? They gambled on B. It's understandable. The last couple of rounds have been late B hits, so they stack it early. This time Fnatic swap and directly hit A. They get themselves a space, and now they get the post as well. Now you've got convergence path, but considering no big investment from Liquid, you'd imagine they keep it. Now a player down, that has to be a certainty. Let's see Camo move towards heaven, but they will be diving in to trade at least, but Liquid a man down. Smoke now blooms. Spam's not good. They get close to the spike, but everybody's falling. They can't get back up. For Fnatic. ഫെനറ്റിക്ക് മുട്ടാൻ കളി. ഫെനറ്റിക്കിന്റെ മാപ്പടാ അബീസ്. We were going to see them show up here today. 2 chances to at least lock in a map. Yeah, we expected one of their choices to be clean. It's been anything but. എടാ ഫെനറ്റിക്ക് തിരിച്ച് കളി എടുത്തോണ്ട് പോകണല്ലോ. Now they sit just one away from taking away the game after this pause. It's crazy. Elena, which is the best duelist in your opinion and why? അത് നിയോൺ യോറു റേസ് ആണ് ബെസ്റ്റ് ഡ്യൂവലിസ്റ്റ്. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻഫർമേഷൻ ഗ്യാതറിങ്ങും സൈറ്റിൽ കയറിയിട്ട് കൺട്രോൾ എടുക്കാനും ബെസ്റ്റ് ഏജൻസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് 4 ഇപ്പോഴത്തെ മെറ്റീരിയൽ ഏറ്റവും യൂസ് ചെയ്യണ 4 അതിൽ ഏറ്റവും യൂസ് ചെയ്യണത് യോറും നിയോണും ആണ്. റേസ് ഒക്കെ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. They should have seen the shock went high, but that trip is still up towards the right side.
Getting anything from it will be difficult. Purpo, the only man close by. The drone is keeping him back and getting towards the side. And trip completely avoided. I say that as one gets caught. But no ulti അടിക്കുന്നു ക്യാമ ulti അടിച്ച് ഒരു ബോംബ് പ്ലാന്റ് ചെയ്യുന്ന മാസ്റ്ററെ കൊണ്ട് ulti അവര് നേരെ കയറി ആടിയാ നൈസ് ഇല്ല ക്രാഷേഴ്സ് അടിക്കുന്നു ആൽഫയർ ബാക്കി എന്റെ മോനെ തിരിച്ചു പിടിച്ച് പാപ്പോ ഒരു കില്ല് ഒരുത്തം ബാക്കി ആൽഫയറിന്റെ ചേട്ടൻ അനിയനെ വലിയാണ് അതുപോലെ ഇരിക്കാൻ കാരണം ആൽഫയർ അല്ല സോറി കയാക്കിന്റെ narrow margins to say the least. It definitely helped out getting that convergence path, the reveal also giving up everybody at the end. He's scared of my sabla. Oh no. But they had to dump everything. He's scared of they my have no orthodox to play with in this sabla. next round. Okay, Fnatic used a couple of their own, but they ഇംഗ്ലീഷ് definitely have അല്ലെന്നാണ് more to പറഞ്ഞത് play with going into the final round of regulation. And hey, they had a success on A, they had a failure on A. But they're looking to continue in that direction once again. വീണ്ടും കേറി ചെല്ലുക എയിലോട്ട് ഡ്രോൺ ചെയ്യുന്നു കേറുന്നു വേറെ സംസാരമൊന്നും ഇല്ല. So the drone clears so much space. They can take presence on the site now. Fnatic getting a little leg up thanks to a missed piece of utility. The site's already theirs. TP coming in as well from Wayne. This is Liquid. Laying out solid for the retake, but the spam's already dropping out. Liquid are fighting back. എടാ മിനിബു എന്റെ അമ്പോ എടാ മിനിബു 3:30 എങ്ങനെയാണാ കൊന്നത് ഞാൻ കണ്ടതൊന്നുമില്ല റീപ്ലേയില് കാണണം എന്റെ അളിയാ ഇത് ഓറ്റി ഫ്രാൻഷൈസിന് ഒന്നും ചെയ്യാൻ പറ്റാ ചാവും ഇത് സക്കിയപ്പെടും സക്കട് എന്റെ അമ്മോ എന്തായാലും ഫീനിക്സ് യൂസ് ചെയ്യുന്നത് അത് ഭയങ്കര സെൽഫിഷ് ഏജന്റ് അല്ലേ ഫീനിക്സ് എല്ലാരും യൂസ് ചെയ്യാനില്ല ഫീനിക്സ് ഇപ്പം BRX യൂസ് ചെയ്യാനുണ്ട് പക്ഷെ കൊള്ളാം അത് നല്ലോണം കളിക്കുന്നുണ്ട് അതെടുത്ത് വെച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ അത് എന്തുകൊണ്ട് ചില മാപ്പ് അനുസരിച്ചാണ് ചില ഡ്യൂലിക്സിന് ചില പിക്കുകൾ ഇപ്പൊ വീറ്റോ ചില മാപ്പുകൾ എടുക്കും മനസ്സിലായോ അടുത്ത കളി ഓറ്റിയിലേക്ക് പോയാണ് ഗായ്സ് എന്റെ അളിയാ തിരിച്ചു പിടിച്ചടാ ടീം ലിക്വിഡ് മിനിബു അവിടെ എങ്ങനെ കൊന്നതാണ് കിളി അത് കണ്ട് Don't say GG until it's over. Penalty. Guys, ഇത് ആര് ചെയ്യും ഗൈസ് ഇത് ആര് ജയിക്കും നിങ്ങൾ പറ ഈ ഒരു ഓറ്റി ആര് ജയിക്കും രണ്ട് ഈവൻലി മാച്ച് ടീംസ് 4K by മിനിബു ആ പ്രസാദ് ബ്രോ The op maybe didn't find its rhythm in every round. Team Liquid Fnatic കൂടെ കളിച്ചപ്പോൾ ടീം ലിക്വിഡ് ഒരു മാച്ച് പോലും ഇല്ല ഫെനറ്റിക്കിന് ഇപ്പൊ നോക്ക് വ്യത്യാസം ഇപ്പൊ ടീം ലിക്വിഡ് ചെയ്ത് രണ്ട് മാപ്പ് ഈ മാപ്പ് ഓറ്റി just moments കയാക്കിനെ പണിയുടെ This crack has become far too big to manage. Everything slipping into it. The hopes and dreams of Fnatic to break that curse. They might be ending here. Oh yeah, the legendary Liquid lower bracket runs. Alpha we've seen so many times Alpha under pressure, he's stunned up, but has managed to hide in the corner. He's completely isolated. It's only going to be the one. They needed more from that. Cowboys had a quiet game, but this attack ground would certainly belong to him, and Crashies is even just trying to escape away. Shock darts into the corner, utility being sent in to deny. And a swing surely coming. The second Purpo has the contact. He doesn't even need the swing. Doesn't even need the help. Nice shot from Crashies. Crashies nallor shot adichirthu. One round away. From team Liquid 1 round away from 3-0 in Fnatic. Sheda. And in this round as well, the adaptations cleared that peak from that signifies they know your setup, brother. Alfears had success there. We said how dangerous it's been in previous matchups. I'm 7, you still can't beat me! We saw it here as well, and then Nats waits for the flash. Once it pops, he swings, and the trade is there immediately. Very well handled.
And if they get another overtime, something for Fnatic to consider. But now's not the time to think about that. The defense, that might have been the last time you get to play it. Fnatic have to fight for it. They have to earn another shot as Liquid stand on the precipice of a 3-0 victory over Fnatic that we have not seen for a long time. What is their decision? On both sides of the map, they've been able to get in. They've been able to take space. They've been able to even get into a post spawn, but those retakes, those fierce, fast breaks out from Liquid have been a nightmare. They've sent Crashies over towards the safe side to drone. We've seen this before. Send it through, shock darts to destroy. Purpo not calling for help though. He's seen nothing else. They've left 3 players into the back of this B side, waiting for the push to come in. Now rotating over. Fnatic walking straight into control. But Boast is there with the trade. As Vekash is there with another. Nice. Not dead in the water just yet. Nats misses the shot to start as well. Fnatic might just have bought themselves that extra little bit of time. Another shot at a squad that has never 3-0'd them, never looked this dominant. ആ ജെറ്റിന് കേറാൻ ആസ്ട്രോ ഒരു പോഹ ഇട്ട് കൊടുത്ത് അത്രയും ഭാഗത്ത് കേറി എന്നിട്ട് കയോ ഫ്ലാഷ് ചെയ്തെടുത്ത് ഇറങ്ങി വന്നുണ്ട്. അതൊക്കെയാണ് കളിയുടെ. നമ്മൾ ഇങ്ങനെ കളിക്കാറില്ല. The perfect read as well from Liquid. You have 4 players on a site that Fnatic go walking into, and again it's solid work from more ways than one. A brilliant flash that probably should have gone in the opener, but even then it's his fragging power that എനിക്കൊന്ന് അടുത്ത മാപ്പ് പോകുന്നതിന് പെനൽറ്റി വല്ലാത്ത കളി പെനൽറ്റിക്ക് The Camo has been able to pull back advantages, create so much space, but they are grouping up to deal with them. Nice work by Crashies to trade it out. Numbers still in favor of Fnatic, but no mistakes can be made here. These players on Liquid have already, even individually, won rounds like this, and now they're together. Great damage from Wayne. It's starting to look spooky, and around Fnatic were favored, and Liquid somehow still have a fight in them. Crashies will be spotted. Operator on the retake, also not ideal, but might work out if they attempt to get aggressive. It's a bit short. Quick double, blink and you miss it. And Crashies is only on 42 HP. He's being flanked on. Purpo's coming in from behind. He is locked in a fight, and he doesn't even know he's already lost. Surely Wayne will close it before he even gets backstabbed. 4v5 ആയിരുന്നു. ആദ്യമേ നാക്സിനെ എടുത്ത് എന്നിട്ട് മിഡിൽ പോയി ഇവൻ കുറെ സ്പേസ് ക്രിയേറ്റ് ചെയ്തു ഡുവലിസ്റ്റ്. ആ സമയം കൊണ്ട് ഇവന്മാര് കേറി. ഓ എടാ മിനിപൂ വൻ കളി. ഒന്നും പറയില്ല മിനിപൂ. Not just being in a position where they were 1 round away from making it to Santiago yesterday. They were 1 round away twice from closing this map out, from continuing the series, from keeping up the good fight. But now again they have to climb back. A team known for playing from behind. Well, they're behind in the map, behind in the series, and it looks like their luck could be running out. 13-14 and a slow-paced attack, but the same for Liquid. We've not seen much from this defense in terms of aggression in this round, which is, it's scary if you're Fnatic. What are they up to now? Last time out, Fnatic walked right into the trap. 3-player setup still remains on B, with Miniboo being that rotator, the spike. Towards A. They're going to try and almost double down on that.
They sold the ruse in one direction. They went back, but Liquid have just stopped moving. They've stopped over-rotating, and now Miniboo even starts going back in the direction. It's the same again. They're going to walk into stack site with 4 players for the second time in a row. Reveal just went up there deep in A-main. Now it's going to be 5. Liquid know the hit's coming in. They've read it. Fnatic's playbook sometimes open. In open view of Team Liquid, but they've got the and another kayak. You put numbers here, but that's just more targets for kayak's practice. Done after 14-14. എടാ ഞാൻ ഇനി കളിക്കാണല്ലോ, എനിക്ക് നല്ല പ്രാന്തായി. എത്ര കളി അവന്മാര് കളിച്ചിട്ട് തോറ്റത്. ഓ അളിയ നീ എന്തിനാടെ ഇന്ന് സൊല്ലനെ സൊക്കന്റെ കൂടെ കളിച്ചിട്ട്? അവന് കറക്റ്റ് ഉള്ള സൊല്ലനെ സൊക്കനെ മനസ്സിലായി. നമ്മള് ജയിച്ചളയാ ഇന്നെല്ലാം. എന്നാ ശരി ശരി. അല്ലല്ല നിങ്ങൾ എന്നെ കളിച്ചാൽ മതി. സൊല്ലനും സൊക്കനും സൊക്കിയും കൂടെ കളിച്ചാൽ മതി. നീ 3 ദിവസം ആദ്യത്തെ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. എനിക്ക് ഇനിയാണ് കാണേണ്ട, മനസ്സിലായി? ഞാൻ ഇനി ഇതിന്റെ ഇടയ്ക്ക് വന്ന് കേറേ ഇല്ല അളിയ. നിങ്ങളെ വാടായി, മനസ്സിലായ? അത് മതി അത് മതി. ക്ലിപ്പൊക്കെ ഉണ്ടെന്ന് പറയണ പിള്ളേര് ലൈവിൽ. നാളെ റിയാക്ട് ചെയ്യാം. അതൊന്നും പറ്റൂല, ജയിക്കണമെന്നല്ല കാര്യം. ക്ലിപ്പുകള് ആളിയാനെ ചെയ്ത് ഒരു വിഷയം നടക്കണം. പിത്തള ഇവിടെ വൻകിട വിഷയം നടക്കണം ഇവിടെ. ഓ കൊരങ്ങനെ പണ്ണി. അയ്യോ ആൽഫയർ 2 കില്ലെടുത്ത് 2v3. വീണ്ടും പോയി മിനി പോളത്തോളം കാലം കളി പഠിക്കാൻ ഒരു പാടുമില്ല. Getting them at least a little bit of information. I am doing aim practice. Left with a solo fight. That operator looking to get back in. Miniboo. We've seen magical moments from him all the way through this map. But on 70 HP, this might just have to be the best of them. And he has to go moving. The second it's tapped, it's not for the first time in a while. Fnatic ജയിച്ച് അങ്ങനെ അവസാനം ആദ്യമായിട്ട് ഒരു OT-ലെ ഫസ്റ്റ് മാപ്പ് ജയിച്ച്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഉണ്ണി. അപ്പൊ നിങ്ങളൊരു ടീം ഫോം ആയല്ലോ അല്ലേ? എന്തിനാണ് നിങ്ങളെ ടീമിന്റെ പേര്? ഷിഫ്റ്റളുടെ ഷായും സാശര സായും. അല്ല സാശ സംഭവിച്ചാലേ ഇവന്റെ ഐജിയിൽ മാറിയപ്പോഴും നമ്മൾ രക്ഷപ്പെട്ടല്ലേ? റീപ്ലേ കാണാൻ പോയപ്പോ ഇത് ഡ്യൂക്യൂ ആയി. പക്ഷെ മെന്നിയണ്ണന്റെ കളി എങ്ങനെയാണെന്നറിയോ? മെന്നിയണ്ണൻ പറയും എന്റെ കൂടെ വാടി, ഇങ്ങോട്ട് വാടി, ഇടി ഇവിടെ നോക്കി നിക്കടി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ നിങ്ങൾ ഓർത്തോണം ഇത് വെയിറ്റിന് വേണ്ടിട്ടാണെന്ന്. കല്യാണം വീട്ടിൽ പോകണല്ലേ? ഒന്നും പറയില്ലല്ലേ? ഒന്നും പറയില്ല. ഞാൻ വെയിറ്റ് ആവും ചെയ്യും, പെണ്ണിനെ കില്ല് കിട്ടുകയും ചെയ്യും. അഥവാ കില്ല് കിട്ടിയില്ലെങ്കിൽ പെണ്ണിന്റെ ദേഷ്യം വരും. ടോക്സിക് പ്ലെയർ ആണ്. അതായത് അവള് പറഞ്ഞു പറഞ്ഞ കല്യാണം വന്നിട്ട് എടി ഇവിടെ വാടി കൂടെ വാടി എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് വിളിച്ചോണ്ട് പോയിട്ട് അവളെ വിറ്റ് നീ ഒരു കില്ലെടുത്തിട്ട് എങ്ങനെ നീ ചത്ത് കഴിഞ്ഞാൽ നീ അവളെ തെറി വിളിക്കുന്നു അവള് പറഞ്ഞത് ലൈവ്. മനസ്സിലായി? അല്ലല്ല ഇല്ല ഇതേ ഇന്ന് നീ ഇങ്ങനെ തങ്കച്ചി, അവളെ ഉണ്ണി ഇങ്ങനെ തങ്കച്ചി, ഇതൊക്കെ എത്ര കാലം എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ കളിച്ചാ മതി. ഇനി മനസ്സിലായില്ലേ? ഞാൻ ഇനി നിങ്ങളെ കമ്പനിയെ വിടുക. ഞാൻ വലിയ വലിയ ആൾക്കാരോടെ പോവുകയാണ്. ഞാൻ കളിയുണ്ട്. ഈ റൗണ്ട് തോറ്റ ഞാൻ വിഷയമാണ്. ഈ റൗണ്ട് തോറ്റ വിഷയമാണ്. ജയിക്കുവോ? But a big battle needed, and again we're going to see this 3-man stack up towards B, but this time Liquid have doubled down. They brought the Cypher utility from A to B. അങ്ങനെയൊക്കെ തോന്നുന്നു. ആദ്യത്തെ ദിവസമല്ലേ ഇങ്ങനെ കുറച്ച് ദിവസം കളിക്ക്. Send around spiraling, but that's huge information. And the thing is, I don't think it's going to stop Fnatic. They've already got 2 players, but it's about timing. Look at the hesitation. Currently the defensive side are running around in the spawn. They're going back and forth in case they've lost mid control. Thinking this is Spain, it's not a kayak again. It's an open up a can. If he turns, filling in the gap. Needs to turn around, try and find them on the side, and the escape might not be there. He's made it back into the smoke. Nats has found another. Somehow, they've and Wayne
ഇനി ബോസ്റ്റർ മാത്രം ബോസ്റ്ററിനെ ചെയ്ത് കിടത്തിയടാ നാറ്റ്സ്. എടാ നിങ്ങളപ്പോ ടീമിന്റെ പേര് എന്തിനാണ്? സസ പൂവാ. നമുക്ക് ഒരുപാട് പേരുകൾ കിട്ടി, ഞാൻ വായിക്കാം. പിസ ഉണ്ണ്, അത് കൊള്ളാം. പിസ ഉണ്ണ് കൊള്ളാം. ടീം പിശാശ് ഉൺ. എടാ ഇങ്ങനെ പി ഒന്നുമില്ല, ഇങ്ങനെ ഷിഫ്റ്റുള്ള ഷാഡ്. ആട്ടിൻകാട്ടത്തിന്റെ ആ സംസാരിക്കണത് മറ്റേ ഡാഷ് ഓൺ ചെയ്താത്ത ചത്തിട്ട് തെറിവിളിക്കണവനല്ലേ? അകത്ത് റൂമിൽ കയറി ചെല്ലണം. അതൊക്കെ സെറ്റ്. എടേ ഉണ്ണി, നമ്മളെ പിത്തള്ള കളി ഉണ്ടെന്ന് നമ്മള് ജോക്കി വന്നു കേട്ടാ. ബാബ രാംദേവ് പ്ലേയിങ് വാലറന്റ് എന്ന്. ഇൻവെർട്ടർ ആണോ പിത്തള ജോക്കി? ഇതാ ജോക്കി, ഇതാണ്ട് പിശാശ് ഉണ്ണീന്ന്. ഇതാ ജോക്കി ഉണ്ട്, ലൈവിലുണ്ട്. എടാ നിങ്ങളെ ഈ ലൈനപ്പിലെ ജോജോനെയും ജോക്കിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ 2 ജോ കിട്ടും. ജോജോ പിശാശ് ഉണ്ണീന്നാവും. നാറ്റ്സ് ചത്ത് കേട്ടാ, നാറ്റ്സ് ചത്ത്. അതുപോലെ തന്നെ തിരിച്ചടിക്കണ്. 25 സെക്കൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ക്യാമോ ഇതൊന്നും ചെയ്യാനില്ല, തീർന്ന്. GG. സക്കനെ 3 വെടി വെച്ചൊക്കെ ഇടുവോ? അങ്ങനെ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നടക്കണ കേസല്ല. ചെയ്ത് കഴിഞ്ഞ് 6-15 പെനൽറ്റിക്ക് മുട്ടാൻ കളി. ജോക്കി നിങ്ങൾ ജയിക്കണോണ്ട് ഇന്ന് വന്നിരിക്കാണ് അവിടെ സംസാരിക്കാൻ. ഇത്രയും വർഷങ്ങൾ കളിച്ചിട്ട് ഇന്നാണ് ഇത്തിരി ജയിക്കണം. ഹലോ പോയെന്നാണ്. പോട്ടെ നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് sort of anyone in the server, but in OT Kayak has just That's my side. The defensive hold there, as he said, is his side. That's my side. And 30 kill, 34 kill. The deadliest of duos. Alpha എന്തൊരു കളിയാണോ എന്തോടെ. അവ എല്ലാ കളിയും ഇങ്ങനെ തന്നെ അവന്റെ പെർഫോമൻസ്. ആൽഫയുടെ ഒരു തുപ്പിയ പെർഫോമൻസ് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചാടി കയറുമ്പോ കുടുങ്ങണ ഒരു കമ്പി, അതിൽ കുടുങ്ങുമോ എന്തോ. For Fnatic, it's the first of 3 maps needed in a monumental fight back, and they go back to the B side. It's where they've been successful, but they need Kayak to stay alive. But what Bekaj is gone. Vein ഒരു കില്ലെടുത്ത് അളിയാ എല്ലാരെയും പണി. അങ്ങനെ ടീമിൽ ആദ്യം വെച്ച് ഒത്തിരി ഒന്ന് ജയിക്കണ ഡിഫൻസ്. Left behind the smokes. Spike drop അല്ലേ? അയ്യോ ആൽഫയുടെ വെടിയൊന്നും അങ്ങനെ ഇതാവണില്ല. Big resurgence needed. Even that kill on the Nats unlikely to bring them anywhere closer. But without it, and the flank now known to be coming through, they are boxed in. They've got to come out swinging. It's 16 to 16. 16. Let's go again. Another overtime. These teams impossible to separate, but again, as these rounds go on for Liquid, it's like, well, we got 2 more. You know, we can still win this. We got some more. Fnatic, do or die every round. കമ്പി പൊട്ടിയില്ല, അവസാനം വരെ ഉണ്ടാ കമ്പി. അതിൽ കുടുങ്ങിയതുമില്ല, ഒന്നും ആയതുമില്ല. This game is to be finished. I don't care if we go 3rd map. You don't mean You don't care if you go 3rd map? He said 5. He said 5. I don't care. CL Camo for reaching 2000 lifetime There's no way he means that. Absolutely none. Shot dart early. A nice little pop flash, but a nice little bit of tickle damage to start off the round. Players already here on A. 2 watching for Nats' lurk as well. They're not going to push now. They're going to have to wait a moment with losing those abilities on the way. Nats would put anything down. You saw him about to use his dash. Outlaw. He is literally hunting for this operator. Goodness sakes! The first was just a deal with it. The
അവ എന്നിട്ട് വേറെ ഹെഡ്ഷോട്ട് അടിച്ചടാ. അതൊക്കെ എന്തൊരു കളിയാടാ അതൊക്കെ. എന്റെ gets in there for one, but Team Liquid and Nats with the outlaw. I can't believe they've gotten away with that, snuffing out the flames of Fnatic at 17-16. Match series and Santiago point for Liquid. Just a reaction shot from Camo. But find me another man on planet Earth who plays Cypher. Don't pick me on me. Who you see him buying out or an OT and push mid, you go, yeah, actually, that's probably the right play. Like, there is no one else. There's no one that does that. And that was purely to counter Kayak. Killing Alpha in response was just nuts. But again, it is another moment where Liquid look to close. And that's where are we going again? It's one thing to look at the goal of Liquid, the defensive aggression that we saw, but that play right there underlines it. It's what Nats is known for. He's had to temper his aggression over time. People figured out how he likes to play. And we always said that would be his downfall. Once people realize that he's always behind you. But he's reinvented himself again and again. And now, as a leader, he's looking to keep up the streak of internationals. A strong start, but Fnatic not pulling any blows. This means as much to them as it does to Liquid, but it might not matter. A 3 versus 2. Camo writing some checks for himself on backside. Oh, nice! And 3-0 eliminated Fnatic. And rivalry back to 2021. They traded series, but a flawless best of 5 is one for the history books. EMEA one of the best team I married Team Liquid അവസാനം എത്ര വർഷത്തിന് ശേഷം Not this time. Nats എന്തൊരു കളിയായിരുന്നു. ഫുൾ ടീം മിനിബു വിഷയം കളിയുടെ ഉറക്കി കളഞ്ഞു ഫെനറ്റിക്കിനെ. ചേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നല്ല. എന്താന്ന് അറിഞ്ഞൂടാ, എനിക്ക് ടീം ലിക്കിന് ഭയങ്കര ഇഷ്ടമായിടേ. സാധാരണ ഫെനറ്റിക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് സത്യം പറഞ്ഞാൽ വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര വിഷമം ഇല്ലടേ. അത്ര കിടിലൻ കളികളാ ടീം ലിക്വിഡ് ഇന്ന്. എത്ര കളി ജയിച്ചടാ അവര് തിരിച്ചു വന്നത്. മിനിബു ടീം മാറി മുട്ടാൻ കളി. Whether it was a dominant victory on their opponent's map choice with a new comp, whether it was ridiculous plays coming out on Bind, or whether it was an insane OT run back and forth again and again, this team digs deep, this team improves, and this team deserves their spot over at Masters. Well, it feels like the first time we've seen this many rookies, this many new faces going to the internationals, to the global stage. സംസാരിക്കാൻ വന്നില്ലേ? ഞാൻ ഇന്ന് കപ്പ് നോക്കണ കണ്ടില്ല PRX. On Team Liquid, but still some new faces to that stage. Liquid with a കലാമണ്ഡലം ബോസ്റ്ററാ. കലാമണ്ഡലോ they take the final and the final to Santiago. കലാമണ്ഡലം ബോസ്റ്ററാ. കലാമണ്ഡലോ എടാ, ഇതൊക്കെ എങ്ങനെയാടാ നീയൊക്കെ ഇതൊക്കെ പറയണേടേ? വെറുത്തടാ. കലാമണ്ഡലോ എടാ. It's definitely feeling like a special moment for different reasons. അടിച്ച് ഉറക്കി കളഞ്ഞേട്ടാ. കമന്ററി വൻകിട കമന്ററി ആയിരുന്നേ. പറയാതിരിക്കാൻ വയ്യ, വൻ കമന്ററി ആയിരുന്നു. ഫാൻസി ആദ്യമായിട്ട് മിസ് ചെയ്തില്ലേ ഈ റീജിയനില്. അളിയാ ഇതാ വിഷയം നടക്കണം ഇവിടെ. നോക്കട്ടെ എന്തിനോ കളിപ്പായിട്ടാ ഇത്. നമ്മൾ ഇത് മറ്റേ റിയൽ വേഴ്സസ് എടാ, ഇത് ശരിക്കും റിയൽ വേഴ്സസ് റിയൽ ആണ് എടാ. നമ്മളിവിടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വന്നില്ലേ. സാശ ഉണ്ണിയൊക്കെ കരഞ്ഞ് കൺമശിയൊക്കെ പറന്നിരിക്കുകയാണ്. നോക്കട്ടെ എന്തിനാ നടന്ന്. നോക്കട്ടെ കട്ട കളിച്ചിരിക്കണം. നോക്കട്ടെ ഇത്ര നല്ല ഷോർട്ട് കണ്ണും പിടിച്ചോണ്ട് പോകണമെങ്കിൽ മുമ്പോട്ട് നെഞ്ചത്ത് കയറി പണി. ഇത്തള മുമ്പോട്ട് പണിയിട്ട് പോയി. My camera is destroyed. Destroyed. Monster, stop playing Valorant, start dance school. Enjoy rest of your life. Oh.
കൊള്ളാടെ വാലു അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. സത്യം സത്യം എനിക്ക് എനിക്ക് സത്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഡിഎൽ ജയിച്ചാൽ. അവര് നല്ല കളിച്ചടാ. എത്ര കളി തോറ്റിട്ട് എന്തിനാണെന്തോ കേസ് ഉണ്ട് ഇവിടെ. കേസ് കേട്ടുണ്ട്. നിങ്ങൾ പിത്തള ലൈവിലോട്ട് വാടാ. 13 വാച്ചിങ്ങേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും പിത്തള ലൈവിലോട്ട് വാ. ഞാൻ പറ്റിയ പിത്തളിലൂടെ കളിക്കാൻ കയറാം. എന്ത് പറയണം? നിങ്ങളൊക്കെ അങ്ങോട്ട് വാ. അടുത്ത കളി ഞാനും കൂടെ കയറാം. നോക്കട്ടെ. അപ്പൊ പിത്തള ലൈവിൽ കാണാം. ബൈ ഗായ്സ്. 3:30 പറ്റുമോ ഞാൻ ലൈവ് വരാം. ഓക്കെ, ഉറപ്പില്ല. ഇത്രയും ലൈറ്റിങ് മതിയല്ലേ ശരിക്കും? പക്ഷെ ലൈവ് ഇടുമ്പോഴത്തേക്കും ഈ ഒരു ലൈറ്റ് ഇവിടെ വേണം. എന്നാലേ ആ ഒരു അങ്ങനെ ഇത് ഓണാകുമ്പോ എന്നെറ്റാൻ തടഞ്ഞു. അപ്പൊ പോയിട്ട് വരാം. ബൈ ഗായ്സ്. ഒരു കിടിലൻ വാച്ച് പാർട്ടി ആയിരുന്നു, കിടിലൻ ക്രൗഡ് ആയിരുന്നു, കിടിലൻ കമന്ററി ആയിരുന്നു. താങ്ക് യു ഓൾ. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള 2 ടീമുകൾ ഒരെണ്ണം പോയി കനപ്പിക്കും. എന്നാലും ടീം കൂടെ എനിക്ക് ഇപ്പൊ ഇഷ്ടമാണ്. PRX കയറി നമുക്ക് ഇഷ്ടമുള്ള കുറെ നല്ല ടീംസിന്റെ കളിയുണ്ട്. ഇനി മാസ്റ്റേഴ്സിൽ കാണാം. 3:30 ലൈവ് വരാൻ പറ്റിയ ലൈവ് വരാം. അപ്പൊ ബൈ ബൈ, ലവ് യു ഓൾ. ദിസ് മെനറ്റം സൈനിങ് ഓഫ് ഫോർ നൗ. 3:30 ഞാൻ സ്റ്റോറി ഇടാം. ഇൻസ്റ്റ ഫോളോ ചെയ്യണേ. ഇത് പോയി.